കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സമയം നഷ്ടമാക്കാതെ നേരെ അങ്ങ് ദൈവദിനത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികളിൽ സൃഷ്ടിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചില ആശയങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലേക്ക് അടുത്ത രാത്രിയിൽ പോകത്തക്കവണ്ണം ഇടയ്ക്കൊരു വലിയ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രാരംഭരാത്രിയിൽ ഏറ്റവും വലിയവനായ ദൈവം ഒരൊറ്റ വാക്കുകൊണ്ട് ഉളവായി വരട്ടെ എന്ന വാക്കുകൊണ്ട് ശാസ്ത്രീയ ഭാഷയിൽ ഒരു ബിഗ് ബാങ് ഉപയോഗിച്ച് മുഴുപ്രപഞ്ചത്തെ ഉളവാക്കിയവൻ, എണ്ണിത്തീരാത്ത ഗാലക്സികളും അവയിലെ മനസ്സിലാകാൻ കഴിയാത്ത വലിപ്പമുള്ള നക്ഷത്രങ്ങളും ഒരുപോലെ സൃഷ്ടിച്ച് അതിൽ മുഴുവനും വസിക്കേണ്ടതിന് ദൂതന്മാരെ സൃഷ്ടിച്ച് ആ ദൂതന്മാരെ നക്ഷത്രങ്ങളിൽ പാർപ്പിച്ച അതിൻ്റെ ഒരു ഭരണകൂടം നിയമിച്ച വലിയവനായ ദൈവം, അതേസമയം ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ കൂടെ നമ്മുടെ തലയിലെ രോമങ്ങൾ വരെ നമ്പർ ചെയ്തവനായ ദൈവം, വലുതും ചെറുതും ഒരുപോലെ നിയന്ത്രിക്കുന്ന ആ വലിയ ദൈവം പ്രാരംഭത്തിങ്കിൽ സൃഷ്ടി ആരംഭിച്ചു. സ്വർഗത്തിൽ ലൂസിഫറിനെ പാർപ്പിച്ചു. ലൂസിഫർ പാപം ചെയ്തതിനെ തുടർന്ന് ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് മാറ്റുകയും സ്വർഗത്തിൽ ഒരു സ്ഥലം ഇന്ന് ശൂന്യമായി കിടക്കുകയും ചെയ്യുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇനിയും പോയി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി ഉണ്ട്. അത് വേറൊരു കോസ്മോസിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതൊന്ന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി മാറ്റണം, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം, അതൊന്ന് സ്ഥലം ഒരുക്കാൻ വേണ്ടി ഞാൻ പോകാമെന്ന് പറയാൻ കർത്താവ് പോയി. 2, ഈ ഭൂമിയിൽ ലൂസിഫറിന് വേണ്ടി ഭൂമി സൃഷ്ടിച്ചു, ഭൂമിയിൽ അവനെ ആക്കി. ഇവിടെയും അവൻ്റെ ദുർഭരണം തുടങ്ങിയതോടെ തമ്പുരാൻ ഭൂമിയിൽ നിന്നും അവനെ നീക്കി, ഭൂമിയിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. അവിടെ റീപ്ലെനിഷ് ചെയ്യേണ്ടതിന്, വീണ്ടും വർദ്ധിച്ചു പെരുകേണ്ടതിന് നമ്മുടെ ആദ്യ പിതാവിനെ അവിടെ സൃഷ്ടിച്ചാക്കി. ഇത് കണ്ട ലൂസിഫറും കൂട്ടരും അവനോട് ചേർന്ന് നിന്ന വീണുപോയ ദൂതന്മാരും ആദം ഹവ്വമാരെ വീഴിക്കേണ്ടതിന് പദ്ധതികൾ ഒരുക്കി വീഴിച്ചു. അന്ന് ഏദനിൽ വെച്ച് തമ്പുരാൻ ഒരു വിളി വിളിച്ചു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഞാൻ ഇന്ന ഭാഗം ചെറുതായിട്ട് തൊടും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് ആത്മയുദ്ധത്തിൻ്റെ ഒന്നാമത്തെ വിളി ഏദനിൽ വെച്ച് തമ്പുരാൻ ധ്വനിപ്പിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരാം. ആദം ഹവ്വമാരെ പാപത്തിൽ വീഴിച്ചു, അടുത്ത തലമുറകളെ പാപത്തിൽ വീഴിച്ചു. നോഹയുടെ കാലമായതോടെ ഭൂമി മുഴുവനും പാപം കൊണ്ട് പെരുകി സങ്കരവർഗ്ഗങ്ങളെ കൊണ്ട് നിറഞ്ഞു. ദൈവം അടുത്തൊരു ജലപ്രളയത്തിലൂടെ ഭൂമിയിലുണ്ടായിരുന്ന മുഴുമനുഷ്യരിൽ നോഹയുടെ കുടുംബത്തെ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ പേരെയും കൊന്നുകളഞ്ഞ ശേഷം നോഹയോട് ഒരു നിയമം ചെയ്യുകയും ആദമിനോട് പറഞ്ഞ അതേ പദം നോഹയോട് ആവർത്തിച്ച് പറയുകയും ചെയ്തു, റീപ്ലെനിഷ്, സന്താനപുഷ്ടിയുള്ളവനായി വളർന്ന് ഭൂമിയെ കൈവശമാക്കുക. നോഹയുടെ അനന്തര തലമുറയിൽ നിന്ന് നിമ്രോദ് എന്ന രാക്ഷസൻ ജനിക്കുകയും അദ്ദേഹം ലോകം അറിയപ്പെട്ടതിലേക്കും കണ്ടതിലേക്കും ഏറ്റവും വലിയ മാന്ത്രികനും മന്ത്രവാദിയും പൈശാചിക ശക്തികളുടെ ഇരിപ്പിടവുമായി വളർന്ന് ഈ ഭൂമിയെ സാത്താന് കൈമാറി. രസകരമായ ചില ചരിത്രങ്ങളുണ്ട്. യോശുവയുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും എഴുതി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ശൂരന്മാരുടെ പുസ്തകത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നു എന്ന് ഒരു എഴുത്ത് കാണാം. യോശുവയുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇത് ശൂരന്മാരുടെ പുസ്തകത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നു. ശൂരന്മാരുടെ പുസ്തകം എന്നൊന്നുണ്ട് പോലും ഉണ്ട്. അതിനകത്ത് ഇതുപോലുള്ള ഒരുപാട് ചരിത്രങ്ങൾ കിടപ്പുണ്ട്. ദൈവം ഉപയോഗിച്ചതും പിശാച് ഉപയോഗിച്ചതുമായ ഒരുപാട് മല്ലന്മാരുടെ ചരിത്രം. അതിനകത്ത് കിടക്കുന്ന ഒരു കഥ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ കിടക്കുന്ന മുസ്ലിം വർഗ്ഗങ്ങൾ വിശ്വസിക്കുന്ന ഒന്ന്, മുസ്ലിംസിൻ്റെ വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്താൽ കിട്ടും. അബ്രഹാമും നിമ്രോദും തമ്മിലുള്ള ഒരു പിടിവാശി. ഒന്ന് ശ്രദ്ധിച്ചോണം. മുസ്ലിംസിൻ്റെ വെബ്സൈറ്റുകളിൽ പലയിടത്തും കിടപ്പുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യാം. പ്രോഫറ്റ് എബ്രഹാം ഇൻ ഫയറി ടെസ്റ്റ് കൊടുത്താൽ മതി, ഒരു 2-3 സൈറ്റിൽ ഇറങ്ങി വരും. പ്രോഫറ്റ് എബ്രഹാം ഓൺ ഫയറി ടെസ്റ്റ്. അബ്രഹാമിനെ നിമ്രോദ് പിടിച്ചു. അവർ രണ്ടുപേരും സമകാലികരായിരുന്നു. അബ്രഹാം ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് നിമ്രോദ് അബ്രഹാമിനെ പിടിച്ചു പറഞ്ഞു, പാടില്ല, കാര്യം ഒരു കണക്കിൽ ദൈവത്തെ ഒഴിവാക്കി ഇത് സാത്താനെ കൈമാറിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് നീ ഇന്ന് മുതൽ അഗ്നിയെ സേവിക്കണം എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ക്രിസ്ത്യൻ സൈറ്റിലൊന്നും ഇതില്ല, പക്ഷേ ശൂരന്മാരുടെ പുസ്തകത്തിൽ ഇതുണ്ട്. മുസ്ലിംസിൻ്റെ സൈറ്റുകളിലും ഇത് കിടപ്പുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇന്ന് മുതൽ അഗ്നിയെ ആരാധിക്കണം. അപ്പോൾ അബ്രഹാം നിമ്രോദിനെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചു, അഗ്നിയെ ആരാധിക്കാമെങ്കിൽ അതിനേക്കാൾ നല്ലത് അഗ്നിയെ കെടുത്താൻ കഴിവുള്ള വെള്ളത്തെ ആരാധിക്കുകയല്ലേ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അതിനെ ആരാധിക്കും.
ജീവനുള്ള ദൈവത്തെ ആരാധിക്കരുത്, വെള്ളത്തെ ആരാധിച്ചോളാൻ പറഞ്ഞു. അബ്രഹാം അടുത്തപടി ചോദിച്ചു, എടാ വെള്ളത്തെ ആരാധിക്കാമെങ്കിൽ മഴ പെയ്യുന്ന മേഘമല്ലേ അതിനേക്കാൾ മിടുക്കൻ, മതി മേഘത്തെ ആരാധിന്. ഉടനെ ഇങ്ങനെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കാറ്റിനെ ആരാധിച്ചാൽ പോരെ, അതില്ലയോ മേഘത്തെ കൺട്രോൾ ചെയ്യുന്നത്? പുള്ളി പറഞ്ഞു, മതിയിടാ മതി, നീ അഗ്നി ആരാധിക്കുന്നോ ഇല്ലയോ എന്ന് ആദ്യം പറ, ഇല്ല നിന്നെ എടുത്ത് അഗ്നിയിലോട്ട് ഇടാൻ പോവാം. അബ്രഹാം പറഞ്ഞു, ഇട്, പക്ഷെ ഞാൻ ആരാധിക്കത്തില്ല, ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കത്തുള്ളൂ. ഈ സമയത്താണ് അബ്രഹാമിൻ്റെ പിതാവായ തേരഹിൻ്റെ മൂത്ത മകൻ ലോത്തിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ജ്യേഷ്ഠൻ കൂടുണ്ട്. ലോത്തിൻ്റെ അപ്പനായ അബ്രഹാമിൻ്റെ ജ്യേഷ്ഠനോട് ചോദിച്ചു, നിൻ്റെ അഭിപ്രായം പറയാൻ പറഞ്ഞു. ആ പുള്ളിക്കാരൻ പറഞ്ഞു, അബ്രഹാം അഗ്നിയുടെ ടെസ്റ്റിൽ ജയിച്ചാൽ ഞാൻ അബ്രഹാമിൻ്റെ ദൈവത്തെ സേവിക്കും, ഞാൻ കണ്ട് വിശ്വസിക്കുന്ന പാർട്ടിയാണ്. അബ്രഹാം തോറ്റാൽ ഞാൻ നിൻ്റെ തീയെ സേവിക്കും. അതുകൊണ്ട് അവർ തമ്മിലൊരു ട്രയലിന് പോട്ടെ, ആര് ജയിക്കുന്നോ അവരുടെ ദൈവത്തെ സേവിക്കും. അബ്രഹാമിനെ തീയിലിട്ടു, അബ്രഹാം തീയിൽ നിന്ന് ഇറങ്ങി വന്നു. ലോത്തിനോട് പറഞ്ഞു, ഇനി മുതൽ നീ ആരെയാണ് സേവിക്കുന്നതെന്ന് ചോദിച്ചു. ലോത്ത് പറഞ്ഞു, ഞാൻ യഹോവയാണ് സേവിക്കുന്നത്. യഹോവ പറഞ്ഞു, ഈ കണ്ടേച്ച് ആരാധിക്കാൻ വരുന്നവനെ നമുക്ക് വേണ്ട, അവനെ അവിടെ ഇട്ടങ്ങ് കൊന്നു. അതുകൊണ്ടാണ് ഈ ലോത്ത് അബ്രഹാമിൻ്റെ തലയിൽ കെട്ടി വെക്കപ്പെട്ടത്. ലോത്തിൻ്റെ അപ്പനെ അബ്രഹാമിൻ്റെ മുന്നിലിട്ടാണ് കൊന്നത്. പിന്നെ ഇവനെ കൊടുക്കാൻ വേറെ ആളില്ലഞ്ഞതുകൊണ്ടാണ് ലോത്ത്, സഹോദരപുത്രനായ ലോത്തിനെ കൂടെ അബ്രഹാം കൊണ്ട് നടക്കണ്ടായി വന്നത്. പോട്ടെ, ഞാനിവിടെ നിന്ന് മടങ്ങി വരാൻ പോവാം. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം, ഞാൻ എടുത്തു പറയുന്ന ഓരോ ഏരിയയും പഠിച്ചേച്ചാൽ ഞാൻ പറയുന്നത്, പ്രിപ്പയർ ചെയ്തേച്ചാൽ ഞാൻ പറയുന്നത്, ചുമ്മാ ഒരു ഓടിച്ച് പറയുന്ന ഒരു ശൈലിയല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഞാൻ എടുത്തു പറഞ്ഞത്. മുന്നോട്ട് വരട്ടെ. നിമ്രോദിൻ്റെ കാലത്തോടുകൂടെ ഭൂമി പിശാചിന് കൈമാറി. നിമ്രോദ് പൈശാചിക ചിഹ്നങ്ങൾ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ സോഡിയാക് സൈനുകൾ, വിവിധ നക്ഷത്രമണ്ഡലങ്ങളിൽ പാർക്കുന്ന ദൂതന്മാരുടെ ചിഹ്നങ്ങൾ ഈ ഭൂമിയിൽ നാട്ടുകയും അങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് ഈ ഭൂമിയെ കരസ്ഥമാക്കി അവനെടുത്ത് സാത്താന് കൈമാറുകയും ചെയ്തു. റോമാലേഖനം വിളിച്ചു പറയുന്നു, സകല ഭൂമിയും സാത്താൻ്റെ അധീനതയിൽ ഇന്നും നടക്കുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങൾ കൈമാറുമ്പോൾ അബ്രഹാമിനോട് ഭൂമി കൈവശമാക്കിക്കോളാം പറഞ്ഞില്ല. കാര്യം കൈവശമാക്കാൻ കൊടുക്കാൻ അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ഇല്ല ഭൂമി, അത് പോയി. പകരം അബ്രഹാമിനോട് പറഞ്ഞു, ഹിത്യർ, ഹിവ്യർ, ഇബൂസ്യർ മുതലായി 31 കൂട്ടം രാക്ഷസന്മാർ പാർത്തു വരുന്ന ദേശം നീ പിടിച്ചെടുത്തോണം. അതാണ് ഇസ്രയേലിന് ദൈവം കൊടുത്തത്. അത്രേ ഉള്ളൂ. അതിനെന്നെ വലിപ്പമുണ്ടെന്നൊന്ന് കണക്ക് കൂട്ടുന്നത് കൊള്ളാം. ഇസ്രയേലിന് എന്നെ വലിപ്പമുണ്ടെന്ന്. നമ്മുടെ ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു സാധാരണ പ്ലെയിൻ പറക്കാൻ 5 മണിക്കൂർ ശിഷ്ടമെടുക്കും. ഭൂലോകത്തെ ഒന്ന് ചുറ്റി വരണമെങ്കിൽ ഒരു പ്ലെയിനിന്, ആദാമിന് കൊടുത്തത് അതാ ഭൂലോകമാണ്, നോഹയ്ക്ക് കൊടുത്തത് അതാ ഭൂലോകമാണ്, അതിനെ ഒന്ന് ചുറ്റി വരാൻ ഒരു സാധാരണ ഫ്ലൈറ്റിന് 40 മണിക്കൂറോളം വേണ്ടി വരും. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഇസ്രയേലിനെ ഒന്ന് ക്രോസ് ചെയ്യാൻ ഒരു പ്ലെയിനിന് എത്ര നേരം എടുക്കുമെന്ന്? 4 മിനിറ്റ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊച്ചു പുരയിടം അബ്രഹാമിന് കൊടുത്തേച്ച് പറഞ്ഞു, ഇത് 33 രാക്ഷസ വംശങ്ങൾ ചേർന്ന് ഭരിക്കുക, യവന്മാരെ ഒടുക്കിയേച്ച് ഇത്രയും നീങ്ങി പിടിച്ചെടുക്കുക, അതിനകത്ത് ഞാൻ നിനക്ക് നിയമം തരാം, എൻ്റെ നിയമത്തിൽ നിന്നാൽ ആ സ്ത്രീയുടെ സന്തതി നിന്നിലൂടെ ജനിക്കും. ഞാനിവിടെയാണ് ഒന്ന് പറഞ്ഞത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കാൻ വരുന്നത്. ആ സ്ത്രീയുടെ സന്തതിയെ നിന്നിലൂടെ കൊണ്ടുവരാൻ എനിക്ക് അല്പം കൊണ്ടും പ്രവർത്തിക്കാം, അധികം കൊണ്ടും ചെയ്യാം. ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ കണ്ണിനകത്തെ കാണാൻ കഴിയാത്ത നരമ്പുകളെ പെയർ ചെയ്യുവാൻ കഴിയുന്നവനാ. എനിക്ക് വലുതും ചെയ്യാം, ചെറുതും ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരാളിനെ കിട്ടിയാൽ എനിക്ക് ആളിനെ ഉപയോഗിക്കാം, ചെറിയൊരു സ്ഥലവും എനിക്ക് പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് നീ എന്നെ സേവിക്ക്, നീ നിയമം വിട്ട് മാറരുത്, ഞാൻ നിന്നിൽ നിന്നൊരു തലമുറയെ കൊണ്ടുവരും. ഓൾ റൈറ്റ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരെ എത്തട്ടെ. അതിനു മുന്നമേ ആദാമിൽ നിന്ന് ഒന്നോടെ വേറൊരു വഴിയോടെ കയറി വരാം. ആദാം ഹവ്വമാരുടെ മുമ്പിൽ വെച്ചാണ് പിതാവായ ദൈവം പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഇത് കേട്ട് നിന്ന പിശാച് അല്ലെങ്കിൽ സർപ്പം ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. പക്ഷേ മറുപടി പറയാതെ അവനൊരു തീരുമാനമെടുത്തു, എൻ്റെ തല പോകാതെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ തല പോകാതെ ഞാൻ നോക്കിക്കോളാം. അവനൊരു തീരുമാനമെടുത്തു. ഈസ് കണ്ണിങ്. ആ കണ്ണിങ്ങായ സാത്താൻ ആദ്യത്തെ സന്തതിയായ ആദാമിൻ്റെ ആദ്യത്തെ സന്തതിയായ കായിൻ, ഞാൻ ഇന്നലെ കായിനെക്കുറിച്ച് അവൻ്റെ ജനനത്തിൻ്റെ പുറകിലത്തെ ഇച്ഛാശക്തി പൈശാചികമായിരുന്നെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 1-2 തെളിവുകളിലൂടെ പറയാം. ദൈവം ആ കായേൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, കായേനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. യാഗത്തിലല്ല ആദ്യം പ്രസാദക്കേട് തോന്നിയത്, കായേനില. കാര്യം അവൻ്റെ ജനനത്തിൻ്റെ പുറകിലത്തെ ഇച്ഛാശക്തി സാത്താന്യമായിരുന്നു. 2, കായനെക്കുറിച്ച് പറയുന്ന അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നെന്ന. അവൻ ഔവ്വ പറഞ്ഞത് യഹോവയോൽ എനിക്കൊരു വിശുദ്ധ പ്രജ ലഭിച്ചു എന്നാ. അത് ഏതമ്മയും അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പക്ഷെ തമ്പുരാൻ പറഞ്ഞത് ഇവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നെന്ന. ഇവൻ്റെ അനന്തരസന്തതിയെ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ സർപ്പസന്തതികളെ എന്ന് വിളിച്ചത്. ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്തോണം. ഇവരെ കണ്ടുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ പിശാചെന്ന അപ്പൻ്റെ മക്കൾ എന്ന് വിളിച്ചു പറഞ്ഞത്. ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥികത ബൈബിൾ എങ്ങനെ വിശദീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആട്ടെ, കായൻ വളർന്നു. കായന് യാഗം
കഴിക്കുന്ന പരുവമായി. യാഗം കഴിക്കുന്ന പരുവത്തിന് സാത്താൻ അവനെ യാഗത്തിൽ നിന്ന് മുടക്കിയില്ല. യാഗം കഴിച്ചോളാൻ സമ്മതിച്ചു. പക്ഷെ ഒരൊറ്റ കാര്യം, ദൈവം പ്രസാദിക്കാത്ത യാഗം വേണം കഴിക്കാൻ. നമ്മൾ ആരാധിക്കുന്നതിൽ പിശാചിന് ഒരു വൈരാഗ്യവുമില്ല. ദൈവം പ്രസാദിക്കാത്ത ആരാധന നടത്തുന്നിടത്തോളം പിശാചിനൊന്നും പേടിക്കാനില്ല. ദൈവം പ്രസാദിക്കാത്ത ഒരാരാധന നടത്തുവാൻ കായനെ പ്രേരിപ്പിച്ചു. അവൻ കായികനികളിൽ നിന്ന് യഹോവയ്ക്കൊരു യാഗം കഴിച്ചു. കായികനികളിലെ യാഗത്തിൽ യഹോവ പ്രസാദിക്കുന്നില്ല. മറക്കരുത്, ദൈവം പ്രസാദിക്കാത്തത് ദൈവത്തിന് കൊടുപ്പിക്കുന്നത് പിശാചാണ്. ആ കാര്യം മറക്കരുത്. ഞാനിവിടെ ഒരു കൊച്ചു ഉദാഹരണം സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ കുറച്ച് നാൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്നു. അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനുണ്ട്, മിസ്റ്റർ എം കെ ഗുണശേഖരൻ, ഡോക്ടർ എം കെ ഗുണശേഖരൻ. ഈ മനുഷ്യന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 2 അവാർഡുകൾ വാങ്ങിച്ച മനുഷ്യനാണ്. ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്, ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. സ്വന്തം കണ്ടുപിടുത്തങ്ങളുണ്ട്, അതിനാണ് 2 അവാർഡ് വാങ്ങിച്ചത്. പക്ഷേ ഗുണശേഖരൻ്റെ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ഒരു പെങ്കൊച്ചിനെ കാണാൻ പോലും ഇയാൾക്ക് നേരമില്ല. ഇയാൾക്ക് ഉണ്ണാൻ നേരമില്ല, ഉറങ്ങാൻ നേരമില്ല. ലാബ് എക്സ്പെരിമെൻറ്റ്, ഇതല്ലാതെ അങ്ങേർക്ക് വേറെ ഒന്നുമില്ല. ചുമ്മാ അതല്ല 2 അവാർഡ് വാങ്ങിച്ചതും പുതിയ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിനുള്ളതും. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു സമയത്ത് അദ്ദേഹം R&D മാനേജറാണ്, ഞാൻ പ്രൊഡക്ഷന് ജോലി ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും ഏറെക്കുറെ ഒരു സ്റ്റാറ്റസാണ്, ഒരു ഓഫീസിലാണ്. ഞാനൊരു ദിവസം ഓർത്തു, ഗുണശേഖരനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. കാര്യം എല്ലാ ദിവസവും ഹോട്ടലിൽ ചെല്ലുമ്പോഴത്തേക്ക് രാത്രി 11:30 ആകും. ഹോട്ടലൊക്കെ അടച്ചിരിക്കും. അകലെയുള്ള ഹോട്ടലൊന്നും അങ്ങനെ പോകത്തില്ല, ഇവിടെ അടുത്തുള്ളതുകൊണ്ട് അതിനെ പോകത്തുള്ളൂ. മിച്ചം വരുന്ന ഉണക്ക ചപ്പാത്തിയും കാര്യവും ഒക്കെയാണ് ഇയാൾക്ക് കിട്ടുന്നത്. വേറൊന്നും ഇയാൾക്ക് കഴിക്കാൻ കിട്ടുകയില്ല. അപ്പം ഞാനൊരു ദിവസം ഗുണശേഖരനോട് പറഞ്ഞു, തന്നെ ഞാനൊരു ദിവസം ഒരു ലഞ്ചിന് വീട്ടിൽ കൊണ്ടുപോവാണ്, എൻ്റെ കൂടെ വന്നേ തീരും. എനിക്ക് അങ്ങേരേക്കാൾ 10-15 വയസ്സ് പ്രായക്കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ വന്നിരിക്കും. ഫൈൻ. ഗുണശേഖരൻ ഒരു ഉച്ചയ്ക്ക് ലഞ്ചിന് എൻ്റെ കൂടെ വീട്ടിൽ വരാമെന്ന് സമ്മതിച്ചു. ഗുണശേഖരൻ്റെ കൂടെ നടക്കുന്ന 2-3 തനി മലയാളത്തിൽ പറഞ്ഞാൽ ശിങ്കിടി പിള്ളേരുണ്ട്. പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന പ്യൂൺസാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് അലക്കി കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ബെഡ് വിരിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇവൻ അതുപോലെ പ്രയോജനപ്പെടുന്നവൻ. അവൻ ചോദിക്കുന്ന എല്ലാം കൊടുക്കും. തൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന 2-3 ബോയ്സാണ്. ഞാൻ ഇവന്മാരുടെ ഇടയ്ക്ക് ചോദിച്ചേട്ടാ, ഗുണശേഖരന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്തോ? ഇവർക്കായിരിക്കണമല്ല അറിയാവുന്നേ. അവർ പറഞ്ഞ് ചിക്കനാണ് ഗുണശേഖരന് ഏറ്റവും ഇഷ്ടം. അത് ഏത് രൂപത്തിലുണ്ടാക്കിയാലും ഇഷ്ടമാണ്. കറി വെച്ചാലും വറുത്താൽ എങ്ങനെ ചെയ്താലും ചിക്കനാണ് പുള്ളിയുടെ ഫേവറേറ്റ്. ഓക്കെ. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, പല രീതിയിൽ ചിക്കൻ ഉണ്ടാക്കി, അധികം വെജിറ്റബിൾ ഉണ്ടാക്കിയല്ല, കുറച്ച് വെജിറ്റബിൾ ഉണ്ടാക്കി ചോറുമൊക്കെ വെച്ചു. തമിഴനാണ് അദ്ദേഹം. ഉച്ച ഊണിന് വേണ്ടി ഞങ്ങളെല്ലാം കൂടെ വന്നു. ഭക്ഷണം വിളമ്പി വെച്ചപ്പോൾ ഗുണശേഖരൻ പതുക്കെ മൂക്ക് ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു, വർഗീസേ, ഞാൻ ബ്രാഹ്മണനാണെന്ന് നിനക്കറിയത്തില്ലേ? ഈ നാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു, ഷെടാ. ഞാൻ പറഞ്ഞു, ഗുണശേഖര, എടോ ഇയാൾക്ക് ഇതാ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു, യവന്മാർ പറഞ്ഞു. അവന്മാർക്ക് ഇത് ഇഷ്ടമാണ്. എൻ്റെ കൂടെ നടക്കുന്നത് കാരണം അവന്മാർക്കൊരു ചാൻസ് കിട്ടുന്നില്ല. അവന്മാർക്ക് ഇത് ഇഷ്ടമാണ്, കഴിക്കടാ. അവസാനം ഞങ്ങൾ പറഞ്ഞു, ഇനി മോരുണ്ട്, ചോറുണ്ട്, അധികം പച്ചക്കറിയില്ല, ഉള്ളത് കൂട്ടി ഉണ്ട്. അപ്പോഴാണ് ഗുണശേഖരൻ പറയുന്നത്, പക്ഷെ പുഴുക്കലരിയുടെ ചോറ് ഞാൻ കഴിക്കുകയില്ല. ഇത് പുഴുക്കലരിയാ? ഞാൻ പറഞ്ഞു, ഗുണശേഖരൻ ഹോട്ടലാണ് വിധിച്ചത്, അവൻ അങ്ങോട്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ പല എന്തോ ചെയ്യാൻ. എനിക്ക് പറ്റിയ അബദ്ധമാണ് പറയുന്നത്. ഗുണശേഖരൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കാതെ കൂടെ നടന്ന ശിങ്കിടിയോട് ചോദിച്ചേച്ച് പോയ എന്നെയാണോ കുറ്റം പറയേണ്ടത്, ഗുണശേഖരനെയാണോ കുറ്റം പറയേണ്ടത്? സാത്താൻ പതുക്കെ നീവൻ്റെ കൂടെ കൂടിയേച്ച് പറഞ്ഞു, നീ കായികനികൾ കൊണ്ട് കൊടടാ. ഞാൻ തിരുവചനത്തിലോട്ടൊന്ന് കയറട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനം, ഓരോരുത്തരും ഉപദേശം, അന്യഭാഷ, വ്യാഖ്യാനം, ഇവയൊക്കെയും ആത്മീക ആരാധനയിലുണ്ട്. നമ്മൾ കൂടി വരുമ്പോഴോ, പണ്ടൊരിക്കൽ പാസ്റ്റർ V.A. തോമസ് പറഞ്ഞ പോലെ, ഞങ്ങൾ കൂടി വരുമ്പോൾ പുകയുണ്ട്, മണിയുണ്ട്, മണിയടിയുണ്ട്, പറ. അന്യഭാഷയുമില്ല, വ്യാഖ്യാനവുമില്ല, തിരുവചനം പറയുന്ന യാതൊന്നുമില്ല. ദൈവം പ്രസാദിക്കുന്ന ആരാധനയും പ്രസാദിക്കാത്ത ആരാധനയും. ദൈവം പ്രസാദിക്കാത്ത ഒരാരാധനയിൽ കായനെ കൊണ്ട് നിർത്തി. കായൻ ദൈവം പ്രസാദിക്കാത്ത ആരാധന കഴിച്ചു. അവനോട് ദൈവം കോപിച്ചു. ദൈവകോപവും സംഭരിച്ച് കായൻ പോകുമ്പോൾ സാത്താൻ വാക്കും ഭാഷണവും കൂടാതെ ഒരു വിളി വിളിക്കുന്നുണ്ട്, ദൈവമേ, അല്ല എൻ്റെ തല തകർക്കുന്ന കൊച്ചനെ എന്തിയേ? ഈ ആരാധനയിൽ തകർന്ന യവനാണോ എൻ്റെ തല തകർക്കാൻ വരുന്നത്? മറക്കല്ലേ, പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ, ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം. അതിലൊന്നാം യോഗ്യത കായേൻ തറയിലടിച്ച് തട്ടിപ്പൊട്ടിച്ചു. യവനാണോ എൻ്റെ തല തകർക്കാൻ വരുന്നത്? എന്തിയെ എൻ്റെ തല തകർക്കുന്ന കൊച്ചൻ? ആളില്ല. തമ്പുരാനി ചിന്ത കാണും വളർന്നു വരുന്നുണ്ടടാ. ഹാബേൽ അവൻ നിന്നിൽ നിന്നുള്ളവനല്ല. അവൻ്റെ ജനനത്തിൻ്റെ മുമ്പിലെ ഇച്ഛാശക്തി നിൻ്റേതല്ല, അവൻ എൻ്റെ പൈതലാ. ഹാബേൽ വളർന്നു, ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ചു.
പക്ഷേ ഹാബേലിൻ്റെ പുറകെ സാത്താൻ കൂടി. മറക്കരുത്, ആത്മയുദ്ധം തൊടുക. ഞാൻ ക്രിസ്തുവിൽ വരെ ഞാൻ ഏകത്തിലെത്തും. ഹാബേലിൻ്റെ പുറകെ കൂടി. ഹാബേലിനോട് പറഞ്ഞിടാ മോനെ, ചേട്ടനും അനിയനും തന്നെയാണ്. ആരാധനയൊക്കെ രണ്ടാമത്തെ കാര്യം. പള്ളി വേറെ, പള്ളിക്കുടം വേറെ. നിൻ്റെ സ്വന്തം ചേട്ടൻ കൃഷിസ്ഥലത്ത് ഇറങ്ങുമ്പോൾ നീയുടെ പോയാലത്തെ തകരാറ് എന്നാടാ? വേർപാടിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിരോധമായി ആരാധനയിൽ തകർന്നവനും ജയിച്ചവനും തമ്മിലുള്ള വേർപാട് സൂക്ഷിക്കാതെ ഹാബേൽ ചേട്ടൻ്റെ കൂടെ കൃഷിക്കിറങ്ങിപ്പോയി. അവിടിട്ടവനെ തല്ലിക്കൊന്നിച്ച് പിശാചി രണ്ടാമത്തെ എന്തിയേ എൻ്റെ തല തകർക്കുന്ന പുള്ളി. തലമുറകൾ മാറാൻ തുടങ്ങി. ഞാൻ ഇനി അബ്രഹാമിൻ്റെ ചരിത്രത്തിലേക്ക് ഇനി എടുത്ത് ചാടുക. കാര്യം അവിടം വരെ ഇനി വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടം വരെ നശിച്ച് കിടക്കുക. അബ്രഹാമിനെ ദൈവം ഇങ്ങോട്ട് വിളിച്ചു വേർതിരിച്ചു. ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യത്തിൽ അബ്രഹാമിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അബ്രഹാമേ വാ, ഞാൻ നിന്നെ ഒരു ജാതിയാക്കും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ അംഗസംഖ്യ ലോകത്തിൻ്റെ അംഗസംഖ്യയുമായി കമ്പയർ ചെയ്താൽ എന്നാ ഉണ്ടെന്ന് ഒരു സാഹചര്യത്തിൽ ചെക്ക് ചെയ്യേണ്ടതായി വന്നു. ഞാൻ ഇൻ്റർനെറ്റിൽ നിന്നൊന്ന് ചെക്ക് ചെയ്തു. എനിക്ക് കിട്ടിയ റിസൾട്ട് പറയാം. ഇസ്രയേൽ ഏറ്റവും വർദ്ധിച്ച കാലം, ചെറുതായ കാലമല്ല. പലപ്പോഴും അവരങ്ങ് തീരെ തകർന്നു, തീരെ താളടിയായി, അവരുടെ എണ്ണം ഇല്ലാതെയായി. എന്നാൽ അവരേറ്റവും വർദ്ധിച്ച കാലം, ആകെ ലോക ജനതയുടെ 1,00,000 മാത്രമേ ഇസ്രയേൽ വളർന്നിട്ടുള്ളൂ. അവരങ്ങ് ഏറ്റവും വർദ്ധിച്ച കാലം, ആകെ ലോക ജനസംഖ്യയുടെ 1,00,001 ഉള്ളായിരുന്നു ഇസ്രയേല്യർ. പക്ഷേ ഈ ഭൂമിയിൽ ഇന്ന് കാണുന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ 1,94,000 കണ്ടുപിടിച്ചത് ഈ ഒന്നുള്ള ഇസ്രയേലിനാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ലോകത്തിൻ്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ 94%, 1,94,000 കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചത് ഈ ഇസ്രയേലിനാണ്. അവൻ്റെ ജനസംഖ്യ 1,00,001 ഉള്ളൂ. എന്നാ കാര്യമെന്നറിയാമോ? തമ്പുരാൻ ഒരു അബ്രഹാമിനെ ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, വാ മോനെ, ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പോകുകയാ. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ എന്നെ സേവിക്ക്. അംഗസംഖ്യയല്ല വലുത്, എൻ്റെ അനുഗ്രഹമാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെ ആശ്രയിക്കാതെ ലോകത്തിന് ജീവിക്കാനൊക്കത്തില്ല. ഒരിക്കൽ സിംഗപ്പൂരിൽ പ്രസംഗിക്കുമ്പോഴേ ഒരു മുസ്ലിം കൺവേർട്ട്, ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വഴക്കിന് വന്നേച്ച് പറഞ്ഞു, ഇസ്രയേലിൽ ഉണ്ടാക്കിയതൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല, ഇസ്രയേലുമായി ബന്ധപ്പെട്ട യാതൊരു വകയും എൻ്റെ വീട്ടിൽ കയറ്റുകയില്ല. ഞാൻ അയാളോട് ഒത്തിരി നേരമൊക്കെ നോക്കി, അയാൾ പോയില്ല. ഒടുവിൽ പറഞ്ഞു വിടേണ്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചത്, എനിക്ക് ഡു യു മീൻ വാട്ട് യു ആർ ടോക്കിംഗ്? അപ്പം അയാളോട് ചോദിച്ചു, ഡു യു ഫീൽ ഐ എം ക്രേസി? ഞാൻ പറഞ്ഞു, നോട്ട് ലെസ് ദാൻ ദാറ്റ് എനിവേ. കാരണം ഇസ്രയേലുമായി ബന്ധപ്പെട്ടതൊന്നും വീട്ടിൽ കയറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ലെസ് ദാൻ ക്രേസി. എന്നിട്ട് ഞാൻ ചോദിച്ചു, താൻ പേന ഉപയോഗിക്കുന്നുണ്ടോ? ഇത് കണ്ടുപിടിച്ചത് ഒരു ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. താൻ തുണി ഉടുക്കോടൂ, തുണിമില്ല് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. താൻ ഫോൺ ഉപയോഗിക്കുമ്പോഴോ ടെലിഫോൺ കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. തൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കയറ്റുമ്പോഴോ അത് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. താൻ കാറിൽ കയറുമ്പോഴോ IC എഞ്ചിൻ കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. താൻ പ്ലെയിനെ കയറുമ്പോൾ ജെറ്റ് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഒന്നിനോട് ബന്ധമില്ലാത്ത കാട്ടാളന് ഇന്ന് ജീവിക്കാനൊക്കെ തന്നെ കാര്യം. ദൈവം ഒരു അനുഗ്രഹം പറഞ്ഞാൽ പറഞ്ഞതാ, അതിനൊക്കെ ആർക്കും പറ്റുകയില്ല. ദൈവം ഒന്ന് അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചതാ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ലോക ജനസംഖ്യയുടെ 1,00,001 മാത്രമുള്ള ഇസ്രയേല്യനാണ് 1,94,000 കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചത്. വായി ഒരൊറ്റ അനുഗ്രഹം. വാ അബ്രഹാമേ വാ, ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പോകാം. അബ്രഹാമിൻ്റെ പ്രത്യേകത, ഒരിക്കൽ തമ്പുരാൻ വിളിച്ചാൽ പുറകോട്ട് തിരിഞ്ഞു നോക്കത്തില്ല, ഇറങ്ങിയേക്കുക മുന്നോട്ട്. ഇന്ന് പകൽ ദൈവവിളിയുടെ മുമ്പിൽ ഇറങ്ങുന്നവർക്കായി സ്തോത്രം. ഒരു ദൈവിക വിളിയുടെ മുമ്പിൽ ഇറങ്ങുന്നവർക്കായി സ്തോത്രം. മടിച്ചു നിൽക്കാതെ ഇറങ്ങുന്നവർ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കും. മുന്നോട്ട് വരട്ടെ. സാത്താൻ ആകപ്പാടെ ഭയമായി തേണ്ട തമ്പുരാൻ ഒരുത്തനെ വിളിച്ചേർപ്പെടുത്തി. സാത്താൻ അബ്രഹാമിൻ്റെ പുറകെ കൂടി. അബ്രഹാമിനോട് കൂടുതലൊന്നും ചെയ്യാൻ ഒക്കാതെ വന്നതിനാൽ സാറയുടെ പുറകെ കൂടി അവളെ വന്ധിയാക്കി. കുഞ്ഞുങ്ങളിൽ നിന്ന് കാണട്ടെ. ഇസ്രയേലിലെ ഭക്തിയോടെ ജീവിച്ച സ്ത്രീകളിൽ എത്രയോ പേരെ ഇവൻ വന്ധ്യകളാക്കി മാറ്റി. മക്കളില്ല. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൻ്റെ 100ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനൊരു സന്തതിയെ കൊടുത്തു. ഒരു പക്ഷെങ്കിൽ എന്തുകൊണ്ടായിരിക്കും 100 വർഷം വരെ വെയിറ്റ് ചെയ്തെന്നൊരു ചോദ്യം വരാം. ഞാനിതിനൊരു മറുപടി അങ്ങും ഇങ്ങുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലെ ആലപ്പുഴ പട്ടണത്തിൽ വെച്ച് ഒരു കേഴ്സ് ബ്രേക്കിംഗ് നടത്തുമ്പോൾ പരസ്യമായി സ്റ്റേജിൽ വെച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നൊരാശയം ആവർത്തിക്കുക. അബ്രഹാമിൻ്റെ ജനനവും വളർച്ചയും എങ്ങനെയായിരുന്നു? തേരഹിൻ്റെ മകനായിരുന്ന അബ്രഹാം. തേരഹിൻ്റെ ജോലി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. മനസ്സിലായോ?
വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നത്. അത് ഇന്ന വിഗ്രഹമൊന്നുമില്ല, കുരിശ് രൂപമോ കാശ് രൂപമോ മുതൽ വലുതും ചെറുതുമായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു എൻ്റെ അപ്പൻ്റെ ജോലി. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ ശരീരം വളർന്നത് വിഗ്രഹങ്ങളെ വിറ്റ കാശുകൊണ്ടാണ്. മനസ്സിലായോ? ആ ശരീരത്തിൽ നിന്നൊരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ കൊടുക്കാൻ ദൈവത്തിന് പ്രൊവിഷനില്ല. വിഗ്രഹാരാധനയിൽ നിന്നും, വിഗ്രഹത്തെ നിർമ്മിച്ചതിൽ നിന്നും, വിഗ്രഹ മാലിന്യമെന്നാണ് പുതിയ നിയമം പറയുന്നത്. വിഗ്രഹ മാലിന്യങ്ങളെ തൊട്ട ഒന്നിൽ നിന്ന് ഒരു കുഞ്ഞിനെ കൊടുത്താൽ അതിനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്രൊവിഷനില്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ശരീരം നിർജീവമാകുന്നത് വരെ തമ്പുരാൻ കാത്തിരുന്നു. ഗോഡ്. സാറയോ ഇതിൻ്റെ ബാക്കിയല്ലേ വാങ്ങിച്ച് തിന്നുകൊണ്ടിരുന്നത്? ഈ വിഗ്രഹങ്ങളെ വിറ്റ് തിന്ന കാശുകൊണ്ട് വളർന്നു വന്ന ശരീരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സാറയുടെയും ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം വെളിയിൽ വരുന്നത് വരെ തമ്പുരാൻ കാത്തിരുന്നു. രണ്ടും ചത്ത് കഴിഞ്ഞപ്പോൾ, ആ പഴയ തടി തീർന്നു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ പുതുത് സൃഷ്ടിക്കുന്ന ദൈവമാണ്. വരുന്ന ആണ്ടിൽ ഈ നേരം സാറായിക്കൊരു മകൻ. ഓ ഗോഡ്. ഈസഹാക്ക് ജനിച്ചു വീണു. സാത്താൻ ആകപ്പാടെ ഭയപ്പെട്ടു. ദൈവമേ, സ്ത്രീയിൽ നിന്നൊന്ന് ജനിച്ചിരിക്കുന്നു, ഇനി എന്തു വേണം? ഈസഹാക്കിൻ്റെ ഭാര്യ വന്ധിയായി. ഞാനിവിടെ സാധാരണ തൊടാറുള്ള ഒരു കാര്യമാണ്. അബ്രഹാമിന് പറ്റിയത് തന്നെ ഇസഹാക്കിൻ്റെ ഭാര്യയും വന്ധിയായി. അബ്രഹാം സ്വന്തം ഭാര്യയെ സഹോദരി എന്ന് വിളിക്കേണ്ട ഗതികേടുണ്ടായി. ഇസഹാക്കും അത് തന്നെ വിളിച്ചു. അബ്രഹാമിൻ്റെ കൺമുൻപിൽ നിന്ന് സ്വന്തം ഭാര്യ അന്യപുരുഷൻ്റെ കൂടെ പോയി. ഇസഹാക്കിനും അത് തന്നെ സംഭവിച്ചു. ഞങ്ങളിതിനെ പാരമ്പര്യ ശാപമെന്ന് വിളിക്കും. അല്ലെങ്കിൽ തിരുവചനത്തിൽ ഇതിൻ്റെ രേഖ ഇവിടെ. ഇത് വേറെ എന്തുവാ ഇത്? ഞാൻ മുന്നോട്ട് വരട്ടെ. ഇസഹാക്കിനൊരു മകൻ ജനിച്ചു. ഇസഹാക്കിന് മക്കൾ ജനിക്കുമ്പോൾ സാത്താൻ ജനനത്തിന് മുന്നമേ അകത്ത് കയറി. സാക്ഷാൽ അനുഗ്രഹിക്കപ്പെടേണ്ടവൻ രണ്ടാമത് ജനിച്ചു. സാക്ഷാൽ അനുഗ്രഹിക്കപ്പെടാൻ പാടില്ലാത്തവൻ ആദ്യം ജനിച്ചു. അമ്മയുടെ ഉള്ളിൽ ഇവർ തമ്മിൽ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയാൽ തീരുകയില്ല കേട്ടോ. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് അവളുടെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ ഗർഭത്തിൽ തിക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗർഭത്തിൽ തിക്കി. മലയാള വേദപുസ്തകത്തിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ ഗർഭത്തിൽ തിക്കി എന്ന് എഴുതിയെങ്കിൽ എഴുതിയിരിക്കുന്ന എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾ തമ്മിൽ വയറ്റിൽ യുദ്ധം ആരംഭിച്ചു എന്നാണ്. ഇസഹാക്കിൻ്റെ ഭാര്യ, ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറയുക, ബൈബിളിലുള്ളതല്ല, എൻ്റെ അഭിപ്രായം. ഇസഹാക്കിൻ്റെ ഭാര്യ ഒരു വീട്ടിൽ കയറി അവിടുത്തെ അമ്മച്ചിയോട് ചോദിച്ചാണ്, അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? അക്കാലമല്ലേ 10-20 പിള്ളേർ സാധാരണ വീടുകളിലുണ്ട്. എനിക്ക് 15 പിള്ളേരുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞെന്നിരിക്കട്ടെ. അമ്മച്ചിക്ക് 15 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സമയത്തും വയറ്റിനകത്ത് യുദ്ധം ഉണ്ടാകാറുണ്ടായിരുന്നു. അയ്യോ കുഞ്ഞെ, നീ എന്നെ ഈ പറയുന്ന യുദ്ധമോ? അല്ലമ്മച്ചി, എൻ്റെ വയറ്റിൽ യുദ്ധം നടക്കുന്നു. അയ്യോ, ഇത് രണ്ട് ഭൂതമാ. ഇവിടെ അകത്തൊരു പേടി. ഭൂതമാണോ? വേദപുസ്തക ചരിത്രത്തിലെ ആദ്യത്തെ ഇരട്ടപ്പിള്ളേരെ എവിടെ കിട്ടിയെന്ന് ആർക്കെങ്കിലും അറിയാമോ? ബൈബിൾ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഇരട്ടപ്പിള്ളേർ എവിടെ ഉണ്ടായെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഏശാവും യാക്കോവുക. അതിനു മുമ്പ് ഇരട്ടപ്പിള്ളേരെ കണ്ടിട്ടില്ല ബൈബിളിൽ. അപ്പോൾ ഒരമ്മയുടെ മകത്ത് 2 പിള്ളേർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അനുഭവമുള്ളവർ ഇവരിൽ ഒരുത്തിയില്ല. ഇവരെല്ലാം ഓരോ കുഞ്ഞുങ്ങൾക്ക് ജനനം കൊടുത്ത പാർട്ടിയാണ്. ഇവരുടെ അടുക്കല ചെന്ന് ചോദിക്കുന്ന വയറ്റ് യുദ്ധം ഉണ്ടായിരുന്നില്ല. ഇവർക്കാർക്കും അനുഭവമില്ല. ഇവരാരും വാഗ്ദത്ത സന്തതികളല്ല. ഇവരാരും വാഗ്ദത്ത ശൃംഖലപ്പെട്ടവരല്ല. ദേ ആർ കോമൺ, ദേ ആർ ഓർഡിനറി. അവരുടെ അടുക്കലാണ് ഈ പെണ്ണ് എന്ന് ചോദിക്കുന്ന വയറ്റ് യുദ്ധം ഉണ്ടായിരുന്നോന്ന്. അമ്മ പിന്നെ ഇതല്ലാതെ എന്നാ പറഞ്ഞു കൊടുക്കുക? നിനക്ക് ഭൂതമായിരിക്കും. എനിക്ക് എവിടെ അടി യുദ്ധം? 15 പിള്ളേരുണ്ട്. അങ്ങേ വീട്ടിൽ കയറി ചെന്ന് അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? 16. അമ്മച്ചിയുടെ വയറ്റ് യുദ്ധമുണ്ട്. യുദ്ധോ? നീ എന്നടി ഈ പറയുന്നേ? നിനക്ക് വട്ട. ഇവൾ പോന്നിടത്തെല്ലാം വട്ട, പേയ, ഭൂതമാണെന്ന് മാത്രമേ കേൾക്കാനുള്ളൂ. അവസാനം ഇവൾ സ്വയം ഒരു വാക്ക് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിന് ജീവിക്കുന്നു? ചാകാൻ പോവാ. ഞാൻ ഉൽപ്പത്തി പുസ്തകം അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഇങ്ങനെയെങ്കിൽ ഞാൻ എന്തിന് ജീവിക്കുന്നു? ആത്മീയരെ, അനുഭവമില്ലാത്തവരോട് അനുഭവ സാക്ഷ്യം ചോദിക്കാൻ പോകരുത്. ദൈവത്തെ പരിചയമില്ലാത്തവരോട് ദൈവത്തെക്കുറിച്ച് ചോദിക്കാൻ പോകരുത്. ഈ പോൾ യോങ്കിച്ചാവ് ആദ്യമായി മദ്രാസിൽ വരുമ്പോൾ തമിഴ്നാട്ടിൽ കുറേ പാവപ്പെട്ട കർത്തൃദാസന്മാരുണ്ട്. അവർ ഒത്തിരി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോ, പക്ഷെങ്കിൽ വിദ്യാഭ്യാസം അല്പം കുറവാണ്. ഇവരെ ഒന്ന് റെഡിക്യൂൾ ചെയ്യാൻ ഇവരാണ് മുന്നേ നിൽക്കുന്നത്. വിദ്യാഭ്യാസം കുറവാണ്, പക്ഷേ അവർക്കാണ് കൂടുതൽ വിശ്വാസികളെ കിട്ടുന്നത്. കൂടുതൽ അംഗത്വം അവർക്കാണ്, അവരുടെ സഭകളിലാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പോയ കുറേ പഠിത്തമുള്ള അപ്പച്ചന്മാരുണ്ടായിരുന്നു. PhD ഒക്കെ ഒത്തിരി അവരുടെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ആത്മാക്കളെ കിട്ടത്തില്ല. ഒരു ഈച്ച പോലും അവർ പിടിച്ചിട്ടില്ല. ആ മീൻ പോട്ടെ. ഞങ്ങൾ സാധാരണ പറയാറുള്ളവരുടെ പലയിടത്തും മീൻ കച്ചവടത്തിന് പോയി ആത്മാക്കളെ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലാതെ മീൻ പിടിച്ച പരിപാടിയില്ല, മീൻ കച്ചവടമേ അവർക്കുള്ളൂ. അപ്പോൾ ഇവർ ഈ തമിഴ് പാസ്റ്റേഴ്സിനെ ഒന്ന് റെഡിക്യൂൾ ചെയ്യാൻ തീരുമാനിച്ചു.
അതിനുവേണ്ടി പോളിയോങ്കുച്ചവൻ്റെ അടുക്ക ചെന്നൊരു ചോദിച്ചു, സർ, നിങ്ങൾക്ക് 8.5 ലക്ഷം ആളുകൾ, 7000-ഓളം മിഷണറിമാർ എല്ലാം ഉള്ള വലിയ ഭയങ്കര ഓർഗനൈസേഷനല്ലേ? അതെ. ഒരു പാസ്റ്റർക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്തോ വേണം? നിങ്ങളുടെ ചർച്ചിൽ ഒരു പാസ്റ്റർക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഇപ്പോൾ പോളിയോഗിച്ച് പറഞ്ഞ് ഏറ്റവും കുറഞ്ഞത് 3 കൃപാവരങ്ങൾ എങ്കിലും ഓപ്പറേറ്റ് ചെയ്തിരിക്കണം. 3 കൃപാവരത്തിൽ താഴെയുള്ള ഒരാളിനെ ഞങ്ങൾ പാസ്റ്ററാക്കത്തില്ല. 3 കൃപാവരങ്ങളെങ്കിലും വേണം. അല്ല, അതല്ല ഞാൻ ചോദിച്ച ബൈബിൾ സ്കൂളിലെ ക്വാളിഫിക്കേഷൻ. ബൈബിൾ സ്കൂൾ, ഒരുത്തൻ ബൈബിൾ സ്കൂളിൽ പോയി എന്ന് എനിക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അവനെ ഞാൻ ചർച്ചിൻ്റെ കോമ്പൗണ്ടിൽ കയറ്റുകയില്ല. യോഗശാവിൻ്റെ വാചകമാണ്. ഒരുത്തൻ ബൈബിൾ സ്കൂളിൽ പോയി എന്ന് എനിക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അവനെ ഞാൻ ചർച്ചിൻ്റെ കോമ്പൗണ്ടിൽ കയറ്റിയല്ല. കാര്യം 40 പിള്ളേരുടെ കൂടി ഇരുന്ന് ഇവൻ്റെ മനസ്സ് 40 നായിപ്പോയി. അതിൻ്റെ മേളിൽ ഇവൻ വരികയില്ല. ചരിത്രത്തിൽ ഈസ് മിസ്ട്യൂൺഡ്. അനുഭവം ഇല്ലാത്തവരോട് അനുഭവ സാക്ഷ്യം ചോദിക്കാതെ ഈ പെണ്ണ് നാട് നീളെ നടന്ന് 2 മക്കൾക്ക് ഒരുമിച്ച് ജനനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത തള്ളമാരോടാ ചോദിക്കുന്നത് യുദ്ധം ഉണ്ടായോ എന്ന്. ഒടുവിൽ അവൾ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാം, എങ്കിൽ ഞാൻ എന്തിന് ജീവിക്കണം? ഇവളാകപ്പാടെ ചോദ്യവുമായി വന്നു. അന്ന് രാത്രിയിൽ യഹോവ ഇറങ്ങി അവളുടെ അടുക്കൽ, കുഞ്ഞെ, നീ ആത്മഹത്യ ചെയ്താൽ എൻ്റെ പ്രൊജക്റ്റ് പൊട്ടി, എനിക്ക് നിന്നെ വേണം, നീ ആത്മഹത്യ ചെയ്യരുത്, നീ പിന്മാറരുത്. നീ വിചാരിക്കുന്ന പോലെ നാട്ടുകാരി പെണ്ണുങ്ങളെ പോലെ അല്ല നീ. നിന്റെ ഉള്ളിൽ 2 കുഞ്ഞുങ്ങളാണ്, 2 ജാതികൾ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. നീ വാഗ്ദത്തത്തിന്റെ കണ്ണിയാ. ഒടുവിൽ 2 എണ്ണം ജനിച്ചു വീണു. ഏശാവ് ആദ്യം വന്നു. യാക്കോബ് എവിടെയാ പിടിച്ചിരുന്നത് ജനന സമയത്ത്? ഏശാവിൻ്റെ കുതികാലിൽ. അതെന്തിനാ? TD ജെയ്ക്സ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് ബിഷപ്പ് TD ജെയ്ക്സിൻ്റെ ചോദ്യമാണ്. അമ്മയുടെ ഉള്ളിൽ ഗർഭത്തിൽ കിടക്കുന്ന 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുന്നമേ മൂത്തതേതാ ഇളയതേതാ? അങ്ങനെയൊന്നും ഇല്ല, 2 ഒരുപോലെയാണ്. ആദ്യം ആരുടെ തലപുറത്ത് കാണുമോ അവനാ മൂത്തത്, അല്ലേ അവളാ മൂത്തത്. ആദ്യം ജനിക്കാൻ വേണ്ടിയാണ് ഇവന്മാർ തമ്മിൽ വയറ്റി കിടന്ന് യുദ്ധം. ഇതൊരു ആത്മീയ ലോകമാണ്. മറ്റവൻ ജനിക്കുമ്പോഴാ കാലെ പിടിച്ച് വലിച്ച നില്ലടാ ഞാൻ ആദ്യം പോട്ടെന്ന്. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള പരിപാടി. ആ യുദ്ധത്തിൽ കഷ്ടകാലത്തിന് യാക്കോബ് തോറ്റു. ജയിക്കേണ്ടവൻ തോറ്റു, തോക്കണ്ടവൻ ജയിച്ചു. അങ്ങനെ ആദ്യജാതനായി ഏശാവ് വന്നു. തമ്പുരാൻ അവനെ ഇഷ്ടമല്ല. യാക്കോബിലും പെശകുണ്ടായി. യാക്കോബിൻ്റെ സ്വഭാവം പിശാചു വഷളാക്കി. അതിനും അവനൊരു പാരമ്പര്യ ശക്തി ഉപയോഗിച്ചു. ഇവൻ്റെ അമ്മ വീട്ടുകാർ ശുദ്ധ ചതിയന്മാരാണ്. യാക്കോബിൻ്റെ അമ്മ വീട്ടിൻ്റെ പാരമ്പര്യ ശക്തിയാണ്. അമ്മ വീടിൻ്റെ പാരമ്പര്യമാണ്. ശുദ്ധ ചതിയന്മാരാ. ഈ ചതിയന്മാരുടെ ചതി സ്വഭാവം മുഴുവനും കൂടി ഈ കൊച്ചന് കൊണ്ട് കൂട്ടി. നോക്കിക്കോണം, പിശാച് ഓരോരുത്തരോട്. കാരണം ഇവൻ്റെ പിശാചിൻ്റെ തലവും അത് പോകാതിരിക്കുവാൻ ഒരു വിശുദ്ധ സ്ത്രീയിൽ നിന്നൊരു വിശുദ്ധ സന്തതി ജനിച്ചെങ്കിൽ ഇവൻ്റെ തല പോകും. അത് വരാതിരിക്കുവാൻ എവിടെല്ലാമോ കുരുക്കുണ്ടാക്കുന്നതെന്നറിയാമോ? അമ്മ വീടിൻ്റെ പാരമ്പര്യ ശക്തി. ഞാൻ അമ്മ വീടിൻ്റെ പാരമ്പര്യ ശക്തി തൊടാം. യാക്കോബ് ഒടുവിൽ അമ്മ വീട്ടിൽ ചെന്ന്, അമ്മാച്ചൻ്റെ വീട്ടിൽ ചെന്ന് കയറിയല്ലോ. ചെന്ന് കയറി അവിടുത്തെ ഇളയ പെൺകുഞ്ഞിനെ ഇങ്ങർക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കതറിയാം. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് അധികം വിശദീകരിക്കുന്നില്ല. അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കാര്യം എല്ലാമൊക്കെ പറഞ്ഞു തു. ശരി, അങ്ങനെ ആട്ടെന്ന് വെച്ചു. പക്ഷേ അന്ന് രാത്രിയിൽ കിട്ടിയത് മൂത്തതിനെയാണ്. എനിക്ക് തോന്നി അവിടെ 2 മിനിറ്റ് നിൽക്കുന്നത് കൊള്ളാം. നമ്മുടെ പ്രായോഗിക ജീവിതം സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ അവിടെ വരാം. കിട്ടിയത് മൂത്തത് പെണ്ണിനെയാണ്. എനിക്ക് തോന്നുന്ന മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ ലയ നിർബന്ധത്താൽ, അപ്പൻ്റെ നിർബന്ധത്താൽ യാക്കോബിൻ്റെ കട്ടിൽ കിടക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അവൾ ഒരു വാക്ക് പറയത്തില്ലയോ, ഞാൻ ലയാണ്? ഇവന് മനസ്സിലായില്ല. ഒരു വാക്ക് പറയേണ്ടതാ. അവൾ മഹാചതിയൻ സ്വഭാവമായിരുന്നു. അവൾ പറഞ്ഞില്ല. പോട്ടപ്പാ, ഇളയ കൊച്ച അതിൻ്റെ പുറകെ ഇല്ലയോ യാക്കോബ് ഇത്രയും നാൾ നടന്നത്. അവളന്ന് പകലൊരു വാക്ക് പറയേണ്ടതല്ലേ? സൂക്ഷിച്ചോണേ, മിക്കവാറും ഞാൻ വരികയില്ലെന്ന്. മിണ്ടിയില്ല അവൾ. അവക്കറിയാം ഇവൻ പിന്നെ ഇവിടെ തന്നെ കിടക്കും, എന്നെ കല്യാണം കഴിച്ചോളൂ. ചതിക്കാൻ തീരുമാനിച്ചു. അളിയന്മാരെന്ന് പറയുന്നതിൽ ഒരെണ്ണം ആണാണെങ്കിൽ പറയത്തില്ലയോ, അളിയ സൂക്ഷിച്ചോണേ, വൈകിട്ട് അപ്പന് വേറെ പരിപാടിയുണ്ട്. മിണ്ടിയില്ല അവന്മാർ. തള്ളയൊന്ന് പറയേണ്ടതല്ലായിരുന്നു, അമ്മായി. എല്ലാം കൂടെ കുടുംബം ചതിയുടെ കൂടാ. ആ വീട്ടിലെ തള്ളയുടെ മോനായത് യവൻ അകത്തോട്ട് പാരമ്പര്യ സ്വഭാവങ്ങൾ അങ്ങ് കയറി. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ മറുവശം കൂടെ ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ. എന്തുകൊണ്ടായിരിക്കും യാക്കോബിന് വൈകിട്ട് തിരിച്ചറിയാൻ വയ്യാതെ പോയത്? അക്കാലത്തെ പതിവനുസരിച്ച്, നാട്ടു നടപ്പനുസരിച്ച് വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ തങ്ങളുടെ സ്നേഹിതന്മാരുമായി ആ പകൽ മൊത്തം കുടിച്ചു നടക്കും. അങ്ങ് എൻജോയ് ചെയ്യും. പകൽ സ്നേഹിതന്മാരുമായി ആ ദിവസം അങ്ങ് എൻജോയ് ചെയ്യും. വൈകിട്ട് വലിയ ബോധമൊന്നും കാണത്തില്ല. ആ സാഹചര്യത്തിൽ ഒരു മുറിക്കകത്തവനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യയാകേണ്ട പെൺകുട്ടിയെ പിതാവ് കൊണ്ട് മുറിക്കകത്ത് കൊടുക്കുക. ഇതാണ് അന്നത്തെ വിവാഹ സമ്പ്രദായം.
ഇവന് നാട്ടുകാർ കുടിക്കുന്ന പോലെ കുടിച്ചു, ലക്കില്ലാതെ കുടിച്ചു. ആളാരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. പിറ്റേ ദിവസം എഴുന്നേറ്റ് എന്നെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മായിയപ്പൻ പറഞ്ഞത്, നാട്ടുനടപ്പനുസരിച്ച് കുടിച്ചു നടന്ന മോനെ കേട്ടോടാ, മൂത്തതിനെ കെട്ടിക്കുകയാണ് ഞങ്ങളുടെ നാട്ടുനടപ്പ്. നീ നാട്ടുകാരെ പോലെ നടന്നെങ്കിൽ നിന്നോടും നാട്ടുകാരെ പോലെ ഇടപെടും. അതിനകത്ത് ആരോടും കോപിക്കാനും ഒന്നുമില്ല. നമ്മളും ദൈവമക്കളായി നടന്ന ദൈവം നമ്മളെ അതുപോലെ കാണും. നമ്മളും നാട്ടുകാരെ പോലെ നടന്ന തമ്പുരാൻ നമ്മളെ നാട്ടുകാരെ പോലെ കണക്കാക്കും, മറക്കരുത്. ഓൾറൈറ്റ്, ഇവൻ നാട്ടുകാരെ പോലെ നടന്നു, നാട്ടുകാരനെ പോലെ പറ്റിച്ചു. പക്ഷേ കുടുംബത്തിൻ്റെ സ്വഭാവം വെളിവാക്കി, യാക്കോബിൻ്റെ സ്വഭാവം മോശമാക്കി. യാക്കോബിൻ്റെ സ്വഭാവം മോശമായി നിൽക്കുമ്പോഴാണ് പിശാച് ദൈവത്തോട് ചോദിക്കുന്നത്, എന്തിയെ എൻ്റെ തല തകർക്കുന്ന പുള്ളി, ഇത് തലമുറ എത്രയായി, വർഷം എത്രയായി തല തകർക്കുന്നവൻ വന്നില്ലല്ലോ, തെണ്ട ഇവനെ കൊണ്ടാണോ എൻ്റെ തല തകർക്കാൻ പോകുന്നത്? ഇവൻ്റെ സ്വഭാവം മഹാമോശമാണ്. ഇതിനകത്തിരിക്കുന്ന പലരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. കാര്യം സ്വഭാവം മഹാമോശമാണ്. നമുക്കറിയാം, വേറെ ആർക്കും അറിയത്തില്ലെങ്കിലും. തമ്പുരാൻ ഒരു ദിവസം യാബോക്ക് കടവിൻ്റെ തീരത്തിട്ട് ഇവനെ പിടിച്ചവൻ്റെ നടു കുത്തി തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതങ്ങോട്ട് മനസ്സിലാകത്തില്ല ഇതിൻ്റെ ഗൗരവം. യാക്കോബിന് പറ്റിയത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ദ ബോൾ കെയിം ഔട്ട് ഓഫ് ദ സോക്കറ്റ്. നമ്മുടെ ഈ നടുവിന് ഒരു ബോളും അതിനൊരു സോക്കറ്റും ഉണ്ട്. ഈ സോക്കറ്റിനകത്തുനിന്ന് ഈ ബോൾ വെളിയിൽ വന്നെന്ന് കംപ്ലീറ്റ്ലി ഡിസ്ലൊക്കേറ്റ് ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ വന്നാൽ സാധാരണക്കാരന് എഴുന്നേക്കാൻ ഒക്കത്തില്ല. യാക്കോബ് പറഞ്ഞു, ഈ സാഹചര്യത്തിൽ എത്തിയാലും എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വീഴുകയില്ല. ചിലർ പറയാറുണ്ട്, വീട്ടിൽ ചെന്നപ്പോൾ ആരും ചിരിച്ചില്ല, നാട്ടിൽ ചെന്നപ്പോൾ അവർ മിണ്ടിയില്ല, പ്രതികൂലം സഹിക്കാൻ വേണ്ടി ഞാനിഞ്ഞ് മാറിയതാ. മോനെ, യാക്കോബിൻ്റെ പ്രതികൂലം ഇവിടെ ഒന്നും അല്ല. ഈ ബോൾ ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ സോക്കറ്റ്. അവൻ പറഞ്ഞ സംഗതിയൊക്കെ വേറെ, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല. ഞാനാണെ ബോധം കെട്ട് വീണേനെ. അവൻ പറഞ്ഞു, എനിക്ക് പിടിച്ചു നിൽക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്, ഞാൻ പിടിച്ചു നിൽക്കുകയാണ്, എന്നെ അനുഗ്രഹിക്കാതെ വിടത്തില്ല. ഒടുവിൽ ദൈവദൂതൻ ഇവനോട് ചോദിച്ചു, മോനെ പറയടാ, നിൻ്റെ പേരെന്തവാ? നിന്നെ അനുഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ഈ പേരാ, പറ നിൻ്റെ പേരെന്തവാ? അവൻ പറഞ്ഞു, എൻ്റെ പേര് കള്ളൻ എന്നർത്ഥം വരുന്ന യാക്കോബ് എന്ന. അടുത്ത പദം ദൂതൻ പറഞ്ഞത്, thou shall no more be called as Jacob. മേലാൽ നിന്നെ യാക്കോബ് എന്ന് വിളിച്ചേക്കരുത്, ഞാൻ നിന്റെ പേര് മാറ്റുകയാണ്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും. സാത്താനെ നടുങ്ങാൻ തുടങ്ങി, സാത്താനെ വിറയ്ക്കാൻ തുടങ്ങി. ഇവൻ ഇസ്രായേലായി മാറി. എൻ്റെ കയ്യിൽ നിന്ന് ഇവൻ പോയി, ഇവൻ എൻ്റെ തല തകർക്കുമോ? ആ ഭാഗം തൊട്ടാൽ പോക്ക. പക്ഷേ ഈ ഗ്രഹപ്പഴ പിടിച്ചവൻ ഇസ്രായേലായി ജീവിക്കാൻ ഒത്തില്ലെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിലെ തുടർന്ന അധ്യായങ്ങളൊന്ന് വായിക്കണം. യാക്കോബ് ഇരുന്നു, ഇസ്രായേൽ എഴുന്നേറ്റു. യാക്കോബ് കൈവച്ചു, ഇസ്രായേൽ അനുഗ്രഹിച്ചു. ഒരു യാക്കോബ് ഇസ്രായേൽ, ഇസ്രായേൽ യാക്കോബ്, യാക്കോബ് ഇസ്രായേൽ. ഇവനെ കൊള്ളുകയില്ല എന്ന് സ്വർഗം ഉറപ്പുവരുത്തി. പിശാച ഇവനെ കൊണ്ട് വെച്ച് ദൂതന്റെ വാചകം, thou shall no more be called as Jacob. കഴിഞ്ഞു, ഇനി മേലാൽ നിന്നെ ജയിക്കബ് എന്ന് വിളിച്ചേക്കരുത്. നീ സെപ്പറേറ്റഡ് ആണ്, നീ വേർപെട്ടവനാണ്, നീ ആൾ വേറെയാ. സാത്താൻ പറഞ്ഞു, നോ, ഞാൻ ഇവനെ കൊണ്ട് പഴയ പേര് പറയിപ്പിക്കും. പഴയ പേര് ഇവനെ കൊണ്ട് പറയിപ്പിച്ചു. ദൈവത്തിന് ഇവനെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ ഒത്തില്ല. ഞാൻ ആംഗിളിലോട്ട് ഇത് പോകത്തില്ല, പോയാൽ അടുത്തൊരു 2 മണിക്കൂർ അതിനങ്ങ് മാറും. ബൈബിളല്ലേ, ഇത് ഒത്തിരി വിശദമാണ്. യാക്കോബിന് ഒരു മോള് ജനിച്ചു, ദീന. സാത്താന്യ മണ്ഡലത്തിന് ഭയമായി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന പഴയ വാഗ്ദത്തം. യാക്കോബിൽ നിന്നാണെന്നുള്ളത് അറിഞ്ഞു. അവനൊരു മോളുണ്ട്, ആ പെണ്ണിൻ്റെ പുറകെ കൂടി. പിശാച് അവളോട് പറഞ്ഞു, എടി കുഞ്ഞെ, നിനക്കറിയാമോ, ചെറുപ്പക്കാരെല്ലാം നാട് കാണാൻ പോകുന്ന പതിവുണ്ട്, കറങ്ങാൻ പോകുന്ന പതിവുണ്ട്, നീ കറങ്ങാൻ ഇറങ്ങ്. ആ പോയ പോക്കിൽ അവളെ നശിപ്പിച്ചു. അവളുടെ ജീവിത ബലഹീനത കൊണ്ട് പെണ്ണെ തീർത്തു. ചോദിച്ചു, എവളിൽ നിന്നാണോ എൻ്റെ തല തകർക്കുന്ന വിശുദ്ധ പ്രജ? ഇല്ല, കഴിഞ്ഞു. അടുത്തൊരു ദൂതെഴുന്നേറ്റു. യാക്കോബിൽ നിന്ന് ചെങ്കോലി, ഇസ്രായേലിൽ നിന്ന് ചെങ്കോലി, യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കും, യഹൂദയിൽ നിന്ന് ചെങ്കോൽ ഉയരും. സാത്താൻ യഹൂദയുടെ പുറകെ കൂടി. മറ്റ് ഗോത്രപിതാക്കന്മാരിൽ ഒരുത്തന് ചിന്തിക്കാൻ കഴിയാത്ത, ഞാനാണെങ്കിൽ ഒത്തിരി ലൂസായിട്ട് വയസ്സായ ശേഷം സംസാരിച്ച് തുടങ്ങിയത്, എനിക്കിവിടെ ഉച്ചരിക്കാൻ വയ്യാത്ത അത്ര വൃത്തികെട്ട പാപത്തിൽ യഹൂദയെ കൊണ്ടിട്ടു. ചോദിച്ചു, ഇവനിൽ നിന്നാണോ എൻ്റെ തല തകർക്കുന്ന വിശുദ്ധ പ്രജ? മറക്കരുത്, അശുദ്ധനിൽ നിന്ന് വിശുദ്ധ പ്രജയ്ക്ക് എഴുന്നേക്കാൻ ഒക്കത്തില്ല. അശുദ്ധനെ ദൈവത്തിന് നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. ആത്മയുദ്ധം തുടരുകയാ. ശകലം കഴിഞ്ഞു, ദാവീദിൻ്റെ സന്തതിയായി പിറക്കും. ദാവീദിൻ്റെ പുറകെ കൂടി ദാവീദിനെ കൊണ്ട് നീച പാപത്തിലിട്ടു. ഈ അല്പം പാപം ചെയ്താലും തകരാറില്ല, ദൈവം ക്ഷമിക്കുമെന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേർ ഈ ബൈബിളിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ബൈബിൾ പരിചയമുള്ളവരോട് ഞാൻ പറയട്ടെ, ദാവീദ് അതോടെ പൊളിഞ്ഞു. ദാവീദിനെ ശിക്ഷിച്ചോ ഇല്ലയോ? ഞാൻ ഒന്ന് തൊടാൻ പോകാ. ദാവീദിനോട് ക്ഷമിച്ചോ ഇല്ലയോ? നിങ്ങൾ പറ. ദാവീദ് ഒരു ദിവസം ബേർശേബയുടെ അടുക്കൽ ചെല്ലുകയും അവളുടെ ഭർത്താവിനെ വാളുകൊണ്ട് കൊല്ലിക്കുകയും ചെയ്തു.
ആരും അറിഞ്ഞില്ല എന്ന് കണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ അടുത്തി എന്ന് പറയുന്നത്. ആ പാപം ചെയ്തവൻ നീയാ. അതുകൊണ്ട് അടുത്ത പദങ്ങൾ ഓർമ്മയുണ്ടോ? നീ ഇത് രഹസ്യത്തിൽ ചെയ്തു. ഞാനിത് ക്ഷമിച്ചു കളയുമെന്നല്ല പറഞ്ഞത്, ഞാനിതിന് പരസ്യത്തിൽ പ്രതികാരം ചെയ്യും. നീ ഇതാരും കാണാതെ ചെയ്തു, ഞാനിത് സൂര്യൻ്റെ വെളിച്ചത്തിൽ സകല ജനവും കാണുക പ്രതികാരം ചെയ്യും. ഞാൻ ക്ഷമിക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ പ്രതികാരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ദാവീദിൻ്റെ കുടുംബം എത്ര ഇരട്ടിയാ? 4 ഇരട്ടി ഞാൻ പ്രതികാരം ചെയ്യും. ആട്ടെ, ദൈവം ചെയ്തത് എന്തൊക്കെയാണെന്ന് കേട്ടു. ദാവീദ് ഈ പാപത്തിൽ അകപ്പെടുമ്പോൾ ഇസ്രയേൽ രബ എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു പട്ടണത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പഴയ നിയമചരിത്രത്തിലാണ് നിൽക്കുന്നത്. ദാവീദ് ഈ പാപം ചെയ്യുമ്പോൾ ഇസ്രയേൽ രബ എന്ന ഒരു കൊച്ചു പട്ടണത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ രാജാവിൻ്റെ ആവശ്യമില്ല. അധികം പടഞ്ജനം പോകണ്ട, അത് തീരെ ചെറിയ പട്ടണമാണ്. അതുകൊണ്ടാണ് ദാവീദ് പോകാതെ യോവാബിനെ യുദ്ധത്തിന് അയച്ചേച്ച് ഇവൻ മാളികയുടെ മേളിൽ ഉലാവി വേണ്ടാത്തത് കണ്ട് പാപത്തിൽ വീണത്. രബയോടുള്ള യുദ്ധം 2-3 ദിവസം കൊണ്ട് തീരേണ്ടതാ. പക്ഷെ തീർന്നത് എത്ര നാൾ കഴിഞ്ഞാന്നറിയാമോ? ഈ കുഞ്ഞ് ജനിച്ച് 9 മാസം കഴിഞ്ഞ് കുഞ്ഞ് ചത്ത് കഴിഞ്ഞ ശേഷമാണ് യുദ്ധത്തിൽ ജയിക്കുന്നത്. നീണ്ട 9 മാസം ഇസ്രയേലിലെ പാവപ്പെട്ടവൻ്റെ രക്തം ഒഴുകുവാൻ കാര്യം ദാവീദേ നിന്റെ പാപമാ. നേതാവിൻ്റെ പാപം കൊണ്ട് ജനം ശാപത്തിലാകുമെന്ന് മറക്കരുത്. ആത്മീക നേതൃത്വങ്ങളും കുടുംബ നേതൃത്വങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ശാപം വരുത്തി വെച്ചാൽ അനന്തര തലമുറകളാണ് അതിന് വില കൊടുക്കുന്നത്. ദാവീദിൻ്റെ പാപം നിമിത്തം നീണ്ട 9 മാസങ്ങളോളം ഇസ്രയേൽ അരിഞ്ഞു വീഴ്ത്തപ്പെടുകയാ രബ്ബ എന്ന കൊച്ചു പട്ടണത്തിൻ്റെ മുമ്പിൽ. ഈ കൊച്ചു ജനിച്ചു. ആ കൊച്ചു ചത്തു കഴിഞ്ഞപ്പോൾ യോവാബ് ചേച്ചി പറഞ്ഞു, തേണ്ട സംഗതികളാകെ അങ്ങ് മാറി. ഇനി ഞാൻ യുദ്ധത്തിൽ ജയിച്ചു വന്ന് എനിക്ക് കീർത്തി വരാതിരിക്കാൻ നീ വന്ന് പിടിച്ചു. അങ്ങനെ ദാവീദ് പോയി രബ്ബ പിടിച്ചു. സമയം മുന്നോട്ട് മാറി. ദാവീദിൻ്റെ മക്കൾ ഒരെണ്ണം അവിടെ തന്നെ തീർന്നു. അടുത്തൊരു 3 എണ്ണത്തെ കൂടെ കൊന്നു തീർത്തു. 4 ഇരട്ടി പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. തൻ്റെ 4 മക്കൾ മരിച്ചു. മരിക്കുന്നതിന് മുന്നമേ നശിച്ച ഒരു മോനിവനുണ്ടായി. എന്ത് വരുന്നു? അബ്ശാലോം സ്വന്തം അപ്പൻ്റെ ഭാര്യമാരെ കർത്താവ് എന്തോ പറഞ്ഞ, നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനിതിന് പരസ്യത്തിൽ പ്രതികാരം ചെയ്യും. നീ ഇതാരും കാണാതെ ചെയ്തു, ഞാൻ ജനം കാണുക സൂര്യൻ്റെ വെളിച്ചത്തിൽ ചെയ്യും. അബ്ശാലോം ദാവീദിനോട് പിണങ്ങിപ്പോകുമ്പോൾ ഒരു വെൺമാടം അടിച്ചു. വെൺമാടം എന്ന് പറഞ്ഞാൽ എന്തുവാ? സൈഡ് വോൾ ഇല്ലാത്ത, സൂര്യൻ നേരിട്ടടിക്കാത്ത, മുകൾ വശം മാത്രമുള്ള, സൈഡ് വോൾ ഇല്ലാത്ത ഒരു കൂടാരമടിച്ചു. മുഴു ഇസ്രയേൽ കാണുക സൂര്യൻ്റെ വെളിച്ചത്തിൽ ദാവീദിൻ്റെ ഭാര്യമാരെ പരസ്യമായി അപമാനിച്ചു. ദാവീദിനോട് ക്ഷമിച്ചെന്ന് ആരാണ്ടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനിതിന് പരസ്യത്തിൽ പകരം ചെയ്യും. നീ ഇതാരും അറിയാതെ ചെയ്തു, ഞാൻ സൂര്യൻ്റെ വെളിച്ചത്തിൽ ജനം കാണുക ചെയ്യും. ഇതും കഴിഞ്ഞേച്ച് ദാവീദ് പാട്ടും കൊട്ടും ചാട്ടും ഒക്കെ അങ്ങായി. ഭയങ്കര അഭിഷേകം, ബഹളമായി. ഈ ബഹളത്തിനിടയ്ക്കാണ് അവൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്ക് ആലയം പണിയാൻ പോകാം. പ്രവാചകൻ പറഞ്ഞു, പോയി പണിതാട്ട് ദാവീദേ, നീ പണിതാൽ പിന്നെ അതിനേക്കാൾ വലിയ പണിയാരാ. അന്ന് രാത്രിയിൽ യഹോവ പ്രവാചകന് വെളിപ്പെട്ടേച്ച് പറഞ്ഞു, യവനെപ്പോലുള്ളവൻ പണിത ആലയത്തിൽ പാർക്കുവാൻ എന്നെപ്പോലൊരു ദൈവത്തെ കിട്ടത്തില്ല. തള്ളവനെ പുറത്ത് അവൻ്റെ കൈ കൊണ്ട് പണിതതിനകത്ത് ഞാൻ പാർക്കത്തില്ല. പാപം ശിക്ഷിക്കപ്പെടും, മറക്കരുത്. പാപം ശിക്ഷിക്കപ്പെടും, മറക്കരുത്. ദാവീദിനെ കൊണ്ട് പാപത്തിലിട്ടു. ദാവീദിനെ കുറിച്ച് പ്രവചനമുണ്ടായി, ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുമെന്ന്. ദാവീദിനെ കൊണ്ട് പാപത്തിലിട്ടു. 2, ദാവീദിനൊരു മോള് ജനിച്ചു. സാത്താൻ്റെ നോട്ടം അവിടെ മേലായി. ഈ പെണ്ണിൽ നിന്നാണോ ഒരു കുഞ്ഞ് ജനിച്ച് എൻ്റെ തല തകർക്കുന്നത്? മനസ്സ വാച കർമ്മണ അറിയാത്ത കുറ്റത്തിൽ അവളെ കൊണ്ടിട്ടു. അവളെ ട്രാപ്പ് ചെയ്ത് നശിപ്പിച്ചു. എന്നിട്ടൊരു ചോദ്യം, ഇവളിൽ നിന്നാണോ എൻ്റെ തല തകർക്കുന്നവൻ? ആളില്ല. ഇനി ഞാൻ യഹൂദ ജാതിയിലേക്ക് കയറാൻ പോവാ. യഹൂദ ജാതി, അബ്രഹാമിൻ്റെ സന്തതികളായി ജനിച്ച യഹൂദന്മാരിൽ നിന്ന് ലേവ്യർ എന്ന് പറയുന്ന ഒരു വർഗത്തെ ദൈവം വേർതിരിച്ചു. ലേവ്യരോട് പറഞ്ഞു, നിങ്ങൾ സദാസമയം ദൈവത്തിൻ്റെ സേവയിലാകണം. നിങ്ങൾ ദേവാലയത്തിൽ കടക്കുന്ന കാലത്ത് ഒരിക്കലും വീഞ്ഞും മദ്യവും കുടിക്കരുത്. താടി പിച്ച് പറിക്കരുത്, വസ്ത്രം കീറരുത്, മുടി പിച്ച് പറിക്കരുത്, വീഞ്ഞു കുടിക്കരുത്, മദ്യം കുടിക്കരുത്. കാര്യം നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാ. നിങ്ങൾക്ക് സാധാരണക്കാരെ പോലെ ആകാനൊക്കത്തില്ല, ബാക്കി 11 ഗോത്രങ്ങളെ പോലെ ആകാനൊക്കത്തില്ല. പക്ഷേ ഒരു ക്ലോസ് ഇതിനകത്തുണ്ട്. ദേവാലയത്തിൽ പ്രവേശിക്കുന്ന കാലത്ത് ആ ലൂപ്പോളിലൂടെ പിശാചി കയറി.
ഓരോ വാഗ്ദത്തങ്ങളുടെ പ്രമാണങ്ങളുടെ ലൂപ്പ് ഹോൾ പിശാച് ഉപയോഗിക്കും, മറക്കരുത്. അതിനകത്തോടെ കയറി ഇസ്രയേലിലെ ലേവ്യരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. എല്ലായിടത്തും 2 പിള്ളേരുണ്ടാകുമ്പോൾ ലേവിക്ക് 5-6 പിള്ളേരായി. കുറച്ച് നാൾ കഴിഞ്ഞു, ലേവ്യരുടെ എണ്ണം ആവശ്യത്തിലധികമായി. ഇസ്രായേലെല്ലാം കൂടെ ചേർന്നിച്ച് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, 2 ഷിഫ്റ്റായിട്ട് ഇനി ലേവ്യരെ വെക്കാം. ഈ 2 പാസ്റ്റർമാർ ഒരുമിച്ച് വന്നാൽ ശരിയാകില്ല, അറിയാമോ? അത് ഞങ്ങളുടെ ഏരിയയായ, അതുകൊണ്ട് 2 ഷിഫ്റ്റാക്കാം. അങ്ങനെ 2 ഷിഫ്റ്റാക്കി. ലേവ്യർ പിന്നെയും വർദ്ധിച്ചു. 4 ഷിഫ്റ്റായി, 8 ലിഫ്റ്റായി, 16 ഷിഫ്റ്റായി. 4 ചോദിക്കുക, എന്നാ സുഖമല്ലേ നമുക്കൊക്കെ അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടി കിട്ടിയെങ്കിൽ. ഒടുവിൽ യേശുവിൻ്റെ ജനനകാലമാകുമ്പോൾ 24 കൂറുകളായി. 24 ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാണ്ടി 15 ദിവസത്തെ ഡ്യൂട്ടിയേ ഉള്ളൂ. അങ്ങനെ കാണാൻ വന്നിരുന്ന എനിക്ക് എന്നെ ഭാഗ്യമായിരുന്നേ അല്ലേ? പലർക്കും ഒരു വർഷത്തിൽ 15 ദിവസത്തെ ജോലിയേ ഉള്ളൂ. 24 കൂറുകളായി. 24 കൂറുകളിൽ ഒരു കൂറിന് മാത്രമേ ശുശ്രൂഷയ്ക്ക് കയറാനൊക്കത്തുള്ളൂ. ബാക്കി 23 കൂറുകളിൽ ദേവാലയത്തിൽ വരണ്ട. ദേവാലയത്തിൽ വരാത്തപ്പോൾ എവർക്കും വീഞ്ഞു കുടിക്കാം, മദ്യം കുടിക്കാം. ബൈബിൾ പറഞ്ഞ അങ്ങനെ പുരോഹിതന്മാർ വീഞ്ഞു കുടിച്ചു, മത്തുപിടിച്ച് ചാഞ്ചാടി. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അവനാകാമേ പിന്നെ എനിക്കെന്നടാ? എടാ, ടെലിവിഷൻ സ്റ്റാറിന് വൃത്തികെട്ട് നടക്കാമെങ്കിൽ പിന്നെ എനിക്കെന്നടാ? രോഗശാന്തി പ്രസംഗം വലുതായിട്ട് നടക്കുന്നവർ ഉപദേശ പശ കൊണ്ട് പിന്നെ എനിക്കെന്നടാ? പുരോഹിതന് വഴിതെറ്റി നടക്കാമെങ്കിൽ പ്രവാചകന് തകരാറെന്നടാ? അങ്ങനെ പുരോഹിതനും പ്രവാചകനും ഒരുപോലെ വീഞ്ഞു കുടിച്ചു, ചാഞ്ചാടി നടന്നു. ഒടുവിൽ പിശാചിന് ഒരു കാര്യം അറിയായിരുന്നു, 11.5 മാസം വീഞ്ഞു കുടിച്ച് നടന്നവന് പിന്നെ 15 ദിവസം കുടിക്കാതെ ഒക്കുകയില്ലെന്ന്. അത് പല ആത്മീയർക്കും അറിയാൻ വയ്യായിരുന്നു. കുടിച്ച പുരോഹിതൻ ദേവാലയത്തിനകത്ത് കയറി ശുശ്രൂഷിച്ചു. ബൈബിൾ പറയുന്നു, അവൻ വിശുദ്ധ മേശമേൽ ഛർദ്ദിച്ചു വെച്ചു. അങ്ങനെ മേശകൾ ഛർദ്ദിൽ കൊണ്ട് മലിനമായി. സാത്താൻ വിളിക്കുക, എന്തിയെ എൻ്റെ തല തകർക്കുന്നവൻ, ഈ പള്ളിയിൽ നിന്ന് എഴുന്നേക്കുമോ? ഈ വിശുദ്ധ മേശ മലിനമായി. ഈ കുടിച്ചു നടന്നവനാണോ ആലയത്തിൽ കയറിയത്? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കയറി തുടങ്ങി. ഈ തലമുറയിൽ എവിടെയുണ്ട് തല തകർക്കുന്നവൻ വരും? സാത്താൻ ഇത് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മറിയ എന്ന 15ഓളം വയസ്സ് പ്രായമുള്ള ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ അടുക്കൽ ഹെബ്രിയേൽ എന്ന ദൂതൻ പ്രത്യക്ഷമാകുന്നത്. ഗോഡ് പറഞ്ഞു, മറിയേ, ഇതുവരെയും സാത്താൻ നിന്നെക്കുറിച്ച് ഒരറിവില്ലാതിരിക്കുക. നീ ഒരു പാവം കുടുംബത്തിലെയാ. മറിയെക്കുറിച്ചൊരു ചരിത്രമുണ്ട്. മറിയ ഒരു തീരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു മോളായിരുന്നു പോലും. മറിയയുടെ ഹോബി ഏറ്റവും നല്ല ഫർണിച്ചർ കൊണ്ട് വീട് അലങ്കരിക്കുക. പക്ഷേ പാവപ്പെട്ട വീട്ടിൽ ഇവിടെ നല്ല ഫർണിച്ചർ. ഇവിടെ ഈ ഫർണിച്ചറിനോടുള്ള കൊതി കാരണമാണ് ആശാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ളിൽ അപ്പം തീരുമാനിച്ചത്. ദാറ്റ്സ് ഈസ് ദ ഹിസ്റ്ററി. ഞാൻ ചുമ്മാ തമാശ പറയുന്നല്ല, ഇറ്റ്സ് എ ഹിസ്റ്ററി. ഫർണിച്ചറിനോടുള്ള ഈ അമിത താല്പര്യം കൊണ്ട് ആശാരിക്കൊച്ചനുമായി കല്യാണം കഴിപ്പിക്കാൻ അപ്പം തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ ജീവിത സാഫല്യമായി ഭയങ്കര സന്തോഷത്തിൽ നടക്കുക. ഏത് പെൺകുഞ്ഞിനും ആൺപിള്ളേർക്കും ആഗ്രഹിച്ച ഒരു വിവാഹം നടക്കുമെങ്കിൽ അവർക്ക് സന്തോഷം അങ്ങനെ വേണം. ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ വരുന്നത്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കട്ടു മുമ്പ് വന്നു പറഞ്ഞു, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാ. ഇവിടെ പറഞ്ഞു, ഇതെന്തൊരു ഗതികേട്. ഒരു കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ എൻ്റെ മാത്രം കാര്യം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പം ജോസഫിനോട് എന്നാ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇന്നത്തെ നിയമത്തിൻ്റെ മുമ്പിൽ ജനം എന്നെ കല്ലെറിഞ്ഞേക്കാം, എൻ്റെ അപ്പനെയും അമ്മയും വലിച്ചിറക്കി പൊതുസ്ഥലത്ത് കൊണ്ട് തല്ലിക്കൊന്നെന്ന് വരാം. കാര്യം അവിവാഹിതയായി എനിക്കൊരു കുഞ്ഞുണ്ടായാൽ നിയമത്തിൻ്റെ ബാധ്യതകൾ ഭയങ്കരമാ. ഞാൻ എങ്ങനെ ചെറുത്തു നിൽക്കും? ഒരു വശത്ത് ചോദ്യമുണ്ട്, മറുവശത്ത് കർത്താവിനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ ഞാൻ ആരാ? ആ മാന്യതായ യുവതി ദൈവദൂതൻ്റെ മുമ്പിൽ പറഞ്ഞു, കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇത് പറഞ്ഞു തീരുകയും ദൂതൻ അവളോട് പറയാം, മറിയേ, നീ എഴുന്നേറ്റ് മലനാട്ടിലേക്ക് പോകണം. എന്തുകൊണ്ട്? ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി പിശാചിൻ്റെ തലയെ തകർക്കുന്ന വിശുദ്ധ സന്തതിയെ തടയുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന കോടാനുകോടി നക്ഷത്രമണ്ഡലങ്ങളിൽ പാർക്കുന്ന സകല ദൂതന്മാരും നിന്നെയാ നോക്കാൻ പോകുന്നത്.
മുഴുവൻ പൈശാചിക ശക്തിയുടെ കേന്ദ്രബിന്ദു നീയാ. നിന്നെ തന്നെ ഫോക്കസ് ചെയ്യും, അത് നിന്നെ ഒതുക്കിക്കളയും. അത് വരാതിരിക്കണമെങ്കിൽ നിനക്കൊരു വിശുദ്ധ കൂട്ടായ്മ വേണം. ഒരു കൂട്ടായ്മയില്ലാതെ നിനക്ക് ജീവിക്കാനൊക്കത്തില്ല. ഇതിനകത്തിരിക്കുന്നവർ കേട്ടോണം, കണ്ടവനുമായി കൂട്ടായ്മ കൂടാൻ സാധ്യമല്ല. നിനക്ക് കൂട്ടായ്മ കൂടണമെങ്കിൽ അതിന് യോഗ്യതയുള്ള ഒരു വ്യക്തി വേണം. അത് ഇന്ന് പ്രപഞ്ചത്തിൽ ഒരാളെ ഉള്ളൂ. ആണ്ടൊരു എലിസബത്ത് ഉണ്ട്. രണ്ടാമതൊരു വ്യക്തി നിനക്ക് കൂട്ടായ്മ തരുവാൻ കൊള്ളുന്നത് ഇന്നില്ല. നീ എഴുന്നേറ്റ് മലനാട്ടിലെ എലിസബത്തിന്റെ അടുക്കൽ പോ. കാര്യം മുഴുവൻ പൈശാചിക ലോകവും നിന്നെയാണ് ദൃഷ്ടി വെക്കുന്നത്. ഈ വിശുദ്ധ പ്രതിയുടെ ജനനത്തെ തടയുവാൻ ഏദൻ മുതൽ സമരം തുടങ്ങിയത്. അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുവാൻ ഇനിയും എലിസബത്തിന്റെ വീട്ടിലൊരു ചെറിയ വിഷമുണ്ട്. ബൈബിൾ ചുമ്മാ വായിച്ചു വിട്ട് അതിനകത്ത് നമുക്ക് ഒന്നും മനസ്സിലാകാനില്ല. അത്യാവശ്യം രക്ഷിക്കപ്പെടും, അതില്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ജീവിക്കണോ, കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണം, ചരിത്രത്തിലോട്ട് കയറാം. എലിസബത്ത് ഒരു പ്രശ്നത്തിൽ കിടക്കുക. എലിസബത്തിന് വിവാഹം കഴിഞ്ഞ കാലം മുതൽ ഒരു കുഞ്ഞിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇസ്രയേലിൻ്റെ സാധാരണ പതിവ് അനുസരിച്ച് പുരോഹിതന്മാർ 15 വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത്. മാന്യമായ വിവാഹങ്ങൾ ഏറെക്കുറെ 15-16 വയസ്സിനകം നടക്കും പെൺകുട്ടികൾക്ക് അക്കാലത്ത്. ഇപ്പം എലിസബത്തിന് 85 വയസ്സുണ്ട്. കഴിഞ്ഞ 70 വർഷമായി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് മേ ബി 70 ആണ്, 50 വർഷം പ്രാർത്ഥിച്ച് കാണും. അത് കഴിഞ്ഞ് പ്രായം കഴിഞ്ഞോടെ എഴുതി തള്ളി. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ല എന്നൊരു പ്രാർത്ഥനയായിരുന്നു ഒരു കുഞ്ഞ്. ഇസ്രയേലോ പുരോഹിതന്മാർ മുഴുവനും കുടിച്ചു വെറിച്ച് നടക്കുക. അവന്മാർ വളർത്തിയ ഒരു കുഞ്ഞിനെ അടുത്ത മഹാപുരോഹിതനാക്കി മാറ്റിയാൽ ഇസ്രയേൽ തെണ്ടി തീർന്നു. എന്നാൽ ആ എലിസബത്തും സക്കറിയ പുരോഹിതനുമുണ്ടല്ലോ, അവർ ദൈവകൃപ സൂക്ഷിക്കുന്ന ആകെ പൗരോഹിത്യമുള്ള എലിമെൻസാണ്. ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ അവർ വളർത്തിക്കൊണ്ട് വന്നാൽ അടുത്ത തലമുറയിലെങ്കിലും ഇസ്രയേലിനൊരു ഭക്തിയുള്ള പുരോഹിതനെ കിട്ടിയേക്കാം. അടുത്ത തലമുറയിലെങ്കിലും ഒരു ഭക്തിയുള്ള പുരോഹിതനെ ലഭിക്കേണ്ടതിന് എലിസബത്തിനും സക്കറിയാവിനും ഒരു കുഞ്ഞ് വേണമെന്ന് ഇസ്രയേൽ വർഷങ്ങളായി പ്രാർത്ഥിക്കുക. സകല പ്രാർത്ഥനയും അസ്തമിച്ചു. ഇവർക്ക് പ്രായം കഴിഞ്ഞു. മക്കളില്ലാതെ നടക്കുമ്പോൾ തൻ്റെ സക്കറിയ പുരോഹിതൻ ശുശ്രൂഷിക്കുവാൻ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഹെബ്രിയേൽ വെളിപ്പെട്ടേച്ച് പറഞ്ഞു, സക്കറിയാവേ, നിനക്കൊരു മകൻ ജനിക്കും. അദ്ദേഹം ഒന്ന് സംശയിച്ചു, ഞാൻ അവിടെ നിൽക്കുന്നില്ല. അതോടുകൂടെ ദൈവത്തിങ്കിൽ നിന്നൊരു ശിക്ഷ കിട്ടി, നീ ഊമനായി പാർത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഊമനായി അപ്പച്ചൻ വീട്ടിൽ വന്നു. ഭാര്യ ഗർഭിണിയായി. ദൈവം എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ ദീർഘകാല പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് എലിസബത്ത് നാട്ടുകാരോട് പറഞ്ഞു. ഇനിയത്തേത് ചരിത്രമാണ്, അത്രയും ബൈബിളിലുണ്ട്. അന്നത്തെ ഇസ്രയേലിൻ്റെ പതിവനുസരിച്ച് ഒരു സ്ത്രീ ഗർഭിണിയായി എന്ന് കേട്ടാൽ 3-ാമത്തെയോ 4-ാമത്തെയോ 10-ാമത്തെയോ കുഞ്ഞ്, അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്നത് ഇസ്രയേലിൻ്റെ കസ്റ്റമാണ്. ആദ്യത്തെ കുഞ്ഞിന് കാര്യമായൊരു ഗിഫ്റ്റ് കൊടുക്കും. എലിസബത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞ് ഇസ്രയേലിൻ്റെ മുഴുവനും പ്രാർത്ഥനയും ആശാ കേന്ദ്രവുമായിരുന്നു. ഈ വയസ്സുകാലത്തെങ്കിലും ദൈവം കരുണ ചെയ്ത് ഒരു കുഞ്ഞിനെ തന്നതിൻ്റെ സന്തോഷത്തിൽ ഇസ്രയേൽ മുഴുവനും ഓരോ ഗിഫ്റ്റുമായി എലിസബത്തിൻ്റെ അടുക്കൽ വന്നു. ഗിഫ്റ്റ് കൊടുത്തവളെ മാനിച്ചു. നമ്മുടെ നാടൻ ഭാഷയിൽ ബിരിയാണി കൊണ്ട് കൊടുത്ത് കാണാം, സായിപ്പിൻ്റെ ഭാഷയിൽ അന്നേ പൂച്ചണ്ട് കൊണ്ട് കൊടുത്ത് കാണാം, എന്നേലുമൊക്കെ കൊണ്ട് കൊടുത്തു. 1 മാസം കഴിഞ്ഞിട്ടും ഗർഭിണി സ്ത്രീകൾക്ക് കാണേണ്ട യാതൊരു ലക്ഷണവും എലിസബത്തിനില്ല. ഞാൻ വാക്യങ്ങൾ വായിക്കാതെ അങ്ങ് വിടുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, അവൾ ഗർഭിണിയെന്നറിഞ്ഞു, ദൈവം എൻ്റെ അപേക്ഷ കേട്ടുവെന്ന് പറഞ്ഞു. അടുത്ത വാക്കാരിൽ ഓർക്കുന്നുണ്ടോ? 5 മാസം ഒളിച്ചു പാർത്തു. അതെന്തിനാ ഒളിച്ചു പാർത്തെന്ന ക്വസ്റ്റ്യൻ. ഗർഭിണി സ്ത്രീകളിൽ കാണുന്ന ഒരു ലക്ഷണവും അമ്മച്ചിക്കില്ല. അമ്മച്ചി പണ്ടത്തേതുപോലെ ചാടി നടക്കുന്നു. മോർണിംഗ് സിക്നെസ് ഇല്ല, ഹൈ ടെമ്പറേച്ചർ ഇല്ല, തലവേദന ഇല്ല, യാതൊരു പ്രശ്നവും ഇല്ല. ഇവർ പറഞ്ഞു, എടി കള്ളി നമ്മളെ കളിപ്പിച്ചതാ, ഇവൾ ഗർഭിണിയല്ല, കിളവിയല്ലേ, നമ്മളെ കളിപ്പിച്ച് നമ്മുടെ സമ്മാനം വാങ്ങിച്ചതാ, ഇവളോട് ഇത് ചോദിച്ചേ ഉള്ളൂ. ആളുകൾ തിരിച്ചു വന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പച്ചൻ പൊട്ടനാ, അപ്പച്ചൻ മാറിയിരിക്കുകയുള്ളൂ, മിണ്ടാൻ വരത്തില്ല, പുള്ളി പൊട്ടനാ. അമ്മച്ചിയാണ് എല്ലാവരെയും ഫേസ് ചെയ്യേണ്ടത്. ജനത്തെ ഫേസ് ചെയ്യാൻ വയ്യാഞ്ഞൊരു സാഹചര്യത്തിൽ എലിസബത്ത് ഒളിച്ചു പാർക്കാൻ തീരുമാനിച്ചു. കഥ കടച്ചു. കുഞ്ഞിന് അനക്കമില്ല, വയറ് വളരുന്നില്ല, മോർണിംഗ് സിക്നെസ് ഇല്ല, കുഞ്ഞ് ജീവിക്കുന്നു എന്നതിൻ്റെ യാതൊരു തെളിവുമില്ല.
താൻ ഗർഭിണിയാണെന്ന് തീർത്തു പറയാൻ സാധ്യമല്ല. പ്രായവും 85 കഴിഞ്ഞു. പ്രായവും 85 കഴിഞ്ഞു. ആരെയും കൺവിൻസ് ചെയ്യാൻ മാർഗമില്ല. എങ്കിലും അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം മാറുന്നില്ല. വിശ്വാസം മാറാതെ പിടിച്ചിരിക്കുക. ജനത്തിൻ്റെ ചീത്തവിളി കേട്ട് തളർന്നു. അമ്മച്ചി കതകടച്ചു. ആരെയും കാണാതെ 5 മാസം ഒളിച്ചു പാർക്കുമ്പോൾ തൻ്റെ അപ്പുറത്ത് മറിയ ഒരു ദൈവശബ്ദം കേട്ടു. നിനക്കൊരു കൂട്ടായ്മ വേണം, നീ എഴുന്നേറ്റ് എലിസബത്തിൻ്റെ അടുക്ക പോകും. മറിയ എഴുന്നേറ്റ് എലിസബത്തിൻ്റെ അടുക്കുന്ന ഇവർ ചാർച്ചക്കാരാ. എലിസബത്തിന് 15 വയസ്സ് കാണും, അമ്മച്ചിക്ക് 85 വയസ്സുണ്ട്. തമ്മിൽ ഒരു 70 വയസ്സിൻ്റെ വ്യത്യാസം. 70 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ അവരുടെ കൊച്ചു കുഞ്ഞിനെ ഓമനിച്ചെടുക്കുന്ന പോലുള്ള അവരുടെ മനോഭാവം എന്തായിരിക്കും? അതാണ് ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം. ഇവൾ വന്ന് മുട്ടി, അമ്മച്ചി വരത്തില്ല, ആരാണ്ട് ചീത്ത വിളിക്കാൻ വന്നല്ലേ വിചാരിക്കുള്ളൂ. സാധാരണ എല്ലാവരും 5 മിനിറ്റ് മുട്ടിയേച്ച് അവിടെ നിന്ന് അറിയാവുന്ന ചീത്ത പറയാൻ അങ്ങ് പൊക്കോളും. ഇവൾ പോകുന്ന ലക്ഷണവുമില്ല. മുട്ടടാ മുട്ടോടെ മുട്ട്. അമ്മച്ചി അങ്ങ് ഫെഡപ്പായി. എന്നാ 2 തിരിച്ചു പറയാൻ തീരുമാനിച്ച് അമ്മച്ചി വന്ന് കതക് തുറക്കുകയും കാണുന്നത് 70 വയസ്സിന് താഴെയുള്ള കൊച്ചനിയത്തി തൻ്റെ മുന്നിൽ നിൽക്കുന്നു. തീർന്നില്ല, അനിയത്തിയെ കാണുകയും കഴിഞ്ഞ 6 മാസമായി അനക്കമില്ലാതെ അകത്ത് കിടന്ന കുഞ്ഞ് ഒരൊറ്റ ചാട്ടം ചാടുകയാണ്. ഗോഡ്, അനക്കമില്ലാതിരുന്ന എൻ്റെ വാഗ്ദത്തത്തിന് ജീവൻ കൊടുക്കുവാൻ തമ്പുരാൻ പറഞ്ഞയച്ചവളാ. ഇസ്രയേലിൽ ജീവൻ വീണു. 400 വർഷമായി ഇസ്രയേലിൽ നിന്നുപോയ പ്രവചനത്തിന്റെ ശബ്ദം തന്റെ എലിസബത്തിന്റെ വീട്ടിൽ ആരംഭിച്ചു. വലിയൊരു ആത്മീയ അന്തരീക്ഷം. ഗുഡ് ഗാഡ്. അടുത്ത ദിവസം ദൈവത്തിന്റെ ദൂതൻ ഇവിടെ ചെയ്യേണ്ടത് ചെയ്തു. അടുത്ത ദിവസം ദൈവത്തിന്റെ, ഞാൻ ഇവിടെ ഒരു കാര്യം പറയാറുണ്ട് കേട്ടോ. ഈ ദർശനം കൊല്ലുന്ന ഒരുപാട് പേരുണ്ട്. ഇതുവരെ വന്ന നാട്ടുകാർ മുഴുവൻ ഈ ചീത്ത പറയുമ്പോൾ ഇവർ ഈ ദർശനം കൊല്ലുകളാണ്. എനിക്ക് എത്ര എണ്ണത്തെ കണ്ടിട്ടുണ്ടെന്ന്, ഞാൻ എത്ര എണ്ണത്തെ കണ്ടിട്ടുണ്ടെന്ന്. എന്നേലും ഒരു ആത്മീയ കാര്യം ചെയ്യാമെങ്കിൽ അത് അങ്ങനെ അല്ലടാ, ഇങ്ങനെ അല്ലടാ, മറ്റേ അല്ലടാ. ഞാൻ പിന്നെ അവരോട് ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. വളരെ തുറന്ന് പറയാറുണ്ട്. ഞാൻ ചെവി കൊടുക്കാറില്ല, ഞാൻ മെനക്കെടാറില്ല. യു മൈൻഡ് യുവർ ബിസിനസ്, ഗെറ്റ് ലോസ്റ്റ്. സാധാരണ എന്നെ ഉപദേശത്തിൽ കറക്റ്റ് ചെയ്യാൻ പലരും വരാറുണ്ട്. ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷമായി എത്ര അക്രൈസ്തവരെ കർത്താവിങ്കിലേക്ക് നയിച്ചിട്ടുണ്ട്? മിക്കവരുടെ സീറോയാണ്. ആളുകളെ കർത്താവിങ്കിലേക്ക് നയിക്കുന്നവരാരും വഴക്കുണ്ടാക്കാൻ പോകാറില്ല, നിരൂപണ ലേഖനം എഴുതാറില്ല. ഇത് രണ്ടും 2 പാർട്ടിയാണ്. കഴിഞ്ഞ 5 വർഷമായി എത്ര ശുശ്രൂഷകന്മാരെ വാർത്തെടുത്തു? ഒന്നുമില്ല. മണ്ടത്തരത്തിന് വരാതെ വീട്ടിൽ പോകാൻ നോക്ക്. നിൻ്റെ ഉപദേശം കേട്ട് ഞാനും നിന്നെ പോലെ ആകാനാ? കുറേ വർഷങ്ങൾക്ക് മുമ്പേ കുവൈറ്റിൽ ഒരു ഉണർവ് നടന്നു. നിങ്ങളുടെ തൊട്ടടുത്തല്ലേ കുവൈറ്റ്? ഒരു ഉണർവ് നടന്നു. ആ ഉണർവിന് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞ ഉടനെ അവിടെ ഒരു കലാകാരൻ ഒരു പുസ്തകം എഴുതി വെച്ചു, ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതി വെച്ചു. എ സോ കോൾഡ് സെർവൻറ്റ് ഓഫ് ഗോഡ് ഒരു പുസ്തകം എഴുതി. ഞാനവിടെ പ്രസംഗിച്ചൊക്കെ തെറ്റാണെന്നും അതിൻ്റെ ഒരു ഖണ്ഡന പുസ്തകം എഴുതി. ഞാനങ്ങ് ബാംഗ്ലൂരിലെത്തി. ഇവിടെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. എമേവരീസ് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്, അങ്ങനെയല്ല, ഉപദേശം അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവപ്പാടെ ഭയങ്കര ബഹളമായി. അന്ന് ഞങ്ങൾക്കൊരു ഫാക്സ് മെഷീൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഫാക്സ് മെഷീനും ഇല്ല. ആ ഫാക്സ് മെഷീനകത്ത് ആരാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞത് ആ ഫാക്സ് ഒന്ന് ഓൺ ചെയ്ത് ഒരു പേപ്പർ അങ്ങോട്ട് അയക്കാനുണ്ട്. അതിൻ്റെ പേപ്പർ തീർന്ന് കിടക്കാണ്ട് ഞാനൊരു പുതിയ റോള് വാങ്ങിച്ച് ഫിറ്റ് ചെയ്തു. ഒരു പേജ് ഉപയോഗമുള്ള ഒന്നിനും എടുക്കാതെ ഈ പുസ്തകം തന്നെ വന്നുകൊണ്ടിരിക്കും. ഒരുത്തൻ്റെ അങ്ങോട്ട് നിൽക്കുമ്പോൾ അടുത്തവൻ്റെ തുടങ്ങും. ഇതാണ് നിങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്, ഇതിനൊരു മറുപടി വേണം. എത്ര പേരോടാണ് ഞാൻ മറുപടി പറയുക? അന്നാണ് ബ്രദർ PM തോമസ് എന്ന് പറയുന്ന ഒരാൾ, കൊല്ലം സ്വദേശി ബ്രദർ PM തോമസ് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, തിരിച്ചു കുവൈറ്റിൽ ഒന്നുകൂടെ വന്നേ പറ്റൂ, ഇതിനൊരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം ഞങ്ങളെല്ലാം കൺഫ്യൂഷനില്ല, ടോട്ടൽ കൺഫ്യൂഷൻ. ഈ പറയുന്ന പുള്ളി ഇവിടെ ഭയങ്കരനാണ്, ദൈവം അങ്ങനെയാണെന്നാ അല്ലെ കർത്തൃസേവകനാണെന്നാണ് ഞങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുകയില്ല. ഒന്നേ അത് ശരിയല്ലേ ഇത് ശരി, രണ്ട് കള്ളം, ഒന്ന് കള്ളമാണ്. അതുകൊണ്ട് വന്നതിനൊരു മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി വന്നില്ലേ. അങ്ങനെ അവിടുത്തെ ഏറ്റവും മെയിൻ ഓഡിറ്റോറിയം ഒരു ഡിബേറ്റിന് വേണ്ടി അവർ ബുക്ക് ചെയ്തു. ഡിബേറ്റിന് വേണ്ടി അത് ബുക്ക് ചെയ്ത ശേഷം മറ്റേ ചർച്ചക്കാരോട് പറഞ്ഞത് ഉണ്ട്, ഇന്ന ദിവസം എമേവരീസ് വരുന്നുണ്ട്, ഡിബേറ്റിന് പോരാൻ പറഞ്ഞു. നല്ല കാലത്തിന് പാസ്റ്ററുമായിട്ട് ആർഗ്യുമെൻറ്റിന് പോകുന്നതിന് മുമ്പേ അവിടുത്തെ ചർച്ചിൻ്റെ സെക്രട്ടറി ഞങ്ങൾ പരസ്യപ്പെടുത്തിയ പുസ്തകത്തിൻ്റെ കോപ്പി തന്നല്ലോ, നിങ്ങൾക്ക് പറയാനുള്ളതിൻ്റെ ഒരു രത്നച്ചുരുക്കമെങ്കിലും ഒരു കൊച്ച ലെറ്ററായിട്ടെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞപ്പോൾ അത്യാവശ്യമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മേജർ പോയിൻറ്റ്സ് മാത്രം ഞാൻ എഴുതി കൊടുത്തു. അത് കണ്ടുടനെ പുള്ളി പറഞ്ഞിടാ നമ്മളാരും ഈ ആയുസ് കേട്ടിട്ടില്ലാത്ത കാര്യം, പക്ഷേ ഇറ്റ് ഈസ് ഓൾ എസ്റ്റാബ്ലിഷ്ഡ്, ഇനിയും തർക്കിക്കാൻ പോയാൽ ശരിയാകില്ല, അതുകൊണ്ട് നമുക്ക് ഈ കോമ്പറ്റീഷൻ അങ്ങ് ഒഴിവാക്കാം. അദ്ദേഹം പറഞ്ഞു അതിന് തർക്കം നമുക്ക് പൊതുസ്ഥലത്ത് വെച്ച് വേണ്ട, ഞങ്ങളുടെ പാസ്റ്ററുടെ പാഴ്സനേജിൽ വെച്ച് മതി. അങ്ങനെ പൊതുസ്ഥലത്ത് വെച്ച് തർക്കം വേണ്ട, ഞങ്ങളുടെ പാസ്റ്റർ താമസിക്കുന്ന പാഴ്സനേജിൽ വെച്ച്, മറ്റേതിൻ്റെ എഴുത്തുകാരൻ താമസിക്കുന്ന പാഴ്സനേജിൽ വെച്ച് മതി. അന്ന് PM മാത്യു ഒരു മറുപടി എഴുതിയത് ഓർമ്മയുണ്ട്. അന്ന് ബാംഗ്ലൂർ ചർച്ച് ഞങ്ങൾക്ക് കൃപയാൽ 3000-ലധികം മെമ്പേഴ്സുണ്ട്. 3000-ലധികം മെമ്പേഴ്സുള്ള ഒരു ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ 150 മെമ്പേഴ്സുള്ള ഒരു പുള്ളിയുടെ അടുക്കളയിൽ പോയിരുന്ന് വർത്തമാനം പറയുന്ന കാലം ഈയിടെ വരികയില്ല. ഏറ്റവും കുറഞ്ഞത് 3000 മെമ്പേഴ്സുള്ള ഒരു പാസ്റ്ററെ കൊണ്ടുവരാൻ കുവൈറ്റിലുള്ള എല്ലാ പെന്തക്കോസ്തുകാരനും കൂടെ നോക്കി ഒക്കുമെങ്കിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ എടുത്ത സ്ഥലത്ത് വന്ന് ഡിബേറ്റിൽ തോറ്റേച്ചു പോകും. വരത്തില്ല. 4-5 പേര് എന്നെ വിളിച്ചു പറഞ്ഞു അതിന് വരണം. ഞാൻ പറഞ്ഞു ഇയാൾ പറഞ്ഞ കണ്ടീഷൻ വളരെ കറക്റ്റാണ്. ഇവിടെ സുവിശേഷ വേല ചെയ്യുന്ന ഒരുത്തനെ വിളിച്ചുകൊണ്ട് പാടൂ, സഭ വളർത്താൻ ദൈവം ഉപയോഗിക്കുന്ന ഒരുത്തനെ വിളിച്ചുകൊണ്ട് പാടൂ. ചുമ്മാ ഉണക്കമരത്തോട് പോരിടുവാൻ നമ്മളെന്തിനാണ് മെനക്കെടാൻ പോകുന്നത്? എടുത്ത ഓഡിറ്റോറിയത്തിനകത്തൊരു മീറ്റിംഗ് നടത്തി. ഇവരാരും വരാഞ്ഞതുകൊണ്ട് അതൊരു പൊതു മീറ്റിംഗായി മാറി. ഒരൊറ്റ ഉണർവും രോഗസൗഖ്യവും നടന്നു. അന്ന് PM തോമസ് എഴുന്നേറ്റ് ഒരു സ്തോത്ര കാഴ്ച കളക്ട് ചെയ്തു. ബിലീവ് മീ, 1 കിലോഗ്രാമിലധികം സ്വർണ്ണമായിരുന്നു അന്നത്തെ സ്തോത്രകാഴ്ച പാത്രത്തിൽ വീണത്. 1 കിലോഗ്രാമിന് മേളിൽ. എന്നോട് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകത്തില്ല, കാര്യം ഞാൻ സ്വർണ്ണം ഉപയോഗിക്കാത്ത ആളാണ്. ഇതും കൊണ്ടുപോയി എന്നെ ബോംബെയിലിട്ട് പിടിച്ച അടുത്ത ദിവസത്തെ പത്രത്തിൽ വരും പാസ്റ്ററെ കള്ളക്കടത്തിന് പിടിച്ചെന്ന്. നമുക്ക് ഈ സാധനം വേണ്ട, നീ വെച്ച്. എനിക്കെൻ്റെ പ്രിൻസിപ്പിളാണ്, ഞാനതിൻ്റെ താഴോട്ട് വരത്തില്ല. പക്ഷെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദൈവം ചെയ്യട്ടെ. ഞാൻ പറയാൻ വന്നത്, ഉപദേശപരമായ കാര്യങ്ങളിൽ, ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ അന്യോന്യം പറയുവാൻ ദൈവം ചിലരെ കൂടി ഇതിനകത്തൊന്ന് ഉയർത്തട്ടെ, ചിലരെ കൂടെ വളർത്തട്ടെ. തുടർന്ന് ദൈവദൂതൻ വന്ന് ജോസഫിനോട് സംസാരിച്ചു. ജോസഫേ, ഇവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത്, മറിയയിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനല്ല. ജോസഫ് അത് അംഗീകരിച്ചു. മറിയയോട് പറഞ്ഞ് എഴുന്നേറ്റ് ജോസഫിൻ്റെ അടുക്കൽ വാ, നിനക്ക് കൂട്ടായ്മ തരേണ്ടത് നിൻ്റെ ഭർത്താവാ. എഴുന്നേറ്റ് ജോസഫിൻ്റെ അടുക്കൽ വാ. അവൻ ദൈവകൃപയെ അംഗീകരിച്ചു. ദൈവകൃപയെ അംഗീകരിക്കുന്നത് വരെയുള്ള വിഷയമല്ല, എന്നാൽ ദൈവകൃപയെ അംഗീകരിച്ചാൽ നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂട്ടായ്മയിൽ നിൽക്കണം. ഞാൻ ഈ കുടുംബ ബന്ധത്തെക്കുറിച്ച് ഒരു പദം ഒന്ന് ചിത്രീകരിക്കാം. തുടർന്ന് ദൈവദൂതൻ ജോസഫിനോട് സംസാരിച്ചു. നീ എഴുന്നേറ്റ് ശിശുവിനെയും കൂട്ടി, ഇതിനിടയ്ക്ക് തിരിച്ചു വരാം, നീ എഴുന്നേറ്റ് ശിശുവിനെയും കൂട്ടി മിസ്രയീമിലേക്ക് പോകും. സത്യത്തിൽ ദൈവം ആരോടായിരുന്നു പറയേണ്ടത്? ദൈവത്തെ കൂടുതൽ അനുസരിച്ചത് ജോസഫാണോ മറിയയാണോ? മറിയയാ. പക്ഷെ എന്ത് മറിയയോട് പറയാതെ ജോസഫിനോട് പറഞ്ഞത്? ദൈവത്തിന് കുടുംബത്തെ കുറിക്കുന്നൊരു തത്വമുണ്ട്. ദൈവം എൻ്റെ തത്വം തിരുത്തി കുറിക്കത്തില്ല. പുരുഷൻ ഭർത്താവും ഭാര്യ ശരീരവുമാണ്. വിവാഹങ്ങൾ നടത്തുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ പറയാറുണ്ട്, ഇക്കാലത്ത് പെൺപിള്ളേർ ഈക്വലി ക്വാളിഫൈഡാണ്. തുല്യ വിദ്യാഭ്യാസമുണ്ട്, പലയിടത്തും വിദ്യാഭ്യാസം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ തലയും വാലും ഒന്നും ഇതിന് ഇനി ഇല്ല, നമുക്കെല്ലാം തുല്യതയാണെന്ന് എങ്കിലും പറയുന്ന ലോകത്തിൽ അങ്ങനെ ഒരു പ്രിൻസിപ്പിളും ഉണ്ട്, തുല്യതയുണ്ടെന്ന്. ബിഷപ്പ് TD ജെയ്ക്സ് കോട്ട് ചെയ്തൊരു ഉദാഹരണം ഞാൻ സാധാരണ വിവാഹവേദികളിൽ കോട്ട് ചെയ്യും. ഇവിടെ ഞാൻ കല്യാണം നടത്തുക അല്ലെങ്കിലും ഒന്ന് ഓർത്തു, നമ്മളിൽ പലരും വിവാഹം കഴിഞ്ഞതല്ലേ. ബിഷപ്പ് TD ജെയ്ക്സ് ചോദിച്ചു, ഒരു കാറിൻ്റെ മുന്നിലത്തെ സീറ്റിലിരിക്കുന്ന 2 പേർക്കും ഒരുപോലെ ഡ്രൈവിംഗ് ലൈസൻസും എക്സ്പീരിയൻസും ഉണ്ട്. 2 പേരും കൂടെ സ്റ്റിയറിംഗ് പിടിച്ച് ഓടിച്ച ഏതെങ്കിലും വണ്ടി ഭൂമിയിൽ എവിടെയെങ്കിലും എത്തിയതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോന്ന്? തുല്യതയാ മോനെ, എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടടാ. കാർ ഉണ്ടാക്കിയവൻ ഡ്രൈവിങ്ങും കൂടെ അറിയാവുന്നവനാ. കുടുംബത്തെ നിർമ്മിച്ചവൻ കാര്യങ്ങൾ അറിയാവുന്നവനാ. ജോസഫിനെ വിളിച്ചേച്ച് പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് മിസ്രയീമിലോട്ട് പോ, ഇവിടെ കുഞ്ഞിന് ജീവഹാനി വരുത്താൻ നോക്കുന്നവരുണ്ട്. മിസ്രയീമിൽ വെച്ച് ജോസഫിനോട് പറഞ്ഞു തിരിച്ചു പോ, ജീവഹാനി വരുത്താൻ നോക്കിയവൻ പോയി കഴിഞ്ഞു. ദൈവം ഇടപെടുന്നത് ദൈവിക ഓർഡറിലേ ഉള്ളൂ. ചില സഭകൾക്കകത്ത് താഴെയിരിക്കുന്നൊരു വിശ്വാസി പെട്ടെന്നൊരു ദർശനം കണ്ടു, ഇവിടുത്തെ പാസ്റ്ററെ കൊള്ളുകയില്ല, അന്ന് എനിക്ക് ദർശനത്തിൽ മനസ്സിലായി എന്നും പറഞ്ഞ് ഇറക്കി വിടേണ്ടതിന് പകരം തമ്പുരാൻ ഒരിക്കലും തലയോട് സംസാരിക്കേണ്ടത് വാലിനോട് പറയുന്നവനല്ല. ദൈവം തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേലിനെയും അറിയിച്ചു. വഴി പറഞ്ഞു കൊടുക്കുന്നത് മോശയ്ക്കേ ഉള്ളൂ. പ്രവൃത്തി രംഗത്തിലായി കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ വിവരം അറിയുന്നത്. ദൈവം തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേലിനെയും അറിയിച്ചു. ദൈവത്തിനൊരു ഓർഡറുണ്ട്. ഞാൻ മടങ്ങി വരട്ടെ. മറിയയുടെ ഉള്ളിൽ യേശു ജനിച്ചു.
മറിയയുടെ ഉള്ളിൽ നിന്ന് അതിനെ കൊല്ലുവാൻ മാർഗമില്ലാതെ വണ്ണം ദൈവം മറിയയെ വിശുദ്ധ കൂട്ടായ്മയിൽ ഏൽപ്പിച്ചു. ഇന്ന് അനേക ആത്മിക ശിശുക്കൾ ഹൃദയത്തിൽ ജനിച്ചു കിട്ടിയ ദൈവമക്കളെ, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ കൂട്ടായ്മയുടെ ബന്ധം എങ്ങനെ? കൂട്ടായ്മ യോഗ്യമല്ലെങ്കിൽ ഈ കുഞ്ഞ് ജനിക്കത്തില്ല. അതിനു മുമ്പ് പിശാച് ഇതിനെ കൊന്നിരിക്കും. മറിയ എഴുന്നേൽപ്പിച്ച് മലനാട്ടിലേക്ക് അയച്ചു. പിന്നത്തേതിൽ യോസഫിൻ്റെ കൂടെ അയച്ചു. കുഞ്ഞിൻ്റെ ജനന സമയമായി. ജനന സമയത്ത് ഇതിനെ കൊല്ലുവാൻ പിശാച് തീരുമാനിച്ചു. അതുകൊണ്ട് യെരുശലേമിൽ മുഴുവനും ആർട്ടിഫിഷ്യൽ ക്രൗഡായി. ബേത്ലഹേമിൽ ജനിക്കുവാൻ ഇടമില്ലാതെയായി. പക്ഷേ ഒരു പശുത്തൊട്ടിയിൽ കിടത്തുവാൻ പിതാവിന് തിരിഹിതമായി ഈ കുഞ്ഞ് വളരാൻ തുടങ്ങി. ജനനത്തിൽ കൊല്ലുവാൻ പൈശാചിക ശക്തികൾ ശ്രമിച്ചു. എന്നാൽ പിതാവായ ദൈവം തൻ്റെ കരം കൊണ്ട് ഈ കുഞ്ഞിനെ സംരക്ഷിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞപ്പം നക്ഷത്രമണ്ഡലങ്ങളിൽ പാർത്തു വരുന്ന വീണുപോയ ദുഷ്ടശക്തികളുണ്ട്. അവ മുഴുവനും യേശുക്കുഞ്ഞിൻ്റെ മേൽ ഫോക്കസ് ചെയ്യുകയാണ്. ജനനത്തിൽ ഇവനെ കൊല്ലണം. പക്ഷെ ജനനത്തിൽ മരിക്കാതെ തമ്പുരാൻ ഒരു കാവലിട്ടു. ഒന്ന് കേട്ടോണേ, ഇസ്രായേലിൽ ഒരു കുഞ്ഞ് ജനിക്കുമെങ്കിൽ ആ കുഞ്ഞാദ്യം കേൾക്കുന്ന ശബ്ദം ഒരു സ്തുതിയുടെ ശബ്ദമായിരിക്കണം എന്ന് ഇസ്രായേലിയർക്ക് നിർബന്ധമുണ്ട്. അന്നും ഇന്നും. ഇതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞിൻ്റെ ജനന സമയം സാധാരണഗതിയിലെ കുഞ്ഞ് കേൾക്കുന്ന അമ്മയുടെ ഞരക്കമാണ്, അല്ലെങ്കിൽ അമ്മയുടെ കരച്ചിലാണ്. ദാറ്റ് ഈസ് നാച്ചുറൽ. പക്ഷെ കുഞ്ഞ് കേൾക്കേണ്ടത് ഒരു സ്തുതിഗീതമാണ്. അതിന് ഇസ്രായേൽ ചെയ്യാറുള്ളത്, വീടുകളിലാണെന്ന് കുഞ്ഞുങ്ങളുടെ ജനനം, ഒരു റൂമിൽ കുഞ്ഞിന് ജനനം കൊടുക്കുന്ന സ്ത്രീയും അവരെ സഹായിക്കേണ്ട ആളുകളും കാണും. അടുത്ത റൂമിൽ പാട്ടുപാടുവാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗ്രൂപ്പിനെ വിളിച്ചിരുത്തും. ഉറക്കെ ഇവർ പാട്ടുപാടിക്കൊണ്ടിരിക്കും. അടുത്ത റൂമിലെ ഞരക്കത്തേക്കാൾ ഉപരി ശബ്ദത്തിൽ ഈ റൂമിലെ പാട്ട് അപ്പുറത്ത് കേൾക്കാമായിരിക്കും. ആ പാട്ട് കേട്ടുകൊണ്ട് ആ കുഞ്ഞ് ജനിക്കുന്നത്. പിശാചിന് ഒരുപാട് സ്കീമുകളുണ്ട്. നമ്മിൽ പലരും അറിയാതെ ഇതിനകത്ത് അടിമപ്പെട്ടു പോയി. എത്രയോ പേര് അശുദ്ധ ലേഖനങ്ങൾ വായിക്കുന്നവർ. ബാംഗ്ലൂർ ബഥേൽ വളർന്നെങ്കിൽ അതിൻ്റെ പുറകിലുള്ള തത്വങ്ങളിൽ ഒന്ന് ക്രിസ്ത്യാനിയെ അപമാനിക്കുന്നതായ കൃത്രിമ സാഹിത്യങ്ങൾ, മഞ്ഞപ്പത്രങ്ങൾ വായിക്കുന്നവർക്ക് ചർച്ചയിൽ നിന്ന് കർത്തൃമേശ കൊടുക്കുകയില്ല. ദൈവം ഒന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളെ വേണം. അതുകൊണ്ട് ദൈവകൃപയാൽ 22 ആരംഭിച്ച ഞങ്ങൾക്ക് ഇന്ന് 16,000 മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, 22 ആരംഭിച്ച ഞങ്ങൾക്ക് ഇന്ന് കൃപയാൽ 16,000 മെമ്പേഴ്സ് ഉണ്ട്. ക്രിസ്തീയ തത്വങ്ങൾ സൂക്ഷിക്കുവാൻ തമ്പുരാന് ചിലതിനെ വേണം. ഞാൻ യഹൂദൻ്റെ ചരിത്രത്തിൽ മടങ്ങി വരട്ടെ. ഒരു ശിശു ജനിക്കുമ്പോൾ കേൾക്കുന്നത് ഒരു ആത്മീക ഗാനമായിരിക്കണം. അതുകൊണ്ട് ഒരു ആത്മീക അന്തരീക്ഷം ആ ശിശു അനുഭവിക്കും. മറിയയുടെ കുഞ്ഞിൻ്റെ ജനന സമയത്ത് മറിയ ഗർഭിണിയാണ്. കുഞ്ഞിന് ജനനം കൊടുക്കുമ്പോൾ ജോസഫ് പുണ്യവാളൻ്റെ ഹൃദയം പെടയുകയാ. ഞാൻ എവിടെ ചെന്ന് ഗായക സംഘത്തെ കൊണ്ടുവരും, പക്ഷെ കുഞ്ഞിങ്ങോട്ട് പിറന്നു വീഴുകയും മേളിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം. ജോസഫേ, കുഞ്ഞിൻ്റെ അപ്പൻ ഞാനാണ്. ആ കുഞ്ഞിൻ്റെ ജനനം മുതൽ ശത്രു അവനെ തൊടാതെ അവനൊരു ആവരണം ഇടുവാൻ ഞാനാണ് ശക്തൻ. ഞാനതിനൊരു സൈന്യത്തെ ആക്കും. അശുദ്ധ ശക്തികൾ കാണാതെ വണ്ണം വിശുദ്ധ ദൂതന്മാർ പാടാൻ എഴുന്നേറ്റ് നിൽക്കും. ആത്മയുദ്ധത്തിൽ തമ്പുരാൻ നിങ്ങളെ ഉപയോഗിക്കുന്നെങ്കിൽ, എന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ, എനിക്ക് വേണ്ടി ദൂതഗണങ്ങളെ കാവലായി അയക്കുന്നവനാണ് ദൈവം. ദൈവം അത് ചെയ്തിരിക്കും. ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, ക്ഷുദ്രങ്ങൾ ഒരു ദൈവമൈതലിനെതിരെ അലറിയാൽ യാക്കോബ് യാക്കോബാണെങ്കിൽ, ദൈവമൈതലാണെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയാൻ തൊടുകയില്ല. കാരണം ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പക്ഷെ യാക്കോബ് ആയിരിക്കണം. എനിക്ക് തോന്നിയതുപോലെ ഞാൻ നടന്നു വെച്ച് യാക്കോബ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനും കൊള്ളുകയില്ല, പിയാതിനും കൊള്ളുകയില്ല, മണ്ണിനും മണ്ണങ്കട്ടയ്ക്കും കൊള്ളാതെയാകും. ഒരു ദൈവമൈതലായി ഇരിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടൂ. ദൂതന്മാർ കൂടെയുണ്ട്. യേശുവിൻ്റെ ജനന സമയം വാഴ്ചകളും അധികാരങ്ങളും തന്നെ കൊല്ലുവാൻ എതിർത്തെങ്കിൽ ദൂതന്മാരുടെ സംഗീതത്തിൻ്റെ മുമ്പിൽ അവ കീഴടങ്ങി. എളുപ്പം അങ്ങോട്ട് പോകാം. യേശു സ്വന്തം വീട്ടിലെത്തി. മാതാപിതാക്കളോടുകൂടെ പോയി മിസ്രൈമിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഒരുമാതിരി വളർന്നു. പാപം ചെയ്യുന്ന പ്രായമായി. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. കൂട്ടന്മാരൊക്കെ മുന്നേ ഇരിക്കുന്നു, പേടിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 10, 12, 15 വയസ്സുള്ള പിള്ളേരെ അപ്പനെ അമ്മയെ അനുസരിക്കുകയില്ലെന്ന് നിങ്ങൾക്കറിയാവും. നോർമൽ കേസ്. എന്താ കാരണം?
അവർക്കറിയാം അപ്പനും അമ്മയ്ക്കും വലിയ വിവരമില്ല പിള്ളേർക്ക് അറിവുള്ളതെന്ന്. അപ്പോൾ 25 വയസ്സ് 26 വയസ്സ് ഭയങ്കരമാണ് കേട്ടോ. എൻ്റെ കൊച്ചുമക്കൾക്ക് എന്നേക്കാൾ കൂടുതൽ ടെക്നോളജി അറിയാം. ജന്മനല്ലത് ഇൻകൾക്കിക്കേറ്റഡാണ്. എൻ്റെ ഭാര്യ ചിലപ്പം ടെലിഫോണിൽ ഒരു കോൾ വന്ന് ഇത് ആരുടെ എന്നാന്ന് പറയുമ്പോൾ കൊച്ചുമോൻ എടുത്ത് ഞാൻ അമ്മച്ചി ഇതാണ്ട് സോൺ ദ ഫിംഗർ ടിപ്പ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇപ്പോഴും എടുത്തു പറയാറുള്ള ഒന്നാണ്, കഴിഞ്ഞൊരു ദിവസം എനിക്ക് ഒരു കമ്പ്യൂട്ടർ ആനിമേഷൻ ഉണ്ടാക്കി ഏതാണ്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണമായിരുന്നു ഞങ്ങളുടെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ. ഞങ്ങളുടെ മീഡിയയിലുള്ള കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടറിന് സ്പെഷ്യലിസ്റ്റാണ്, വെൽ പെയ്ഡ്. അവരോട് ഞാൻ പറഞ്ഞായിരുന്നു നാളെ രാവിലെ ഇച്ചിരി നേരത്തെ വരണം, രാവിലെ എനിക്കൊരു കൊച്ചു കാര്യം ഉണ്ടാവും, ഒന്ന് അനിമേറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ. 9 വരാമെന്ന് പറഞ്ഞ് അവന്മാർ പോയി. 9 അവർ ഉണർന്നിട്ടില്ല, ഫോണെല്ലാം ഓഫാ. ഞാൻ ചർച്ച വന്നിങ്ങനെ ഈ കൂട്ടിലിട്ട് വരികയെന്ന് പറയും, അതുപോലെ നടക്കേടാ. ഇതിപ്പോൾ 10 മണിയാകുമ്പോൾ ആളെല്ലാം വരും, അതിന് മുമ്പ് എനിക്കിത് റെഡിയായി കിട്ടണം. ഞാനിങ്ങനെ നടക്കുന്നത് കണ്ട അന്ന് 11 വയസ്സുള്ള എൻ്റെ കൊച്ചുമോൻ ചോദിച്ചാൽ അപ്പച്ചൻ എന്നെ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഞാൻ പറഞ്ഞ അവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തിനാ അപ്പച്ചാ? എടാ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കിത്തരാം. 11 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് ഒക്കുമെന്ന് എനിക്കൊരു ധാരണയില്ല. ഞാൻ പറഞ്ഞ നിനക്കറിയാമോ? എനിക്കറിയാമോ അപ്പച്ചാ, അപ്പച്ചൻ ഇത്രയല്ലേ ചെയ്യണേ, ഞാൻ ചെയ്തു തരാം അപ്പച്ചാ. ഞാൻ പറഞ്ഞ എനിക്ക് കമ്പ്യൂട്ടറില്ലല്ലോടാ, അത് പൂട്ടി വെച്ചല്ലേ അവന്മാർ പോയിരിക്കുന്നത്. കമ്പ്യൂട്ടറില്ല. അല്ല അപ്പച്ചൻ്റെ കമ്പ്യൂട്ടറിലെങ്കിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു മോനെ എൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ പ്രോഗ്രാമില്ല. ഉണ്ടപ്പച്ചാ, ഉണ്ടപ്പച്ചാ, ഞാൻ ചെയ്തു തരാം. ഒരു ട്രയലിന് വേണ്ടി ഞാൻ കൊടുത്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് അപ്പച്ചാ നോക്കിയാൽ ശരിയായോ എന്ന് നോക്കിയപ്പം കറക്റ്റാ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് എന്നെ എടുക്കാൻ ഈ 60 വയസ്സ്. ഈ പിള്ളേരെന്താ അനുസരിക്കാത്തതെന്നറിയാമോ? അവർക്ക് അറിവ് കൂടുതലുണ്ടെന്ന് അവർക്കറിയാം. എന്നെക്കാൾ എൻ്റെ കൊച്ചുമക്കൾക്ക് അറിവ് കൂടുതലുണ്ട്. നമ്മൾ യേശുവിനെയും തൻ്റെ മാതാപിതാക്കളെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാവും. 2000 വർഷം മുമ്പേ ജീവിച്ചിരുന്നവർ ആശാരി അപ്പച്ചനും ഫർണിച്ചർ വാങ്ങിക്കാൻ കാശില്ലാത്ത വീട്ടിലെ ഒരു മോളുമാണ് ഈ അപ്പനും അമ്മയും. പുത്രനോ ഒരു വാക്ക് ബിഗ് ബാങ് കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ. മനസ്സിലാകുന്നു? മനുഷ്യൻ്റെ കണ്ണിനകത്തെ നരമ്പിനെ ഞാൻ 2 ഇഞ്ച് തൊട്ട കൊണ്ട് തൊടുക. 14 മണിക്കൂർ കൊണ്ട് 20 ലക്ഷം നരമ്പുകളെ പേർ ചെയ്യുന്നവൻ. അത്രയും അറിവുള്ള ശിശു വിവരം കെട്ട മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നെന്ന്. അഹങ്കരിപ്പിക്കുന്ന ശക്തി, അനുസരണക്കേടിൽ നടത്തുന്ന ശക്തി, വാഴ്ചകളും അധികാരങ്ങളും അവയുടെ ആയുധങ്ങൾ ഒരുപോലെ ഉപയോഗിക്കുമ്പോൾ യേശു പറഞ്ഞു താഴെ വെക്കടാ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ പോകുകയാ. അതാണ് ഈ വചനത്തിൻ്റെ വ്യവസ്ഥ. ഒരു ദിവസം യെരുശലേം ദേവാലയത്തിൽ 12-ാമത്തെ വയസ്സിൽ തോറ പറയാൻ ചെന്നു ഒരു ഇസ്രായേല്യ ബാലകൻ. 13 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നമേ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഈ 5 പുസ്തകങ്ങൾ കാണാതെ പറയണം. എനിക്കറിയാമായിട്ടില്ല, പിള്ളേർക്കറിയാമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇസ്രായേല്യനാണോ? അവനെ ഇസ്രായേല്യൻ എന്ന് വിളിക്കണോ? 13 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തോറ പറയണം. തോറ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം. 5 പുസ്തകങ്ങൾ കാണാതെ പറയണം. അതിനകത്തൊന്ന് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും മറുപടി പറയണം. ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയും മൊത്തം അറിയാവുന്നവർ കണ്ടേക്കാം, തിരുവചനം അറിയാവുന്നവരുണ്ട്. സ്തോത്രം. 13 വയസ്സിന് മുന്നമേ തോറ പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ മെന്റലി റിട്ടാർഡഡ് എന്ന് തള്ളുകയും ജീവിതത്തിൽ ഒരിക്കലും സിറ്റിസൺഷിപ്പ് കൊടുക്കത്തുമില്ല. അതാണ് ഇസ്രായേലിൻ്റെ വ്യവസ്ഥ. He or she is mentally retarded. കാര്യം അറിയേണ്ടത് അറിയാൻ കഴിയുന്നില്ല. ആൻഡ് നോ സിറ്റിസൺഷിപ്പ്. യേശുവിനെ തോറ പറയാനായി 12-ാം വയസ്സിൽ കൊണ്ടുവന്നു. ഒരൊറ്റ ന്യായശാസ്ത്രയ്ക്കും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അറിവാ. ഒരിടത്തുനിന്ന് പിശാച് പറയുന്നുണ്ടാവും, ആത്മീയ അഹങ്കാരം, നിനക്ക് ഇത്രയും അറിയാമടാ, മറ്റവനെ നിരസിച്ച് തള്ള്. പറഞ്ഞു നോ, അഹങ്കരിക്കാനല്ല എന്നെ വിട്ടത്, വാഴ്ചകളെ ആയുധം താഴവേ. ഓരോന്നോരോന്ന് ഞാൻ തൊടുന്നില്ല. തൻ്റെ സ്വന്തം സൃഷ്ടിയായ യോഹന്ന സ്നാപകനാൽ സ്നാനമേൽക്കുവാൻ യേശു യോർദാനിലേക്ക് നടന്നു ചെന്നു. യേശു ഏതാണ്ട് 120 കിലോമീറ്ററിൽ അധികം ദൂരം, 120 മൈലെന്ന് തോന്നുന്നു, അധികം ദൂരം കാൽനടയായി നടന്നാണ് സ്നാനപ്പെടാൻ പോയത്. പലയിടത്തും പോയ കൂട്ടത്തിൽ അങ്ങ് മുങ്ങിയതല്ല കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേൽ കാണാൻ പോകുന്നുണ്ട്, കൂട്ടത്തിൽ മുങ്ങണമെന്നുണ്ട്, പാസ്സക്കും കൂടെ ഫ്രീ ടിക്കറ്റ് എടുത്തു തരാം, എന്നെ ഇസ്രായേൽ മുക്കിയ. ഞാൻ നാട് കാണാൻ പോകുന്നവനെ മുക്കുന്ന പണി എനിക്കോ? ഇനി ഞാൻ അതിന് നരകത്തിൽ പോണോ? യേശു നാട് കാണാൻ പോയ കൂട്ടത്തിൽ അങ്ങ് മുങ്ങിയതൊന്നും അല്ല.
ഞങ്ങൾ സാധാരണഗതിയിൽ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന പതിവില്ല. പക്ഷെ പച്ചക്കറി കൂട്ടാറുണ്ട്. വല്ല മീറ്റിങ്ങിനും പോയി വരുന്ന കൂട്ടത്തിൽ വഴിയിറമ്പിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരും, മാർക്കറ്റിൽ നിന്ന് തന്നെ. പക്ഷെ ഇതിന് വേണ്ടി പോകാറില്ല, വേറൊന്നിന് പോകുന്ന കൂട്ടത്തിൽ അതും കൂടെ ചെയ്തു വരാറുണ്ട്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചത് എങ്ങാണ്ട് പോയ കൂട്ടത്തിൽ കല്യാണം കഴിച്ചതല്ല, കല്യാണം കഴിക്കാൻ വേണ്ടി പോയതാണ്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്, അൺഇമ്പോർട്ടൻ്റ് ആയത് എന്താണെന്ന് യേശുവിന് തിരിച്ചറിയാം. പോയ കൂട്ടത്തിൽ മുങ്ങിയതല്ല, മുങ്ങാൻ വേണ്ടി 120 മൈൽ വൺ വേ നടന്ന് യോർദാനിലെത്തി. യോർദാനിലെത്തുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിച്ചാൽ രസകരമായ ഒരു കാര്യം കാണാം. യേശു യോർദാനിലോട്ട് എത്തുമ്പോൾ കാണുന്ന കാര്യമാണ്, ന്യായശാസ്ത്രികളും പരീശന്മാരും തേണ്ട വട്ടത്തെ നിപ്പുണ്ട്. ജനമൊക്കെയും സ്നാനമേൽക്കുകയാ, ജനം യോഹന്നാനെ അംഗീകരിക്കുകയാ, ദൈവത്തെ നീതീകരിക്കുകയാ. ആ പരുവത്തിന് പരീശന്മാരും ന്യായശാസ്ത്രികളും ഗുണം പിടിക്കാത്ത പാർട്ടികൾ, ഭയങ്കര നോളജാവന്മാർക്ക് വരുതേണ്ട സൈഡ് നിപ്പുണ്ട്. അവർ നിന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? വെറുതെയാ, ചുമ്മാതാ, വെറുതെയാ. അവിടെ എഴുതിയിരിക്കുന്ന വാചകം, പരീശന്മാരും ന്യായശാസ്ത്രികളും ദൈവത്തിൻ്റെ ആലോചനയെ തങ്ങൾക്ക് തന്നെ വൃഥാവാക്കിക്കൊണ്ടിരിക്കുക. യേശു തീരത്തോട് അടുത്തു വരുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഇതാ, സാധാരണക്കാരിൽ നിന്നല്ല, പരീശനിൽ നിന്നും ന്യായശാസ്ത്രിയിൽ നിന്നും ഭക്തനിൽ നിന്നും വേദപണ്ഡിതാവിൽ നിന്നും കേൾക്കുന്ന വാക്കാണിത്. വെറുതെയാ, ചുമ്മാതാ, വെറുതെയാ. യേശു ആ വാക്കുകൾ ചെവിക്കൊള്ളാതെ ചെവി അടച്ചു. നേരെ യോർദാനിലേക്ക് ഇറങ്ങി. മത്തായിയുടെ സുവിശേഷം 3:14-15 ഏറ്റവും വലിയ ആത്മീയ നേതാവ് വേണ്ട യോർദാൻ്റെ അകത്ത് നിൽക്കുന്നു. അതാണ് യോഹന്നാൻ സ്നാപകൻ. അങ്ങേര് പറഞ്ഞു, അരുത്, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, നീ എൻ്റെ അടുക്കൽ വരുന്നുവോ? വെളിയിൽ നിന്ന് ന്യായശാസ്ത്രി വിലക്കുന്നു, അയാൾ പറയുന്നു ചുമ്മാതാണെന്ന്. യോഹന്നാൻ വിലക്കുന്നു, നീ ഭക്തനാണ്, നിന്നെ വേണ്ട. യേശു യോഹന്നാനോട് പറഞ്ഞ മറുപടി, യോഹന്നാനെ ഓർക്കുന്നോ, ഇപ്പോൾ സമ്മതിക്കുക. അടുത്ത വാക്കാ പ്രധാനം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. യോഹന്നാനെ, ആ പരീശനെ പോലെ വർത്താനം പറയാടാ, അവൻ ജഡീകനാ. നീ ദൈവത്താൽ അയക്കപ്പെട്ടവനും ഞാൻ ദൈവത്തിൻ്റെ പുത്രനുമാ. അവനിത് വൃഥാവാ, നമുക്കിത് ഉചിതമാ. അവനിത് വൃഥാവാ, നമുക്കിത് ഉചിതമാ. അഹങ്കാരം എയ്യുന്ന ശക്തികൾ മുകളിൽ നിന്ന് എയ്തതിനെ യേശു തട്ടിക്കളഞ്ഞു. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു പൊങ്ങി. നേരെ 40 ദിവസത്തെ ഉപവാസം, ആത്മാവിൻ്റെ ശക്തിയോടെ പോയ യേശു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞതോടെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ പിതാവ് അനുവദിച്ചു. അവിടെ സാത്താനെ ജയിച്ചു. തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി. നേരെ പോയത് കപ്പർന്നഹൂമിലെ ദേവാലയത്തിലോട്ടാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. അവിടെ തന്നെ എഴുന്നേറ്റ് നിന്ന് തിരുവചനം വായിക്കുമ്പോൾ പള്ളിയിലുള്ളവർ രണ്ടായി പിരിഞ്ഞു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത് എന്തൊരു ലാവണ്യ വാക്ക്, അനോയിന്റഡ് വേർഡ്സ്, അനുഗ്രഹിക്കപ്പെട്ട ശബ്ദം. വേറൊരു കൂട്ടർ പറഞ്ഞു, തള്ളടാ അവനെ, കൊല്ലടാ അവനെ. പള്ളി പണിതിരിക്കുന്ന പട്ടണത്തിൻ്റെ വക്കോളം കൊണ്ടുവന്ന് തലകീഴായി തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി ഒരു കൂട്ടം എഴുന്നേക്കുന്നു. യേശുവോ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ, പോടേന്ന്, ഇവരെല്ലാം തീർന്നേനെയല്ലോ. മലയാള ഭാഷ പറഞ്ഞ യേശു അങ്ങ് മുങ്ങി, അവരുടെ നടുവിൽ നിന്ന് മാറിക്കളഞ്ഞെന്നാ ബൈബിളിൽ. സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു, സകലത്തെയും ജയിച്ചു. ഒടുവിൽ നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, ഞാൻ ചെയ്ത ഒരു തെറ്റുണ്ട്, കാണീരിടാന്ന് പൊതുലോകത്തിൻ്റെ മുമ്പിൽ പരസ്യമായി വിളിച്ചേച്ച് ലോകത്തിൻ്റെ പാപം തൻ്റെ മേലേറ്റിക്കൊണ്ട് കാൽവറിയിലേക്ക് കയറി. 3 ആണികളിന്മേൽ തൂങ്ങി നിൽക്കുമ്പോൾ അന്ധകാരമണ്ഡലങ്ങൾ വിറയ്ക്കുകയാ. ഏറ്റവും ഒടുവിലായി യേശു ഒരു വിളി വിളിച്ചു, ഇറ്റ്സ് ഫിനിഷ്ഡ്, നിവർത്തിയായി. വാഴ്ചകൾ, അധികാരങ്ങൾ, സ്ത്രീയുടെ സന്തതിയുടെ മുമ്പിൽ ആയുധം താഴെ വെച്ചു. അഹങ്കാരത്തിൻ്റെ ആയുധം നിന്നോട് ഉപയോഗിച്ചു, ജയിച്ചില്ല. നിന്നെ പൊക്കി രാജാവാക്കാമെന്ന് പറഞ്ഞു, അംഗീകരിച്ചില്ല. നിന്നെ ചെറിയവനാക്കുമെന്ന് പറഞ്ഞു, കേട്ടില്ല. വലിയവനാക്കുമെന്ന് പറഞ്ഞു, ഇളകിയില്ല. സകല ആയുധങ്ങളും നിന്റെ മുമ്പിൽ വെച്ചു. നിന്നെ കൊല്ലാൻ ശ്രമിച്ചു പല ആവർത്തി വിവിധ തരത്തിൽ. തൻ്റെ ആയുധം താഴെ വെച്ചു. ഇനി മിച്ചമുള്ളത് അവൻ്റെ തലയാ. കാൽവറിയിൽ മരിക്കുന്നതിന് മുന്നമേ ഒരു ചവിട്ട് കിട്ടി അവൻ്റെ തലയെ തകർത്തു. ഏദനിൽ
വിളിച്ചു പറഞ്ഞ ദൈവിക പ്രസ്താവന പൂർത്തീകരിക്കപ്പെട്ടു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. തുടർന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു. ഉയർത്തെഴുന്നേറ്റ ശേഷം ഞാൻ എൻ്റെ സഭയെ പണിയും. നിങ്ങളും ഫ്രീ ആയിട്ട് പോയി പണിയത്തൊന്നുമില്ല. പാതാള ഗോപുരങ്ങൾ എതിർത്ത് നിൽക്കും എന്നുവരെ, സഭയുടെ പണി പൂർത്തീകരിക്കുന്നത് വരെ. പാതാള ഗോപുരങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കും, പക്ഷേ അത് ജയിക്കയില്ല. എൻ്റെ ജയം ഞാൻ നിങ്ങൾക്ക് തരികയാ. ഞാൻ നിങ്ങളോടുകൂടെ ലോകത്തിൻ്റെ അവസാനത്തോളം ഇരിക്കും. ഈ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഒരു കർത്തൃദാസനൊരു വിശദീകരണം പറഞ്ഞത് ഞാൻ കൂടെ ആവർത്തിക്കാറുണ്ടോ എന്ന് പറയാം. യേശു തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ടുപോയി സ്നാനം നടത്തിക്കൊണ്ടിരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ടുപോയി അവരോട് കൂടെ പാർത്ത് അവരെ സ്നാനപ്പെടുത്തിയെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം പറയും. ഇവിടെ ഒരല്പം കോൺട്രവേഴ്സൽ ആശയം പ്രസംഗിക്കുന്നവരുണ്ട്, അതുകൊണ്ട് ആ ഭാഗം വ്യക്തമായി മനസ്സിലാക്കിയാലും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് യോർദാനിൽ പോയി യേശു തന്നെ സ്നാനപ്പെടുത്തി. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചവൻ അതേ പുരുഷൻ തേണ്ട നിന്ന് സ്നാനപ്പെടുത്തുന്നു. ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ദ വെരി സെയിം പേഴ്സൺ ഓൺ ഹൂം യു ടെസ്റ്റിഫൈഡ്, തേണ്ട ആ മനുഷ്യൻ സ്നാനപ്പെടുത്തുന്നു. യേശു ശിഷ്യന്മാരുമായി നിന്ന് സ്നാനപ്പെടുത്തി. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എവിടെ വെച്ചാൽ സ്നാനപ്പെടുത്തിയേ? 3-ാം അധ്യായത്തിൽ. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന വാർത്ത പരീശന്മാർ കേട്ടപ്പോൾ, എത്ര ദിവസം കഴിഞ്ഞാൽ കേട്ടെന്ന് എനിക്കറിയാൻ വയ്യ, ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒരു പരന്തറ്റിക്കൽ ക്ലോസ്, 2 ഹൈഫനുകളുടെ ഇടയിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. അവിടെ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനപ്പെടുത്തിയില്ല. ഞാൻ പറയാം സംഭവിച്ചത്, യേശു ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തി. ശിഷ്യന്മാരെ കൊണ്ട് യേശു സ്നാനപ്പെടുത്തിച്ചു. ശിഷ്യന്മാർ സ്വയമായി സ്നാനപ്പെടുത്താൻ ശക്തരായി എന്ന് കണ്ടതോടെ യേശു കരയ്ക്ക് കയറി. ഈ വർത്തമാനം പരീശന്മാരുടെ അടുക്കൽ എത്താൻ ഒരു ദിവസമോ ഒരാഴ്ചയോ എടുത്തു. അവർ വിവരം അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് യേശു കരയ്ക്ക് കയറി. അന്ന് മുതൽ യേശു സ്നാനം സൂപ്പർവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. യേശു വെള്ളത്തിലിറങ്ങി സ്നാനം കൊടുക്കുന്നില്ല. യോഹന്നാൻ 4-ന്റെ 1 മുതൽ യേശു കരയ്ക്ക് നിൽക്കുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പോകുക, ലോകത്തിൻ്റെ അറ്റത്തോളം ഞാൻ നിങ്ങളെ അയക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി കൊള്ളണം. ശിഷ്യരാക്കണം. ശിഷ്യന്മാർ കണ്ണു തെറ്റിച്ചു. കർത്താവേ, ഇതുവരെ സ്നാനപ്പെടുത്തുമ്പോൾ സൂപ്പർവൈസ് ചെയ്യാൻ ആളുണ്ടായിരുന്നു, ഇനി ആരാ? നേരെ അടുത്ത പദം യേശു പറഞ്ഞ എന്നാന്ന് ഓർമ്മയുണ്ടോ? ഞാനോ ലോകാവസാനത്തോളം. മോനെ, നീ സ്നാനത്തിനിറങ്ങുമ്പോൾ ഞാൻ കരയ്ക്കുണ്ടടാ. നീ സ്നാനത്തിനിറങ്ങുമ്പോൾ ഞാൻ കരയ്ക്കുണ്ട്. ഞാൻ സൂപ്പർവൈസ് ചെയ്യും. ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം സ്നാനത്തിനിറങ്ങുമ്പോഴും 4 പ്രാവശ്യം ചിന്തിച്ചേച്ചേ ഇറങ്ങാറുള്ളൂ. കരയ്ക്ക് തമ്പുരാൻ നിൽക്കുക. രക്ഷിക്കപ്പെടാത്തതിനെ പിടിച്ച് മൂക്കിയിട്ട് ഞാൻ എന്തിനാ നരകത്തിൽ പോന്നേ? ദൈവവസ്ഥ സൂക്ഷിക്കാത്തതിനെ സ്നാനപ്പെടുത്തിയിട്ട് ഞാൻ എന്തിനാ നരകത്തിൽ പോകുന്നത്? കാര്യം തമ്പുരാൻ കരയ്ക്ക് നിന്ന് അക്കൗണ്ട് എടുക്കുക. ആരെയാ മുക്കുന്നത്, എങ്ങനെയാ മുക്കുന്നത്? ദൈവത്തിൻ്റെ മഹാകരുണയാൽ സ്നാനത്തിനൊരു നല്ല റെക്കോർഡ് കർത്താവ് തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നേരെ കഴിഞ്ഞ വർഷം ഞാൻ ആഫ്രിക്കയ്ക്ക് ഒന്ന് പോയിരുന്നു. ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞെന്ന് തോന്നുന്നു. ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്ന ഒരു നെറ്റ്വർക്കുണ്ട്. അതിനകത്ത് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി. അങ്ങനെ പോയതാണ്. അതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ 2-3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, പാസ്റ്റേഴ്സിന് മെമ്പർഷിപ്പ് കൊടുക്കും. ഒരു പാസ്റ്ററൽ കപ്പാസിറ്റിയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് വേണമെങ്കിൽ 1-ാം യോഗ്യത ഏറ്റവും കുറഞ്ഞത് 45,000 മെമ്പേഴ്സുള്ള ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ ആയിരിക്കണം. അതിൽ താഴെ ഒരാളിന് കിട്ടുകയില്ല. ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന കപ്പാസിറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടും. എനിക്കങ്ങനെ കിട്ടിയത്. അതിൻ്റെ കണ്ടീഷൻ ഏറ്റവും കുറഞ്ഞത് 1,00,000 പേരെ സ്നാനപ്പെടുത്തിയിരിക്കണം. മാത്രവുമല്ല, ഏറ്റവും കുറഞ്ഞത് 5,000 മെമ്പേഴ്സെങ്കിലും അദ്ദേഹത്തിൻ്റെ ചർച്ചിലും ഉണ്ടായിരിക്കണം. 1,00,000 മെമ്പേഴ്സിനെ സ്നാനപ്പെടുത്തണം. പ്ലസ് അറ്റ്ലീസ്റ്റ് 5,000 മെമ്പേഴ്സ് ചർച്ചിൽ കാണും. 3, സുവിശേഷ വിലയെ പണം കൊടുത്ത് സഹായിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കും. പക്ഷെ അവ കൊടുക്കുന്ന ചില്ലറയൊന്നും പോരാ. ഒരു വർഷം $1 കോടി എങ്കിലും കൊടുത്തിരിക്കണം ഓരോ വർഷവും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മെമ്പർഷിപ്പുള്ളൂ. എനിക്കൊരു മെമ്പർഷിപ്പ് കിട്ടി. സ്നാനത്തിൻ്റെ കെയർ ഓഫിലാണ് കിട്ടിയത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 1,00,000 ഇല്ല എൻ്റെ അറിവിൽ. ബാംഗ്ലൂരിലേത് മാത്രമേ ഞാൻ അക്കൗണ്ട് എടുത്തുള്ളൂ. അവിടെ ദൈവകൃപ ഞങ്ങൾക്ക് 78,000 സ്നാനം കഴിഞ്ഞു.
പക്ഷെ ഓരോ സ്നാനത്തിനും എനിക്കറിയാം കരയ്ക്ക് തമ്പുരാൻ നിൽപ്പുണ്ട്. സൂപ്പർവൈസ് ചെയ്യാൻ തമ്പുരാൻ കരയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അയോഗ്യമായത് നടക്കത്തില്ല. ഞാൻ നരകത്തിൽ പോകേണ്ടി വരും. ആ ഭയത്തോടെ പോയതുകൊണ്ട് 78,000 ബാംഗ്ലൂർ നടന്നു. ഞാൻ കർത്താദാസനോട് പറഞ്ഞു, ഈ വർഷം ജൂൺ അങ്ങോട്ട് കയറിയതേ ഉള്ളല്ലോ, ദൈവകൃപയാൽ 1000 ക്രോസ് ചെയ്തു. ഈ വർഷം 5 മാസമേ ആയുള്ളൂ. ദൈവത്തോടുകൂടെ നമ്മൾ നടക്കാമെങ്കിൽ കരയ്ക്ക് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ അവിടെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാം, ഞാൻ മുന്നോട്ട് പോട്ടെ. എനിക്ക് മെമ്പർഷിപ്പ് തരാൻ വന്നവർ പറഞ്ഞു, വടക്കേ ഇന്ത്യയിലത്തെ അക്കൗണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് മാത്രം അക്കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വന്നത്. ഞാൻ പോയ കൂട്ടത്തിൽ കണ്ട ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന മനുഷ്യന് ഇല്ല. ഞാൻ ആഫ്രിക്കയിലെ മീറ്റിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഒന്ന് കേട്ടു. നമുക്കിത് കേൾക്കാൻ പോലും നോക്കുന്നതല്ലല്ലോ. കാണുന്ന പ്രശ്നം വിട്. കാര്യം നമ്മുടെ ആത്മീക കണ്ണുകൾ തുറന്നു തരാൻ തമ്പുരാന് മാത്രമേ കഴിയത്തുള്ളൂ. ഞങ്ങൾ ആഫ്രിക്കയിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഇമെയിൽ വന്നു. നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ വരുന്നവരെല്ലാം എബവ് ഓർഡിനറി അഭിഷേകം കൈകാര്യം ചെയ്യുന്നവരാണ്. കാര്യം 45,000 മെമ്പേഴ്സുള്ള ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റേഴ്സ്, 100,000-ലധികം ആളുകളെയെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുള്ളവർ, $1 കോടിയിലധികം വർഷം തോറും സുവിശേഷ വേലയ്ക്ക് കൊടുക്കാൻ കഴിയുന്നവർ, ഈ കാറ്റഗറിയേ ഉള്ളൂ. ഇതിൽ പാസ്റ്റേഴ്സ് ആൻഡ് ഇവാഞ്ചലിസ്റ്റ് ഇവിടെ വരുന്നവർ ഒരു ദിവസം നേരത്തെ വന്നാൽ, ചൊവ്വാഴ്ച ഞങ്ങളുടെ കോൺഫറൻസ് തുടങ്ങുന്നത്, തിങ്കളാഴ്ച ഇവിടെ എത്തണം. നിങ്ങൾ ഞായറാഴ്ച നേരം വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തിയാൽ, ഒരു ദിവസം നേരത്തെ വന്നാൽ നിങ്ങളുടെ ശുശ്രൂഷ ആഫ്രിക്കയിലെ ഒരു സഭയ്ക്ക് പ്രയോജനമാകും. അതുകൊണ്ട് നിങ്ങളിൽ എത്ര പേർ വരാമെന്ന് വെച്ചാൽ എല്ലാവർക്കും ലെറ്റർ വന്നു, ഇമെയിൽ വന്നു. ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തു, ഒരു ഞായറാഴ്ച ഞാൻ സ്പെയർ ചെയ്യാം, ശനിയാഴ്ച വൈകിട്ടേ എത്തിയേക്കാം. അങ്ങനെ ശനിയാഴ്ച വൈകിട്ടേ ആഫ്രിക്കയിൽ ചെന്നു. കിംബർലേ എന്നറിയപ്പെടുന്ന സ്ഥലത്ത്, സൗത്ത് ആഫ്രിക്കയിലെ കിംബർലേ എന്നറിയപ്പെടുന്ന സ്ഥലത്തെ ഒരു സഭയിൽ CRC ക്രിസ്ത്യൻ റിവൈവൽ സെൻറ്റർ എന്ന ചർച്ചിൽ പ്രസംഗിക്കാനായിട്ട് ഞങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കിട്ടി. കിംബർലേ എയർപോർട്ടിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ വന്നത് CRC ചർച്ചിൻ്റെ അസിസ്റ്റൻറ്റ് പാസ്റ്ററാണ്. കയറിയിരുന്നു. അങ്ങോട്ട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആളാണ്. എൻ്റെ അകം വല്ലാതെ പിടച്ചു. മരിച്ചവർ ഉയർപ്പിക്കുമെന്ന് എനിക്കറിയാം. വേദപുസ്തകത്തിൽ ഞങ്ങളോട് നടക്കും എനിക്കറിയാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരാളിനെ കാണുന്നില്ല. ദാറ്റ്സ് ഓൾ. എൻ്റെ അവിശ്വാസത്തിൽ നിന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ സീനിയർ പാസ്റ്റർ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ പോലെ 6 എണ്ണം എൻ്റെ ചർച്ചിനകത്ത് എഴുന്നേറ്റ് വരുന്നത് കണ്ടതാണ്. ഞാൻ ഒന്ന് ഞെട്ടി. എനിക്ക് കാറിൻ്റെ മേളിൽ ചെന്ന് തലയിടിച്ചോ എന്നറിയാൻ പോയി, അതുപോലെ ഞെട്ടി. കാര്യം 6 ശവങ്ങൾ ഒരു ചർച്ചിനകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നത് സഹവിശ്വാസികൾ കണ്ടെന്ന് സീനിയർ പാസ്റ്ററുടെ കൈകൊണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഇയാൾ തുടങ്ങിയത്. അങ്ങേർക്ക് നടുവിനൊരു വേദനയുണ്ട്, അതിനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, 6 ശവങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച ആളിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണോ അതോ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? അയ്യോ പാസ്റ്ററെ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹീസ് ഡൗൺ ടു എർത്ത്, നോ അപ്പോയിൻമെൻറ്റ്, നത്തിങ്, ഈസ് ഡൗൺ ടു എർത്ത്. ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. പക്ഷേ നിങ്ങൾക്ക് രോഗശാന്തിയുടെ കൃപാവരമുണ്ടെന്ന് അങ്ങേർക്കറിയാം, അതുകൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ് നിങ്ങളെ വിളിപ്പിക്കുന്നത്. ഫൈൻ. ഞാൻ അവിടെ ചെന്ന മനുഷ്യനോട് ചോദിച്ചു, പാസ്റ്ററെ, ഹൗ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഈ ഒരു അഭിഷേകം എങ്ങനെയാണ്? എന്നോട് പറഞ്ഞ വാചകം, ലെസ്റ്റർ സമറാൾ എന്ന ദൈവദാസൻ തൻ്റെ 82-ാം വയസ്സിൽ എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ഈ പാസ്റ്ററുടെ വാചകമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല, ഒരു ഭയങ്കര പേര്. അതിനിടയ്ക്ക് ഹെർഹട്ടെന്ന് ഒരു പേരുണ്ട്, അത് എല്ലാവരും വിളിക്കുന്നത്. അതിൻ്റെ ഇടവും വല്ല ഒത്തിരി പേര്, ഭയങ്കര പേരാണ്. ഹെർഹട്ടെന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത്. കാര്യം ആ പേരിൻ്റെ നടുക്ക് വരുന്ന 2 വാക്കാണ് ഹെർഹട്ട്, പാസ്റ്റർ ഹെർഹട്ട്. അദ്ദേഹം പറഞ്ഞു, ലെസ്റ്റർ സമറാൾ എന്ന ദൈവഭൃത്യൻ തൻ്റെ 82-ാമത്തെ വയസ്സിൽ എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. 82 വയസ്സുള്ള ഒരാളിന് എഴുന്നേറ്റ് നിന്ന് ലെക്ചർ തരാൻ ഒക്കത്തില്ല. അദ്ദേഹം വന്ന് കസേരയിൽ അവിടെ ഇരിക്കുകയേ ഉള്ളൂ. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് സിലബസ്. അതിനകത്ത് ഇന്ന പുസ്തകം ഇത്രയും പേജ് വരെ വായിച്ചു, സംശയമുള്ള ചോദിച്ചോളാൻ പറയും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞു തരും. ചില ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ശബ്ദം ഉയർത്തും. ശബ്ദം ഉയർത്തിയ ഒറ്റ വാക്കുണ്ട്, ഗോഡ് ബ്ലെസ് ദം. അദ്ദേഹം പറഞ്ഞു, ഈ സമയം 25 വിദ്യാർത്ഥികളാണ് ക്ലാസ്സിലുള്ളത്. 25 ആത്മവിവശതയിൽ തെറിച്ച് തറയിൽ കിടക്കും. 25. ഇന്ന് 25 മരിച്ചവരെ ഉയർപ്പിക്കും. ഇന്ന് 25 മരിച്ചവരെ ഉയർപ്പിക്കും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യൻ്റെ മുമ്പിലിരുന്ന് പഠിക്കാൻ കൃപ കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ,
അദ്ദേഹം തുടർന്ന് ലെസ്റ്ററിനെ കുറിച്ച് പറഞ്ഞ പദം, തനിക്ക് 80 വയസ്സ് കഴിഞ്ഞ ശേഷം ലെസ്റ്റർ ഒരൊറ്റ മീറ്റിങ്ങിലും പരസ്യമായി പോകത്തില്ല. പരസ്യമായി ഒരു മീറ്റിംഗ് ചെന്നാൽ നിശ്ചയം പിടിച്ച് സ്റ്റേജിൽ കയറ്റി ഒരു വാക്ക് പറയാൻ പറഞ്ഞ് തുടങ്ങും, പുള്ളി ഇരുത്തുകയില്ല. അതുകൊണ്ട് 80 വയസ്സ് കഴിഞ്ഞ ശേഷം പരസ്യമായി അദ്ദേഹം ഒറ്റ മീറ്റിങ്ങുകൾക്ക് പോകത്തില്ലായിരുന്നു. പക്ഷേ കഴിവുള്ള മീറ്റിങ്ങുകൾക്കെല്ലാം രഹസ്യമായി വേഷപ്രച്ഛന്നനായും പോകും. ലെസ്റ്റർ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറിയാൽ ആ ഓഡിറ്റോറിയത്തിലുള്ള ആത്മീയരെ മുഴുവനും ഷോക്കടിക്കുന്ന പോലൊരു ഫീലിംഗാണ്. ഷോക്കടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് തുടങ്ങുമ്പോൾ ആത്മീയർ ലെസ്റ്റർ വന്നിട്ടുണ്ട്, എവിടെയോ ഉണ്ട്, ലെസ്റ്റർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടുപിടിക്കും. ഒടുവിൽ മീറ്റിങ്ങിനെ വരാതായി. ഞാനീ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കർത്താവേ, ചില ആത്മീയരെ ഞങ്ങളുടെ തലമുറയിൽ തരണേ. തുടർന്ന് ഞങ്ങൾ ഈ കോൺഫറൻസിന് വേണ്ടി പോയി, ആ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പോയി. 25 വിദ്യാർത്ഥികൾ അന്നുണ്ടെന്ന് പറഞ്ഞതിൽ 22 പേരും വന്നിട്ടുണ്ട്. 22 പേരും മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാ. അതുകൊണ്ടാണ് സഭകൾ വളരുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ആത്മീക നേതൃത്വത്തിൻ്റെ കണ്ണ് പൊട്ടിയതാ. അവർക്കിതിനെക്കുറിച്ച് അറിവില്ല. കർത്താവേ, ഞങ്ങൾ മലിനമായി പോയി, ഞങ്ങളെ ഒന്ന് തിരിച്ചുദ്ധരിക്കണേ എന്ന് പറയുവാൻ ഇന്ന് രാത്രിയിൽ ചിലരുണ്ടോ? തമ്പുരാൻ നമ്മളെ ഉയർത്തും. ഞാൻ ഒരു കൊച്ചു വിഷയം കൂടെ ഇതിൻ്റെ മുമ്പിൽ ഒന്ന് തൊടാൻ പോവാം. ഒരു കൊച്ചു വിഷയം കൂടെ ഞാനൊന്ന് തൊടാൻ പോവാം. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലെ ഒരു കൊച്ചു കുഗ്രാമത്തിലാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ അടുക്കലായിട്ട് ഒരു കുറച്ച് സ്ഥലത്ത് എൻ്റെ അമ്മ പയറും വെണ്ടയും ഒക്കെ നടുമായിരുന്നു. അതിന് തന്നെ സ്ഥലം വിട്ടതൊന്നുമല്ല, പല കൃഷിയുടെ ഇടയ്ക്ക് ഇത് നടുമായിരുന്നു. ചില പയറ് നീളത്തിൽ നീണ്ടുവരും. അതിനെ നാട്ടിൽ അമ്മ വിളിച്ചിരുന്ന പേര് 18 മണിയൻ പയറെന്ന്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരും കേട്ടിട്ടുണ്ടായിരിക്കില്ല, അമ്മമാരും അപ്പന്മാരും ഒക്കെ, കേരള സാഹചര്യം വിട്ടിട്ടില്ലാത്തവർ. ഈ 18 മണിയൻ പയർ ഇങ്ങനെ നീണ്ടു വളർന്നു വരുമ്പോൾ അമ്മ ഞങ്ങൾ പിള്ളേരോട് എടുത്താണ്ട് ഇത് ഒരു കാരണവശാലും പറിക്കരുത്. രാവിലെ ചെന്ന് പയർ പറിച്ച് കൂട്ടാൻ വെക്കാൻ കൊണ്ടിരുന്ന പതിവുണ്ട്. തെണ്ടിപ്പയർ പറിക്കരുത്, അത് വിത്തിന് നിർത്തിയിരിക്കുക. ഇത് 18 മണിയനാണ്, ഇവനെ വിത്തിന് കൊള്ളാം. ഞങ്ങളാരും തൊടത്തില്ല. കുറേയൊക്കെ അണ്ണാൻ കൊണ്ടുപോകും, തത്ത കൊണ്ടുപോകും. മിച്ചം വരുന്നത് പറിച്ച് ഉണങ്ങി അമ്മ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞേച്ച് അടച്ച് വെച്ചേക്കും. പുള്ളി അങ്ങനെ അനങ്ങാതെ അവിടെ ഇരുന്നോളും. പിറ്റേ മഴക്കാലമാകുമ്പോൾ അമ്മ ആ പാത്രം എടുത്ത് തരും. തെണ്ടി തന്നുകൊണ്ട് അങ്ങോട്ട് കുഴിച്ചിട്ടേക്കാൻ പറയും. നനവുള്ള മണ്ണിലോട്ട് ഈ വിത്തിട്ടാൽ ദിവസങ്ങൾക്കകം കിളുത്തു വരും. കഴിഞ്ഞ തലമുറയിലെ ഏറ്റവും നല്ലത് അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടാൻ കുറേ നാൾ അടച്ചു വെച്ചേക്കുന്ന പതിവുണ്ട്. മനസ്സിലായി? ശ്രദ്ധിച്ച്. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന പേരിലൊരു കർത്തൃദാസനുണ്ടായിരുന്നു. 22 ശവശരീരങ്ങളെ ഉയർപ്പിച്ച മനുഷ്യനാണ്. അദ്ദേഹം മരിച്ച സ്ഥലത്തൊന്ന് പോകാൻ കർത്താവ് എനിക്ക് പദവി തന്നെ, പിക്ചറൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. മരിച്ച സ്ഥലത്തിന് പ്രത്യേകതയുണ്ടെന്നല്ല, സ്മിത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു. ഞാനിവിടെ ഒന്ന് പോയി കാണാൻ സാധിച്ചു. ഒരു കൊച്ചു ചർച്ച. അദ്ദേഹം മരിച്ച റൂം ഒന്ന് ഞാൻ കണ്ടു. ഞാൻ അവിടുത്തെ ഇപ്പോൾ ഇരിക്കുന്ന പാസ്റ്ററോട് പറഞ്ഞ പാസ്റ്റർ, എനിക്ക് അതിനകത്തൊന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ആശയമുണ്ട്. സ്മിത്ത് ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് ആശയമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിനകത്തൊരു പെശമുണ്ട്. ഞങ്ങളിപ്പോൾ അതൊരു ഡംപ് യാർഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്പ്രിങ് പൊട്ടിപ്പോയ ക്ലോക്കും, പഴയ തലമുറയിൽ ഉപയോഗിച്ചിരുന്ന പഴയ ക്ലോക്കും, സ്ട്രിങ് പൊട്ടിപ്പോയ ഗിതാറും, പിന്നെ ലെതർ പൊട്ടിപ്പോയ ഡ്രമ്മും, ഇതെല്ലാം കൂടി ഇട്ടിരിക്കുന്ന ഡംപ് റൂമായി. ഇപ്പോൾ അത് നിൻ്റെ ആശയ്ക്ക് തെറ്റില്ല, ആ റൂം കാണാം. പക്ഷേ എനിക്കൊരു 4 മണിക്കൂർ ടൈം തരണം. ലേബേഴ്സിനെ നിർത്തി ഇതിനകത്തെ അഴുക്കെല്ലാം വാരിക്കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ കയറി ഒന്ന് കണ്ടു. സ്മിത്തിൻ്റെ കൈവപ്പായിരുന്നു ലെസ്റ്റർ സമ്രാളിൻ്റെ മേൽ. ലെസ്റ്റർ സമ്രാളിൻ്റെ ജീവിതത്തിൽ ഒറ്റ മരിച്ചവനെ അദ്ദേഹം ഉയർപ്പിച്ചിട്ടില്ല. ഈ 18 മണിയൻ പയറിൻ്റെ വിത്ത് അടച്ചു വെച്ച ഒരു കാലമുണ്ട്. ഒറ്റ മരിച്ചവനെ സ്മിത്ത് ഉയർപ്പിച്ചിട്ടില്ല. അതെ, ലെസ്റ്റർ സമ്രാൾ ഉയർപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് മരിച്ചവർ ഉയർക്കേണ്ട തലമുറയിൽ ഈ തലമുറയ്ക്ക് വേണ്ടി ആ വിത്തെടുത്തിടുവാൻ തമ്പുരാൻ തിരിഹിതമായി. നിങ്ങളിരിക്കുന്ന തലമുറ വേറൊന്ന്. അമ്മയുടെ തലമുറയല്ലിത്, അപ്പൻ്റെ തലമുറയല്ലിത്, ഇത് തമ്പുരാൻ്റെ തലമുറയാണ്. എ ജനറേഷൻ ദാറ്റ് ഈസ് ഡിഫറെൻ്റ്. ഞാൻ ഇതോട് ചേർന്ന് വേറൊരു അനുഭവം ഒന്ന് തൊടാൻ പോകുകയാണ്. ഡാളസിലൊരിക്കൽ ഞാനായിരുന്ന ഒരു സമയത്ത്, ഡാളസിലെ അമേരിക്കയിലെ അസംബ്ലീസ് ഓഫ് ഗോഡുകാരുടെ പാസ്റ്ററുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, എനിക്ക് മീറ്റിംഗ് ഇല്ലാതെ ഞാൻ ഡാളസിലൊരു പകലുണ്ടായിരുന്നു. ആ പകലാണ് മറ്റവരുടെ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ഇന്ത്യയിൽ നിന്ന് പോയി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പാസ്റ്റർ ആയതുകൊണ്ട് ചുമ്മാതെ മെനക്കെട്ടിരിക്കാതെ ഈ മീറ്റിങ്ങിന് പോയിരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനും അവിടെ പോയിരുന്നു. ഒരപ്പച്ചൻ എഴുന്നേറ്റൊരു സാക്ഷി പറഞ്ഞു.
കാതറിൻ കുൽമൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പച്ചൻ്റെ വാചകമാണ്. ഒരു വയസ്സൻ അപ്പച്ചൻ, റിട്ടയേർഡ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ വാചകമാണ്. കാതറിൻ കുൽമൻ്റെ പ്രസൻസിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാനതിന് അന്നേരം ശ്രദ്ധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാരം കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഈ പ്രസൻസിലാണ് രക്ഷിക്കപ്പെട്ടതെന്നുള്ളതിൻ്റെ അർത്ഥം എന്നാ? അവരുടെ മിനിസ്ട്രിയിലാന്ന് പറഞ്ഞാൽ ഐ അണ്ടർസ്റ്റാൻഡ്. അവരുടെ പ്രസൻസിലാന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ് കേട്ടോളാൻ പറഞ്ഞു. പറയാൻ കൊള്ളുകയില്ലാത്ത കാര്യമാണ്. അയാൾ എന്നോട് പറഞ്ഞു, പണ്ട് ഞാനൊരു പാപിയായി ജീവിച്ച മനുഷ്യനാണ്. പണം കൊടുത്ത് പെൺകുട്ടികളുമായി ഹോട്ടലിൽ പോയി പാർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ശൈലി. അങ്ങനെ കൂടെ കൂടെ എൻ്റെ കൂടെ വരാറുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ ഒരിക്കൽ ഞാൻ ചെന്നു, ഞാനും ഈ പെൺകുട്ടിയും കൂടെ. ഞാൻ പാപിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അവിടെ ചെന്നപ്പോൾ അന്ന് പതിവിന് വിപരീതമായി റിസപ്ഷനിസ്റ്റ് അവിടെ ഇരുന്ന് കരയുക. റിസപ്ഷനിസ്റ്റ് എന്ന് എഴുന്നേറ്റ് ഏത് റൂമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ഒരു സ്ത്രീ അവളിരുന്ന് കരയുക. ഒരു കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച സോഫയിലോട്ടൊന്ന് ഇരിക്കാൻ. ഞാനും എൻ്റെ കൂടെ വന്ന പെൺകുട്ടിയുമായി ആ സോഫയിൽ ഇരിക്കാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ മിക്ക സോഫയിലും ആളുണ്ട്, ഇരിക്കുന്നവരെല്ലാം കരയുക. ഇതെന്നട കളി? ഞങ്ങൾ പോയി കാണിച്ച സോഫയിൽ ഇരുന്നു. എനിക്കും കരച്ചിൽ വരുന്നു. എൻ്റെ കൂടെ വന്ന പെൺകുട്ടി പറഞ്ഞു, നമ്മൾ ഈ ചെയ്യുന്നത് പാപമാണെന്ന് തോന്നുന്നു. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്നെ അനുവദിച്ചാൽ ഞാനങ്ങ് തിരിച്ചു പോകട്ടെ, നമ്മൾ ചെയ്യുന്നത് പാപമാണ്. അദ്ദേഹം പറഞ്ഞു, പാപമാണ് ചെയ്യുന്നത് എനിക്കും അങ്ങ് ബോധ്യപ്പെടുക, പക്ഷെ ഇവിടം വരെ വന്നേച്ച് എൻ്റെ ആണത്വം സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് പോകാൻ അനുവദിച്ചില്ല. അവിടെ ഇരുന്ന് ഞങ്ങളും കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഹോട്ടലിൻ്റെ എലിവേറ്റർ വന്ന് ആ റിസപ്ഷൻ റൂമിലോട്ട് നിന്നു. എലിവേറ്ററിൻ്റെ കതക് തുറന്ന് ഡോറ് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാതറിൻ കുൽമന. കുൽമൻ ഹോട്ടലിൻ്റെ 3-ാം നിലയിൽ പാർത്തിരുന്ന കാരണത്താൽ വ്യാപരിച്ച ദൈവസാന്നിധ്യമാ ഗ്രൗണ്ട് ഫ്ലോറിലെ നിലവിളി. ഹോട്ടലിൻ്റെ 3-ാം ഫ്ലോറിൽ കാതറിൻ കുൽമൻ പാർത്തിരുന്ന കാരണത്താൽ വ്യാപരിച്ച ദൈവസാന്നിധ്യമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ നിലവിളി. ദോഹയിൽ ദൈവം നട്ട ദൈവത്തിൻ്റെ നടുതലകളെ ദൈവസാന്നിധ്യം ഇവിടെ കൊണ്ടുവരുവാൻ നിങ്ങളിൽ ചിലരെ കൊള്ളുമോ? ദൈവസാന്നിധ്യം ഇവിടെ കൊണ്ടുവരുവാൻ നിങ്ങളിൽ ചിലരെ കൊള്ളുമോ? ദൈവസാന്നിധ്യം ഇവിടെ കൊണ്ടുവരുവാൻ നിങ്ങളിൽ ചിലർക്ക് കഴിയുമോ? ഇന്ന് രാത്രിയിൽ ദൈവവുമായി ഒരു ഉടമ്പടിയിൽ വരുവാൻ ഇനി ചിലരും കൂടെ ഉണ്ടോ? ഞാൻ ഏറ്റവും വേഗത്തിൽ എൻ്റെ ഭാഗത്തേക്കൊന്ന് മടങ്ങി വരട്ടെ. എൻ്റെ യേശു കാൽവറിയിൽ തൻ്റെ രക്തമൂറ്റിക്കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് ശാപശക്തികളെ ജയിച്ചുകൊണ്ട് ആകാശത്ത് വ്യാപരിച്ച വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി സാത്താൻ്റെ തലയെ തകർത്തേച്ച് തൻ്റെ ജനത്തോട് വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവന് നിത്യജീവനുണ്ട്. ഇല്ലാത്തവർ നിത്യന്യായവിധിയിലാകപ്പെടും. ഇല്ലാത്തവർ നിത്യന്യായവിധിയിലാകപ്പെടും. ഇതുവരെ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് ജീവിതത്തിലൊരു പ്രമാണമില്ലാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ സൃഷ്ടിച്ചവന്, വ്യക്തികളെ താല്പര്യമുള്ളവന്, ദൈവത്തിന് ആൾ കിട്ടാത്തത് കൊണ്ട് എന്നെ തപ്പി ഇറങ്ങി എന്നാരും പറയരുത്. ആദാം എന്ന ഏകനിൽ നിന്ന് ഇന്ന് 100 കോടിക്കണക്കിന്, നൂറുകൾ കോടിക്കണക്കിന്, 700 കോടിയെങ്കിലും ജീവിതങ്ങളെ ഇന്ന് ജീവിക്കുവാൻ അനുവദിക്കുന്നവൻ ആൾ കിട്ടാഞ്ഞതുകൊണ്ട് എവറഗിസിനെ തപ്പിയതല്ല, നിങ്ങളിൽ ഒരാളിനെ തപ്പുകയല്ല, നിങ്ങൾക്കൊരു ജീവിതം തരുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നതിനാൽ ഈ രാത്രിയിൽ ചിലതിനും കൂടെ ദൈവം അവസരം ഒരുക്കട്ടെ. പാപത്തിൻ്റെ പരിഹാരമായി യേശു അല്ലാതെ വേറെ ആരുമില്ല. നല്ല ജീവിതം കൊണ്ട് പാപശാന്തി ലഭിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ധനവാന്റെ ലാസറിൻ്റെ ഉപമ പറഞ്ഞത് വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വെക്കാൻ പോവുക. ധനവാന്റെ ലാസറിൻ്റെ ഉപമ. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു മനുഷ്യൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ പാർത്തിരുന്നു. നായ്ക്കളും വന്ന് ലാസറിൻ്റെ വ്രണം നക്കുമായിരുന്നു. ഒരു ദിവസം ലാസർ മരിച്ചു. ദൂതന്മാർ ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലെത്തിച്ചു. പിന്നൊരിക്കൽ ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. നരകത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മുകളിലോട്ട് നോക്കി അബ്രഹാമിനെയും തൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് അബ്രഹാം പിതാവിനോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അബ്രഹാം പിതാവേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി
എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ ഇങ്ങോട്ടൊന്ന് അയക്കണേ. അബ്രഹാം പറഞ്ഞു, പറ്റത്തില്ല മോനെ, ഒരിക്കലും ഇവിടെ വന്നവൻ ഇവിടുന്ന് മാറാനൊക്കത്തില്ല. നിങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകാനൊക്കത്തില്ല. നിങ്ങൾക്ക് നമ്മെ നടുവിൽ ഒരു വിടവ് ഉണ്ടാക്കിയിരിക്കുന്നു, ഇത് ക്രോസ് ചെയ്യാനൊക്കത്തില്ല. ഇവൻ വിട്ടില്ല. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം പിതാവേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, ഇവനെ അങ്ങോട്ടൊന്ന് അയക്കണം, ലാസർ അവിടെ പോയി ഒരു സാക്ഷി പറയട്ടെ. അബ്രഹാം പറഞ്ഞു, അങ്ങനെ അല്ല മോനെ, അവർക്ക് മോശയും പ്രവാചകന്മാരും ഈ ബൈബിളുണ്ട്, പിന്നെ പറയുന്ന എന്നെപ്പോലുള്ള കുറേ പേരുമുണ്ട്, അവരെ വിശ്വസിക്കുന്നെങ്കിൽ മതി. ഇവൻ പറഞ്ഞു, അങ്ങനൊന്നും അല്ല, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കും, അവർ മാനസാന്തരപ്പെടും. അബ്രഹാം പറഞ്ഞു, ഇല്ല, ഇത് വിശ്വസിക്കാത്തവൻ ഏത് മരിച്ചവൻ എന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അവിടെ കൊണ്ട് അധ്യായം തീർന്നു. ഈ കഥയ്ക്കകത്ത് ആ ധനികനായ മനുഷ്യൻ യാതനാസ്ഥലത്ത് നരകത്തിൽ പോയി എന്ന് കാണുന്നു. അവൻ്റെ പാപം എന്തേലും നിങ്ങൾ കണ്ടായിരുന്നു? അവൻ കള്ളു കുടിച്ചോ? നൈറ്റ് ക്ലബ്ബിൽ പോയോ? അവൻ്റെ പാപം എന്തേലും കണ്ടായിരുന്നു? ഒരു സൂചന ഒരിടത്ത് കിടപ്പുണ്ട്. എൻ്റെ സഹോദരന്മാർ ലാസർ എന്നാൽ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും മാനസാന്തരപ്പെട്ടതല്ല എന്ന് ഒരു സൂചനയുണ്ട്. വേറൊരു സൂചനയും കിടപ്പുണ്ട്. 30-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിലെ കിങ് ജെയിംസിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. സൺ, റിമെമ്പർ നൗ, ഫോർ ദൗ ഹവ് റിസീവ്ഡ് ദൈ ഗുഡ് തിങ്സ് ഇൻ ദൈ ലൈഫ് ടൈം, ദൗ ഹവ് റിസീവ്ഡ് ദൈ ഗുഡ് തിങ് ഇൻ ദൈ ലൈഫ് ടൈം. വരാം. ഇവൻ്റെ 2 തിന്മകൾ തൊടാനും വേണ്ടി ഉണ്ട്. നമുക്കത് രണ്ടും നോക്കണം. ഇവൻ്റെ നന്മകൾ ഒരു കൂട്ടമുണ്ടെന്നറിയാമോ? നരകത്തിൽ പോയ ധനികൻ്റെ നന്മകൾ. 1, അവൻ അബ്രഹാമിനെ വിളിക്കുന്ന പേരെന്തുവാ? അബ്രഹാം പിതാവേ. ഇപ്പം ഇവൻ ജനിച്ച കുടുംബം ഏതാ? ഉഗ്ര പാരമ്പര്യത്തിൽ ജനിച്ചതാ. ഇപ്പം സലാലയിലുള്ള ഒരു സ്നേഹിതൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. അവനോ ഇതുവരെ ഗുണപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ബാംഗ്ലൂരിൽ പഠിക്കുന്ന കാലത്ത് സുവിശേഷം കേട്ട് യേശുവിനെ അങ്ങ് അംഗീകരിച്ചു. യേശുവിനോട് ചേരാൻ സ്നാനമേറ്റു. ഈ പെണ്ണ് സ്നാനപ്പെട്ടു. ഞാൻ ആ സ്നാനപ്പെടുത്തി എന്നൊക്കെ അവൻ അറിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നെ വിളിച്ചു. എന്നെ ബഹളമായിരുന്നറിയാമോ ഫോണിൽ കൂടെ. ഞാൻ പറഞ്ഞു, ഇടൂ, ഒന്നേലും സ്വർഗത്തിൽ പോട്ടോ തങ്ങളുടെ വീട്ടിൽ നിന്ന്. പനങ്ങ് സങ്കടപ്പെടാതെ, ഒരെണ്ണവേലും സ്വർഗത്തിൽ പോട്ടെ, നീയോ നശിച്ചു. എന്നോട് പറഞ്ഞ പദം, എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോടാന്നായിരുന്നു. ഞാൻ ഏത് ഫാമിലിയിൽപ്പെട്ടാന്നറിയാമോടാ? ഏത് കുടുംബം? ഞാൻ എനിക്കറിയാം ഏത് കുടുംബം അവിടെ കണ്ടുണ്ടോ? നമ്മളുണ്ടോ അയലോക്കക്കാരല്ലേ? അതൊക്കെ അങ്ങ് പോയി. ചില വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ സലാലയിൽ കൂടെ പോകുമ്പം എൻ്റെ അയലോക്കക്കാരനും കൂടെ പഠിച്ചല്ലേ, പുള്ളി വന്നു. അടിക്കാനും തല്ലണമെന്നല്ല, സ്നേഹമായിട്ട് അവരുടെ വീട്ടിൽ ഒരു ലഞ്ച് തരാം ചെല്ലണമെന്ന് പറഞ്ഞു വന്നു. എനിക്ക് പോണമായിരുന്നേ വേണ്ടി ഞാൻ നിർബന്ധമായിട്ട് ഞങ്ങളുടെ പാസ്പോർട്ട് പറഞ്ഞു പോയി. പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, യോവിൻ്റെ കല്ലറ കാണിക്കാമെന്ന് പറഞ്ഞു. ചുമ്മാ കിട്ടുന്നല്ലേ, കണ്ടേക്കാമെന്ന് ഞാനും പറഞ്ഞു. നല്ല കാലത്തിന് അവരുടെ കാറിനകത്ത് AC അങ്ങ് ഫെയിലായി. അത് എൻ്റെ നല്ല കാലമോ അവൻ്റെ നല്ല കാലമോ, AC ഫെയിലായി. AC ഫെയിലായതുകൊണ്ട് കണ്ണാടി തുറന്നിട്ടുണ്ട് പോവുക. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവൻ ഒരു സ്ഥലത്ത് എന്നോ പറഞ്ഞു, കണ്ണാടി എളുപ്പമൊന്ന് കളത്തിക്കോ. ഞാൻ എന്നാ പറ്റി? അറബി പിള്ളേർ നിൽക്കുന്നു, അതിന് ഇന്ത്യക്കാരനെ കണ്ടാൽ ഏറി ചാണകവും ചീമൊട്ടയും കിട്ടുന്നതൊക്കെ എടുത്തെറിയും. ഞാൻ വെച്ചാൽ നീ ഏത് കുടുംബമാണെന്ന് ഇവന്മാരോടും പറഞ്ഞിട്ടില്ലേ? എടാ, ഒരു മോളുള്ളത് സ്വർഗത്തിൽ പോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുടുംബനാന്ന് പറഞ്ഞവൻ ഇവിടെ കിടന്ന് ചാണകത്തിൽ ഏറി പിടിക്കുക. എന്നാടാ ഇവർ? നീ ഏത് കുടുംബമാണെന്ന് ഇവരോടും പറഞ്ഞില്ലേ? ഇന്ത്യൻ. പലർക്കും ദൈവത്തെ കളിപ്പിക്കാൻ കുടുംബം വലുതാ. ഇവൻ അബ്രഹാമിനെ വിളിക്കുന്നത് പിതാവേ എന്നാ, അബ്രഹാം തിരിച്ചു വിളിക്കുന്ന മോനെ എന്നാ. നോ എന്ന് പറയാൻ അബ്രഹാമിനൊക്കത്തില്ല. ഉന്നത കുടുംബങ്ങളിൽ ജനിച്ച സ്വർഗത്തിൽ പോകുന്ന തോന്നുന്നു. ദേ കിടക്കുന്നു. അതിനേക്കാൾ ഉന്നത കുടുംബം നമ്മുടെ ഇടയിൽ ഇല്ല. 2, പട്ടി നക്കുന്ന വ്രണമുള്ള ലാസർ എന്ന മനുഷ്യനെ പടിപ്പുരയ്ക്കൽ കൊടുത്ത് കിടത്തി ആയുസ് മുഴുവൻ ചെലവിന് കൊടുത്തവനായി ഇവൻ. ഞാൻ ചെയ്യത്തില്ല. ഒരു ധർമ്മക്കാരൻ 10 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നാൽ മറ്റു വീട് തിരക്കിടുമെന്നേ പറയത്തുള്ളൂ. പട്ടി നക്കുന്ന വ്രണമുള്ള ലാസർ എന്ന ഭിക്ഷക്കാരനെ പടിപ്പുരയ്ക്കൽ കയറ്റി കിടത്തി ആയുസ് പര്യന്തം ചെലവിന് കൊടുത്ത മഹാമനസ്കന. ചിലർ പറയും ദീനാനുകമ്പയും സാധുജനപ്രീതിയും ഉണ്ടോ? പോം, ദേ കിടക്കുന്നു, കൂടെ പോവും. 3, ലാസർ സ്വർഗത്തിലിരിക്കുമ്പോൾ ഇവൻ നരകത്തിൽ കിടന്നുകൊണ്ട് പറയുക, ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കിത്തന്നാൽ ഞാൻ നക്കി കുടിച്ചോളാം. ഞാനാണെങ്കിൽ ചൊറി പിടിച്ച ഒരുത്തനോ എൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിയ ഒരുത്തനോ തൊട്ടത് ഞാൻ കഴിക്കത്തില്ല, ചത്താലും കഴിക്കുകയില്ല. അതെൻ്റെ അഹങ്കാരമെന്നോ എന്നെ എനിക്ക് പറയുന്നത്? അഹങ്കാരമെന്നല്ലയോ? ദ പ്രൗഡ്. മറ്റവൻ അഹങ്കാരത്തിൻ്റെ ലക്ഷണം പോലും ഇല്ലാത്തവനാ.
എൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നവൻ്റെ വിരൽ ഞാൻ നക്കി കുടിച്ചോളാം. അത്ര സാധുവാ. മനസ്സ് നല്ലതാണെങ്കിൽ അങ്ങ് പോകുമെന്നാണ് പറയുന്നത്. ഇതേ കിടക്കുന്ന നല്ല മനസ്സുമായിട്ട് കൂടെ നോക്കുമ്പോൾ അടുത്ത ഗുണം പറഞ്ഞ അബ്രഹാം പിതാവേ ഇങ്ങോട്ട് വിടത്തില്ലെങ്കിൽ, ഇങ്ങോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ പ്രാർത്ഥന നിർത്തും. പുള്ളി പ്രാർത്ഥന വീരനെ നിർത്തുകയില്ല, പോരാടി പ്രാർത്ഥിക്കും. അങ്ങനെയാണ് എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ടൊന്ന് വിടണേ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. എനിക്ക് 10,000 രൂപ ശമ്പളം ഉള്ളപ്പോൾ എൻ്റെ അനിയന് 11,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെത്താൻ ഇടിച്ച് ചാവും. അസൂയ. പറഞ്ഞു ഞാൻ നരകത്തിൽ കിടക്കുമ്പോൾ അനിയൻ സ്വർഗത്തിൽ പോകുക, ആ പണി വേണ്ടെന്ന് പറഞ്ഞു. അസൂയയുടെ അംശമില്ലാത്തവൻ ഞാൻ നരകത്തിൽ കിടക്കട്ടെ, എൻ്റെ സഹോദരന്മാർ സ്വർഗത്തിൽ പോകണം. അസൂയയുടെ അംശമില്ലാത്തവൻ, നല്ല മനസ്സാ. അബ്രഹാം പറഞ്ഞു വിടത്തില്ല, വിടത്തില്ല. അവർക്ക് മോശം പ്രവാചകന്മാരുമുണ്ട്. ആഹാ, ബൈബിളുള്ള വീടാ, അറിയാത്ത വീടൊന്നുമല്ല, ഇതൊക്കെ വായിക്കുന്ന പാർട്ടിയാ. പറഞ്ഞല്ലല്ല, ലാസർ എന്ന് സാക്ഷി പറഞ്ഞ ലൂക്ക. അപ്പോൾ ഇവരുടെ വീട്ടിൽ സാക്ഷിയോഗം നടത്തുന്ന വീടാ. ഇത് മറക്കല്ലേ. വീട്ടിൽ ആരാധന നടന്ന, പള്ളിയിൽ നിന്ന് വേണമെങ്കിൽ പോയതായിരിക്കാം, എനിക്കറിയാൻ വയ്യ. സ്വന്തം വീട്ടിൽ ആരാധന നടത്തുന്ന പാർട്ടിയാ, സാക്ഷിയോഗം നടത്തുന്ന പാർട്ടിയാ ഇവൻ. അവൻ മരിച്ച ധനികനാ, നല്ല ധനികനാ. അവൻ മരിച്ച ശവമടക്ക് കേമമല്ലേ, അതുകൊണ്ടാണ് മരിച്ചടക്കപ്പെട്ടെന്ന് പറഞ്ഞത്. ശേഷക്രിയകൾ കിട്ടിയതാ. ഇതിൻ്റെ ആകത്തൊക്കെ ദേണ്ട കിടക്കുന്നു. നരകത്തിൽ യാതനാ സ്ഥലം. ഇവൻ്റെ പെശ എന്തായിരുന്നു? നമ്പർ 1, ഇവൻ മാനസാന്തരപ്പെട്ടതല്ലായിരുന്നു. ഇവൻ അബ്രഹാം പിതാവിനോട് പറഞ്ഞ, അബ്രഹാം പിതാവേ, മരിച്ചവർ ഒരുത്തൻ എഴുന്നേറ്റ് എന്നാൽ എൻ്റെ സഹോദരന്മാർ മാനസാന്തരപ്പെടും, അവരിവിടെ വരത്തില്ല. ഞാൻ മാനസാന്തരപ്പെട്ടതല്ല. ഈ രാത്രിയിൽ മാനസാന്തരപ്പെടാത്തവരിവിടെ ഉണ്ടോ? പോകുന്ന സ്ഥലം അക്യുറേറ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം, നരകം. ബാക്കി ഗുണങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ. 2, സൺ റിമെമ്പർ നൗ ദാറ്റ് ഇൻ ദൈ ലൈഫ് ടൈം thou have received thy good things. മോനെ ഓർക്കടാ, നിന്റെ ആയുസ്സിൽ നിനക്ക് നല്ലതൊന്ന് തോന്നിയത് ചെയ്തവനാ നീ, അതെല്ലാം നീ അനുഭവിച്ചവനാ എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറയാം. കള്ളു കുടിക്കാൻ പോയിട്ടില്ല, നല്ലതല്ലെന്ന് അവൻ അറിയാം. സിഗരറ്റിൻ്റെ മണമടിച്ചിട്ടില്ല, നല്ലതല്ലെന്ന് അവൻ അറിയാം. രക്ഷിക്കപ്പെട്ടതാണോ? വേണമെന്ന് അങ്ങോട്ട് തോന്നുന്നില്ല. വേണമെന്ന് തോന്നിയാൽ ഉടൻ രക്ഷിക്കപ്പെടും. സ്നാനപ്പെട്ടതാണോ? വേണമെന്ന് അങ്ങോട്ട് തോന്നുന്നില്ല. നിനക്ക് തോന്നിയത് നല്ലത് ചെയ്തവനെ നിന്നെ ഇടുന്ന സ്ഥലമായത്. ഇതിനകത്തിരിക്കുന്ന പാരമ്പര്യമുള്ള ആത്മീയർ കേൾക്കാൻ പറയുക. കാര്യം നാളെ നിങ്ങൾ നരകത്തിൽ ചെല്ലുമ്പോൾ വർഗീസ് പറഞ്ഞില്ലെന്ന് പറയല്ലേ. നിനക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രം ചെയ്തവനെ നിന്നെ ഇടുന്ന ഇടമാ യാതനാ സ്ഥലം. കിടയവിടെ. നിന്റെ സഹോദരന്മാരും സെയിം ബ്ലഡാ. നല്ലതെന്ന് അവനോടൊന്ന് തോന്നണം. സ്നാനപ്പെടാം, എനിക്കൂടെ ഒന്ന് തോന്നണം. വേർപെടാം, എനിക്കൂടെ ഒന്ന് തോന്നണം. അവനെ നിന്നെ ഇടുന്ന സ്ഥലമാണ് യാതനാ സ്ഥലം, നരകം. ഇന്ന് രാത്രിയിൽ കർത്താവേ, എനിക്ക് നല്ലതൊന്ന് തോന്നിയത് കൊണ്ടല്ല, അങ്ങയുടെ വചനം അത് പറഞ്ഞതിനാൽ. എനിക്ക് നല്ലതെന്ന് തോന്നിയത് കൊണ്ടല്ല, തിരുവചനം അത് ഉദ്ധരിക്കുന്നതിനാൽ. അടിയനിതാ എന്ന് പറയുവാൻ ചിലരുണ്ടോ? അവരെ തമ്പുരാനെന്ന് നോക്കുന്നത്. യേശുവിൻ്റെ കാൽവരി മരണം എനിക്ക് വൃഥാവാകാതെ എനിക്ക് പ്രയോജനമാകുവാൻ. യേശു സാത്താനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. യേശു അവൻ്റെ തലയെ തകർത്തു. അതുകൊണ്ട് എനിക്കെന്ത് ലാഭം? എനിക്കൊരു ലാഭം വരണമെങ്കിൽ ഞാൻ ദൈവവചനത്തിന് കീഴടങ്ങിയേ മതിയാകൂ. മോശയും ന്യായപ്രമാണവും അവർക്കുണ്ട്. ഇന്ന് ദൈവവചനത്തിന് കീഴടങ്ങുവാൻ, എൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുന്നത് പറയുവാൻ എത്ര പേരുണ്ട്? എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഹിതം എന്നിൽ നിവർത്തിക്കണം എന്ന് പറഞ്ഞ പുത്രനോട് അനുരൂപമാകുവാൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഏൽപ്പിക്കാം. എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പച്ചൻ്റെ ഒരു ചെറിയ അനുമതിയുടെ അംശം കിട്ടി. അങ്ങനെ പോയി സ്നാനപ്പെട്ടു. സ്നാനത്തിനൊരു പാസ്റ്റർ എന്നെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. പറഞ്ഞ അപ്പൻ അനുവദിക്കാതെ കൊണ്ടുപോയില്ലേ ഇല്ലെന്ന് പറഞ്ഞു. ഒരു ഒറ്റ ഓട്ടം ഓടി വീട്ടിലോട്ട്. ഞാൻ വരുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും കൂടെ കൃഷി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഓടി അവിടെ ചെന്നു. അപ്പോൾ ഞാൻ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. പോയി എന്നേലും കാണിരടാന്ന് പറഞ്ഞു. എന്നെ അത് തമ്പുരാൻ അനുവദിച്ചതാ, അല്ലേ അങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. ഒറ്റ ഓട്ടം ഓടിയാൻ വീട്ടിൽ ഓടി ഇങ്ങോട്ട് പോരാൻ നേരം പാസ് പറഞ്ഞാൽ അഥവാ അനുവാദം കിട്ടുക എന്നാൽ ഒരു പേർ നിക്കറും ഉടുപ്പും കൂടെ കൊണ്ടുവരണമെന്ന്. ഓടി വന്ന ഒരു നിക്കർ ഉടുപ്പ് എടുത്തുകൊണ്ട് ഓടുമ്പോൾ അമ്മയ്ക്ക് പിടികിട്ടി പറ്റിച്ചു എന്ന്.
എൻ്റെ അനിയനോട് പറഞ്ഞ് പുറകെ ഓടറാ, അവനെ പിടിച്ചുകൊണ്ട് വിടാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കായിരുന്നു സ്പീഡ്. ഞാൻ ഈ പാസ് ഇരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹം പോകാൻ ഒരു ടാക്സി എടുത്ത് അതേ കയറി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓടി ചെല്ലുന്ന കണ്ടുകൊണ്ട് നിർത്തി. കയറിക്കോളാൻ പറഞ്ഞു. ഞാനിവിടെ കയറി. അനിയൻ വന്നപ്പോൾ പുക മാത്രം കണ്ടു. ഞാൻ മുങ്ങി നനഞ്ഞ തുണിയുമായി വീട്ടിലോട്ട് വരുമ്പോൾ ഇപ്പം പറഞ്ഞു, മോനെ ഒരു കുഴപ്പമില്ല, സോപ്പ് അവിടെ ഇരിപ്പുണ്ട്, എടുത്ത് നന്നായി കുളിച്ച് തോർത്തി വെച്ച് പോരാൻ പറഞ്ഞു. ആ സ്നാനം അതിലേ അങ്ങ് പൊക്കോളും. പിറ്റേ ആഴ്ച പള്ളിയിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതങ്ങ് പോയി. കാര്യം ചെങ്കടൽ ഇങ്ങോട്ട് കടന്നവൻ തിരിച്ചു പുറകോട്ട് പോയ ചരിത്രമില്ല. നീ വിട്ടുപോകുന്നതിനെ തിരിച്ച് കാണുകയില്ല. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അപ്പൻ്റെ വിശ്വാസം കൊള്ളുകയില്ലാത്തവർക്ക് അപ്പൻ്റെ വീടും കൊള്ളുകയില്ല, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. വീട് നഷ്ടപ്പെട്ടു. പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ അധ്യാപകൻ വിളിച്ചേച്ച് പറഞ്ഞു, നീ കലക്കവെള്ളത്തിൽ മുങ്ങിയേച്ചാ വന്നെന്ന് കേട്ട് നേരാന്നോടെന്ന്. ഞാൻ പറഞ്ഞു നേരാ. എന്തിനാടാ? യേശുവിനോട് ചേരാൻ. ഇറങ്ങടാ ക്ലാസ്സിൽ നിന്ന്, നിന്നെ ഇവിടെ പഠിപ്പിക്കുകയില്ല. ഇപ്പോൾ ഹെഡ് മാസ്റ്ററെ കാണടാ. അത് അതിനേക്കാൾ വലിയ പുള്ളിയായിരുന്നു. ഞാൻ പഠിച്ചത് മാർ ഗീഗോറിയോസ് ഡയോസേഷൻ സ്കൂളിലാണ്. മാനേജ്മെൻറ്റ് നല്ലതാണ്. ഹെഡ് മാസ്റ്ററെ പോയി കണ്ട് അങ്ങേര് ചോദിച്ചാൽ അടുത്ത പടിയാണ്, നീ താറാവ് തൂറിയ വെള്ളത്തിൽ മുങ്ങിന്ന് കേട്ട് നേരാണോടാ? ഞാൻ പറഞ്ഞു നേരാ. എന്തിനാടാ മുങ്ങിയ? ഞാൻ പറഞ്ഞു യേശുവിനോട് ചേരാനാ. ഇറങ്ങടാ സ്കൂളിൽ നിന്ന്. പേര് വെട്ടി. 7ാം ക്ലാസ്സിലായിരുന്നു അന്ന്. ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാ. 1975 അമേരിക്കയിൽ നിന്ന് എൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ ഉപരിവിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വാര്യാപുരത്തെ യോഹന്നാച്ചായൻ എന്ന കർത്താവിൻ്റെ ദാസൻ എന്നോടൊരു ദൂത് പറഞ്ഞു. മോനെ, നിന്നെ ലോകത്തിൻ്റെ തലസ്ഥാന നഗരി വരെ അയച്ചതും UNOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ആയതുകൊണ്ട് അതിനെ തലസ്ഥാനമെന്ന് വിളിക്കാറുണ്ട്. നിന്നെ ലോകത്തിൻ്റെ തലസ്ഥാന നഗരി വരെ അയച്ചതും അവിടെയുള്ള കണ്ടുപിടുത്തങ്ങൾ നിന്നെ പഠിപ്പിച്ചതും നിൻ്റെ അപ്പൻ്റെ പണക്കൊഴുപ്പ് കൊണ്ടല്ല, നിൻ്റെ ബുദ്ധി വൈഭവം കൊണ്ടുമല്ല, എന്നെ മാനിച്ചവനെ ഞാൻ മാനിച്ചതുമാണ്. ഞാനിവിടെ ക്ലോസ് ചെയ്യാൻ പോവാ. ദൈവമാർക്കും കടംപെട്ടവനല്ല. തൻ്റെ പ്രമാണം അനുസരിക്കാത്തവനെ കീറിക്കളയുന്നവനാ. തൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവൻ്റെ പിതാവാ. ഇന്ന് പകൽ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കുക. എല്ലാ കണ്ണും ഒന്ന് അടയ്ക്കാമോ? ഞാൻ നാളെ രാത്രിയിൽ രോഗശാന്തിയിലും ഡെലിവറൻസിലും പോകും. രോഗശാന്തിയും ഡെലിവറൻസും ആരംഭിക്കത്തക്ക ഒരു ആത്മീയ അന്തരീക്ഷം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സമയം പോയി ക്ലോക്ക് അതൊട്ടും അനുവദിക്കത്തില്ല. നാളെ രാത്രിയിൽ 15 മിനിറ്റ് മെസ്സേജ് എടുത്ത ശേഷം നേരെ രോഗശാന്തിയിലേക്ക് കയറും. തിരിച്ച് മെസ്സേജ് പോയേക്കും, അതില്ലെന്നല്ല, ഡെലിവറൻസിലേക്ക് വരും. നാളെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയായിരിക്കും. ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞാൽ നേരത്തെ വരേണ്ടവരെ നേരത്തെ വരണം. വിസിബിൾ ഹീലിങ്സ് നാളെ ഇവിടെ നടന്നേ മതിയാവും. കണ്ണുകൊണ്ട് കാണത്തക്ക ഹീലിങ്സ് നാളെ ഇവിടെ നടക്കും. ദൈവം എനിക്കൊരു 5 ദിവസം ഇവിടെ തന്നത് കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ. ഇന്ന് രാത്രിയിൽ യേശുവുമായി ഒരു ഉഭയസമ്മതത്തിൽ വരുവാൻ ചില ഹൃദയങ്ങളെ കർത്താവ് പെർസ്വേഡ് ചെയ്യുകയാണ്. എല്ലാ കണ്ണുകളും ദയവായി അടയ്ക്കൂ. 5 മിനിറ്റിനകം ഞാനിത് ക്ലോസ് ചെയ്യും. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അടിയൻ ഇവിടെ നിൽക്കുന്നു. തിരുമേനിയുടെ നാമം ഉദ്ധരിച്ചുകൊണ്ട് ഈ ജനത്തോട് ദൈവം ഇടപെട്ടതിനായി അങ്ങയെ സ്തുതിച്ചുകൊണ്ട് തുടർന്നുള്ള ചില മിനിറ്റുകൾ ഒരാത്മീയ അന്തരീക്ഷം ഇവിടെ മൂടുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവേ, പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ അങ്ങ് പൊരുന്നയിരുന്നെങ്കിൽ യേശുവേ, ഇന്നങ്ങയുടെ സാന്നിധ്യം ഈ ജനത്തിന്റെ മേൽ പൊരുന്നയിരിക്കണം. ദുഷ്ട വ്യാപാര ശക്തികളെ അടുത്ത ഒരു 10 മിനിറ്റ് ഈ ഹോളിന്റെ അന്തരീക്ഷം മലിനമാക്കുവാൻ അകത്ത് വരരുത്. വെളിയിൽ മാറുന്നില്ല. യേശുവിന്റെ രക്തം ഞാൻ ഇതിനകത്ത് തളിക്കുന്നു. അന്തരീക്ഷം ശുദ്ധമാകാൻ ഊരിപ്പിടിച്ച വാളുള്ള ദൂതന്മാരെ ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക, സഞ്ചരിച്ച് ക്രിയ ചെയ്യുക. അത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. തവയങ്ങളുടെ രക്തം കൊണ്ട് മൂടപ്പെട്ട ദൂതന്മാർ കാവൽ നിൽക്കുന്ന ഈ വിശുദ്ധ അന്തരീക്ഷത്തിൽ ദൈവത്തിനുള്ളവരെ അങ്ങ് മാനസാന്തരത്തിലേക്കും സ്നാനത്തിലേക്കും വേർപാടിലേക്കും ദൈവകൃപയിലേക്കും ഇറക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാ കണ്ണുകളും അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി വരെ ഉണ്ടായിരുന്ന എൻ്റെ നിലപാടിൽ നിന്ന് മാറി എൻ്റെ രാത്രിയാണിതെന്നറിഞ്ഞ് എനിക്ക് വേണ്ടിയുള്ള സമയമാണെന്നറിഞ്ഞ്
എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിൽ നിൽക്കുവാൻ രക്ഷാ, സ്നാനം, വേർപാട്, ആത്മാവ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ഞാൻ അതിനു വേണ്ടി നിൽക്കുന്നു. എന്നെ രക്ഷിക്കുന്നത് എൻ്റെ പാരമ്പര്യമല്ല, നല്ലതെന്ന് എനിക്ക് തോന്നുന്നതല്ല, നല്ലതെന്ന് തിരുവചനം പറയുന്നത്. ഞാൻ ഇന്ന് അനുസരിക്കാൻ തയ്യാർ എന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാൻ അവരുടെ ഒരു കരം കാണട്ടെ. ചില കരങ്ങൾ ഞാൻ കാണുന്നവർക്കായി സ്തോത്രം. നല്ലതെന്ന് എനിക്ക് തോന്നുന്നതല്ല, നല്ലതെന്ന് തിരുവചനം പറയുന്നത് ചെയ്യുവാൻ ഹീറാമായി. എനിക്കൂടെ തോന്നിയിട്ട് ചെയ്യുന്നവൻ പോകുന്നിടത്ത് എനിക്ക് പോകണ്ട. യേശു വസിക്കുന്ന ഇടത്തേക്ക് എനിക്ക് പോകണം. സ്വർഗത്തിലൊരു വേക്കൻസി ഉള്ളത് എനിക്ക് വേണം. അത് പറയുവാൻ ഇന്ന് രാത്രിയിൽ എത്ര പേരുണ്ട്? ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. കാണട്ടെ ലോകം, പിശാചി കണ്ടോണ്ട് പോട്ടെ, ദൈവദൂതന്മാരും കാണുകയാ. കർത്താവേ, ഇന്ന് വരെ പോയതുപോലെയല്ല, എനിക്ക് ബോധിച്ചതല്ല, തിരുവചനം അനുശാസിക്കുന്നതിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറയുന്നവരാണ് കരമുയർത്തേണ്ടത്. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ആ ഉയർന്ന കരങ്ങളുടെ ഉടമസ്ഥരെ ഞാൻ അനുഗ്രഹിക്കുന്നു. വിശുദ്ധ ദൂതന്മാരെ, ഇവരെ ശ്രദ്ധിക്കൂ, ഇവരെ ശ്രദ്ധിക്കൂ. അവർക്ക് ആവശ്യമുള്ള കാവൽ കൊടുക്കണം. ഇന്നു മുതൽ അവർക്ക് ചുറ്റും അഗ്നിമയന്മാരായ നിങ്ങൾ കാവലായി നിൽക്കണം. ദുഷ്ടവ്യാപാരമേ, ഇവരോട് അടുക്കരുത്, മാറുന്നില്ല. അവർ ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാ. ഈ രാത്രിയിലെ മുദ്രയുള്ള ഒന്നിനോട് അടുക്കരുതെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു. കർത്താവേ, മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കഴിഞ്ഞു. ഒറ്റ ക്വസ്റ്റ്യൻ. വലത്തെ ചെവിക്ക്, അതൊരു രോഗസൗഖ്യത്തെ കുറിക്കുന്ന ഒന്നാണ്. വലത്തെ ചെവിക്ക് അകത്ത് ഏതാണ്ട് കുത്തുന്നത് പോലെ വേദനയുണ്ടാകുന്നവരോ, അതിനകത്ത് എന്തെങ്കിലും വ്രണങ്ങളുണ്ടോ എന്ന് പോലും എനിക്കറിയാൻ വയ്യ, വേദനയുണ്ടാകുന്നവർ ഇപ്പം ഇതിനകത്തുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ഹീലിംഗ് ഇവിടെ നടക്കാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നുണ്ട്. ഇന്ന് ഇതിനകത്തില്ലെങ്കിൽ നാളെ അങ്ങനെയുള്ളവരെ കൂട്ടിക്കൊണ്ടുപോരെ. വലത്തെ ചെവിക്കകത്ത് ശക്തമായ വേദന, എന്നിട്ട് കുത്തുന്ന പോലെ വേദനയുണ്ടാകുന്ന ഒരു കേസ്, ഒരുപക്ഷെ ചെവി കല്ല് പൊട്ടിപ്പോയതാണെങ്കിൽ, കൊണ്ടുപോകാൻ കേൾവിയില്ലാത്തതാണെങ്കിലും വലത്തെ ചെവിയാണ് ഞാൻ കാണുന്നത്. ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന്, ഇല്ലെങ്കിൽ നാളെ അങ്ങനെയുള്ളവരെ അറിയാവുന്നവരുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുപോവാ. ഇതിനകത്ത് വെച്ച് കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ഓൺ ദ സ്പോട്ട്.